എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം ഒരുപാട് പേർക്ക് അറിയാൻ വേണ്ടി ചോദിച്ചതായ ഒരു ടോപ്പിക്കാണ്. എങ്ങനെയാണ് ഒരു കൗൺസിലിംഗ് നിന്ന് എങ്ങനെ നമ്മൾക്ക് മാനസിക ചികിത്സയിലേക്ക് പോകാം, അതിനുള്ള മാർഗങ്ങളും നിർദ്ദേശങ്ങളും എന്നതായിരുന്നു നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. നമ്മുടെ ഇന്നത്തെ വിഷയം അവതരിപ്പിക്കാൻ വന്ന സർ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഈ മേഖലയിൽ. അതിനു മുൻപായി സാറിനെ മോഡറേറ്ററിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. രാജീവ് സർ, ഡോക്ടർ രാജീവ് എം എം, സോഷ്യൽ വർക്ക്, ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ നിന്നുമാണ് MSW പാസ്സായത്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും PhD. ഇപ്പോ അദ്ദേഹം നിലവിൽ രാജസ്ഥാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിന്റെ കീഴിൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് പ്രൊഫസറായാണ് വർക്ക് ചെയ്യുന്നത്. 7 വർഷത്തോളം അമൃത യൂണിവേഴ്സിറ്റിയിൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിലും അസിസ്റ്റന്റ് പ്രൊഫസറായും HOD ആയും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. 20 വർഷത്തിൽ പരം കൂടുതൽ പ്രവർത്തന പരിചയവും ഇദ്ദേഹത്തിനുണ്ട്. ആക്ഷൻ എയ്ഡ് ഇന്ത്യ, നിംഹാൻസ് പ്രോജക്ട്, അമൃത മാത്ത് ആൻഡ് പ്രോജക്ട്, ആൻഡമാൻ നിക്കോബർ എന്നിവിടങ്ങളിലും വിവിധ സൗത്ത് ഇന്ത്യൻ പ്രോജക്റ്റുകളിലും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. സോഷ്യൽ വർക്ക്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, കൗൺസിലിംഗ് ആൻഡ് മെന്റൽ ഹെൽത്ത്, സൈക്കോ സോഷ്യൽ കെയർ, HIV AIDS, ജീറിയാട്രിക് കൗൺസിലിംഗ് എന്നിങ്ങനെ പല മേഖലകളിലും അദ്ദേഹത്തിന്റെ കഴിവുകൾ തെളിയിച്ചൊരു വ്യക്തിത്വം കൂടിയാണ്. കൂടാതെ സാറ് എന്റെ ഗുരുനാഥനും കൂടിയാണ്. ഒരുപാട് സന്തോഷത്തോടെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സാറിനെ സ്വാഗതം ചെയ്യുന്നു. സർ, വെൽക്കം. യെസ്, നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. നിഷ മാഡം ഒരുപാട് പറഞ്ഞല്ലോ, ഇത്രയൊന്നും പറയണ്ടായിരുന്നു കേട്ടോ. ഞാനല്ല ക്ലാസ് എടുക്കുന്നത് കേട്ടോ, ഹരികൃഷ്ണൻ സാറാണ്. അപ്പം അദ്ദേഹത്തെ കുറിച്ച് ഇന്നത്തെ സ്റ്റാർ അദ്ദേഹമാണ്, ഹരികൃഷ്ണൻ സാറാണ്. അപ്പോൾ നമുക്ക് ഹരികൃഷ്ണൻ സാറിൻ്റെ എക്സ്പീരിയൻസും എങ്ങനെയാണ് മാനസിക കൗൺസിലിംഗിൽ നിന്ന് മാനസിക ചികിത്സയിലേക്കുള്ള ദൂരം, എത്രമാത്രം കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടെന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ പങ്കാളിത്തം വളരെയധികം ശ്രദ്ധേയമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തം ഈ പരിശീലന പരിപാടിയിൽ 100% നമ്മുടെ ആത്മാർത്ഥത, മനോഭാവം, ശരിയായ മനോഭാവം, കാര്യങ്ങൾ അറിയാനും ചർച്ച ചെയ്യാനും ഉള്ള മനസ്സ്, അതാണ് നമ്മുടെ ഈ പരിപാടിയെ മുന്നോട്ട് നയിക്കുന്നത്. കഴിഞ്ഞ 4 ദിവസത്തെ വളരെയധികം നല്ല ഫീഡ്ബാക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സാധാരണ ക്ലാസ് എടുക്കുന്ന സാറന്മാരെ കുറിച്ചാണ് നമ്മൾ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ക്ലാസ് എടുത്ത എല്ലാവരും പറഞ്ഞത് വളരെ നല്ല 100 മേനി തികഞ്ഞ അത്രത്തോളം നല്ലൊരു പാർട്ടിസിപ്പൻ്റ് ഗ്രൂപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അതായത് നമ്മുടെ ഈ സേവാ ഇന്ത്യയുടെ ഫാമിലിയിലേക്ക് തുടർ പരിപാടികൾ, ഒരുപാട് പ്രോഗ്രാം നമ്മൾ ഇനി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ പരിപാടികളിലും നിങ്ങളുടെ നല്ല രീതിയിലുള്ള പങ്കാളിത്തം നമ്മൾക്ക് ആവശ്യമാണ്. നമ്മളൊരു സേവാ ഇന്ത്യയുടെ ഒരു സപ്പോർട്ട് ഗ്രൂപ്പായിട്ടാണ് നമ്മൾ കാണുന്നത്. സാധാരണ ഒരു 7 ദിവസത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന, അല്ലെങ്കിൽ ഒരു കല്യാണം കഴിഞ്ഞിട്ട് റിസപ്ഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു വിടുന്ന ഒരു പ്രോഗ്രാം അല്ല ഇത്. തീർച്ചയായിട്ടും തുടർച്ചയായിട്ടുള്ള സെഷനിലൂടി, തുടർച്ചയായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പാക്കേജോടുകൂടി നമ്മുടെ കൂടെ നിൽക്കേണ്ടവരാണ് നിങ്ങൾ എല്ലാവരും, ഞങ്ങൾക്ക് മനസ്സിലായി. അതുമാത്രമല്ല, കൗൺസിലിങ്ങിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചെറിയ 1 or 2 അല്ലെങ്കിൽ അത്ര ആൾക്കാർ വിചാരിച്ചാൽ കൗൺസിലിംഗ് നടത്തുവാനോ അതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കില്ല. നിറയെ ഒരു ഗ്രൂപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ സാർ ഈ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പറയും. എനിക്ക് തോന്നുന്നു നമ്മുടെ തലമുറയെ മനസ്സിലാക്കാനും അവരുടെ പ്രശ്നങ്ങളെ പഠിക്കാനും അവരോടൊന്നിച്ച് നിൽക്കുവാനും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പരിപാടികൾ വളരെ അത്യന്താപേക്ഷിതമാണ്. അതുകൂടാതെ എനിക്ക് തോന്നുന്നത് ഒരു കാര്യമാണ് പറയാനുള്ളത്. ഹരികൃഷ്ണൻ സാറെ കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം ഈ ഒരു മേഖലയിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും അപ്ലൈഡ് സൈക്കോളജി പറഞ്ഞാൽ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് മാനസികപരമായ അല്ലെങ്കിൽ സൈക്കോളജിയുടെ തിയറിയും ഗവേഷണങ്ങൾ ഉപയോഗിച്ചിട്ട് പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും പരിഹരിക്കാനുള്ള ഒരു സംവിധാനമാണ്, ഒരു വിഭാഗമാണ്. അപ്ലൈഡ് സൈക്കോളജിയിൽ ബിരുദാനന്ദ ബിരുദവും, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൈക്കാട്രി റാഞ്ചിയിൽ നിന്ന് മെഡിക്കൽ ആൻഡ് സോഷ്യൽ സൈക്കോളജിയിൽ MPhil ബിരുദവും അദ്ദേഹം കരസ്ഥമാക്കി. പിന്നീട് അമേരിക്കയിലെ കാലിഫോർണിയയിൽ നിന്ന് വ്യത്യസ്തമായുള്ള പല ഡിപ്ലോമകളും ഡിഗ്രിയും അദ്ദേഹം നേടിയിട്ടുണ്ട്. കറന്റ്ലി അദ്ദേഹം ട്രിവാൻഡ്രം യൂണിവേഴ്സിറ്റി കോളേജിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. നമുക്കറിയാം, സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് പ്രത്യേകിച്ചും മാനസികപരമായ കാര്യങ്ങളിൽ ഏറ്റവും ഇടപെടൽ ആവശ്യമായ ഒരു ഡിപ്പാർട്ട്മെന്റാണ്. അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റിൽ തലസ്ഥാനത്ത് തന്നെ അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയിൽ തന്നെ അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്. റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ലൈസൻസ്ഡ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൈസൻസ്ഡ് ഒരു പ്ലാറ്റ്ഫോമാണ്. അതിൽ നിന്ന് കിട്ടിയ ലൈസൻസും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് പ്രൊഫഷണൽ തെറാപ്പിസ്റ്റ്,
ICPT മെമ്പർ, അമേരിക്കൻ സൈക്കോളജി അസോസിയേഷൻ ഇന്റർനാഷണൽ മെമ്പർ, കൂടാതെ നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി തുടങ്ങിയ ഫാത്തിമ മാത നാഷണൽ കോളേജിലെ ബോർഡ് മെമ്പറൊക്കെയാണ്. നിംസ് മെഡിസിറ്റി തിരുവനന്തപുരം, ഗവൺമെന്റ് കോളേജ് ഫോർ വുമൺ ട്രിവാൻഡ്രം, ശ്രീജിത്ത് തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ്, ഇന്നലെ നമ്മുടെ വർമ്മ സാർ വർക്ക് ചെയ്യുന്ന സ്ഥാപനം. അതുപോലെ തന്നെ ഒരുപാട് നാഷണൽ വൈസുള്ള വെസ്റ്റേൺ സൈക്യാട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്ലിനിക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവിടങ്ങളിൽ 2004 മുതൽ 2015 വരെ 11 വർഷത്തോളം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ഒരു മേഖലയിൽ നമ്മുടെ കൗൺസിലിങ്ങിന്റെ പരിശീലന പരിപാടികൾ കൃത്യമായിട്ട് അദ്ദേഹം സെഷൻ എടുക്കാറുണ്ട്, ക്ലാസ് എടുക്കാറുണ്ട്. വളരെയധികം ബഹുമാനത്തോടെ, എല്ലാവിധ ബഹുമാനത്തോടുകൂടി ഈ ഒരു ക്ലാസ് നയിക്കുവാനും നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനും അദ്ദേഹത്തെ സേവാ ഇന്ത്യയുടെ പേരിൽ സഹർഷം സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. താങ്ക് യു. ശരി, അപ്പം രാജീവ് സാറ് വളരെ വിപുലമായിട്ട് എന്നെ പറ്റി ഇൻട്രൊഡക്ഷൻ ഒക്കെ തന്നു. സാറിന്റെ ഇൻട്രൊഡക്ഷനും എന്റെ ഇൻട്രൊഡക്ഷനും കൂടി തട്ടി നോക്കുകയാണെങ്കിൽ സാറിന്റെ തന്നെ തട്ട് താഴ്ന്നിരിക്കുകയുള്ളൂ. നമ്മൾ വളരെ ഹാമ്പിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ പോകുന്ന ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെതായ ഒരു കാര്യം, നമ്മൾക്ക് പലപ്പോഴും ഈ മാനസിക ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ഇടപെടാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ പല ആൾക്കാരുടെയും ബുദ്ധിമുട്ടുകളെ കുറിച്ച് നമുക്ക് നേരിട്ട് കാണാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യങ്ങൾ പലപ്പോഴും കണ്ടെത്തിയിട്ടുള്ള പല പ്രശ്നങ്ങളുടെയും ഒരു മേജർ പ്രശ്നം എന്ന് പറയുന്നത് കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയും അതൊന്നും ആൾക്കാർക്ക് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്ക് ചൂസ് ചെയ്യാൻ കാരണം. പലപ്പോഴും ഇതിനെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുകയും പലപ്പോഴും അതിൻ്റെ എന്താണ് ക്ലാരിറ്റി ഇല്ലാതെ പലപ്പോഴും ഒരാൾ എവിടെയാണ് പോകേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് അറിയാതെ പലപ്പോഴും പല ആൾക്കാരുടെയും റോങ് ഹാൻഡ്സിൽ പോയി പെടുകയും പലപ്പോഴും ട്രീറ്റ്മെന്റ് ശരിക്കും കിട്ടാതെയും അത് കൂടുതൽ വഷളാവുകയും അവസാനം എന്താ പറയുക ചികിത്സ കൂടിയേ തീരുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്ന പല സിറ്റുവേഷൻസും പല ആൾക്കാരുടെയും കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക്ക് സജസ്റ്റ് ചെയ്യാൻ കാരണം. അപ്പം സേവ അവര് വളരെ ഹൃദയപൂർവ്വം അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും അത് പ്രസന്റ് ചെയ്യാനുള്ള എനിക്കൊരു അവസരം തരികയും ചെയ്തതിന് ഞാൻ വളരെയധികം എൻ്റെ സന്തോഷം ഞാൻ പ്രകടിപ്പിക്കുന്നു. ഇപ്പോൾ പൊതുവെ നമുക്ക് സൈക്കോളജി ആസ്പെക്ട്സിൽ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സൈക്കോതെറാപ്പി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാനസികമായ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അത് ഇതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ചിട്ട് പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ്, ഇന്റർവെൻഷൻ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സാധനമാണ് കൗൺസിലിംഗ് എന്ന് പറയുന്ന ഏരിയ. കൗൺസിലിംഗ് അപ്പൊ എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ആരാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് ഇതിൽ ചർച്ച ചെയ്യാം. ഞാൻ ഒരു മോണോലോഗ് ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് എത്രത്തോളം ഇൻപുട്ട് ഉണ്ട്, നിങ്ങൾക്ക് ചിലപ്പോൾ എന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. എവിടെയെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുകയോ മനസ്സിലാവാതിരിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ പറയാൻ മടിക്കരുത്. നമുക്ക് കഴിവിന്റെ പരമാവധി നമ്മൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോവാം എന്നുള്ളതാണ് എൻ്റെ ഒരു അപ്രോച്ച്. അങ്ങനെയാണ്. പൊതുവെ എനിക്ക് ഇന്റർഫിയർ ചെയ്യണമെന്ന് പ്രശ്നമുള്ള കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സന്തോഷപൂർവ്വം ചോദ്യങ്ങൾ എന്താ പറയുക സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പതുക്കെ കാര്യത്തിലേക്ക് കിടക്കാം. കൗൺസിലിംഗ് എന്താണ് എന്ന് ചോദിച്ചാൽ ബേസിക്കലി അതൊരു ഹെൽപ്പിംഗ് റിലേഷൻഷിപ്പാണ്. അപ്പം അതിനകത്ത് ഒരു കൗൺസിലർ ഉണ്ടാവും, ഒരു കൗൺസിലി ഉണ്ടാവും. കൗൺസിലി എന്ന് പറയുന്നത് റിസീവ് ചെയ്യുന്ന ആളും കൗൺസിലർ എന്ന് പറയുന്നത് കൗൺസിലിംഗ് കൊടുക്കുന്ന ആളും എന്നുള്ളതാണ് അതിനകത്തുള്ളത്. അപ്പൊ രണ്ടുപേര് ചേർന്നുള്ള ഒരു ഇന്ററാക്ഷൻ ആണ് ബേസിക്കലി കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഈ കൗൺസിലിംഗിൽ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ഒരാൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അയാൾക്ക് അപ്പം കൗൺസിലർക്കും ഉണ്ടാവും, കൗൺസിലിംഗും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷെ കൗൺസിലർ എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം സോൾവർ ആയിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. കൗൺസിലിംഗ് ഓൺ ദ അതർ ഹാൻഡ് പ്രോബ്ലത്തിൽ കുടുങ്ങിപ്പോയ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ. അപ്പൊ പലപ്പോഴും നമ്മുടെ തോട്ട് പ്രോസസ്സിൽ സൈക്ലിക് തോട്ട് പ്രോസസ്സാണ് നമ്മുടെ എല്ലാവരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ചിന്ത വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ചിന്തയിൽ നമ്മളിങ്ങനെ
ഉഴലിക്കൊണ്ടിരിക്കും, അതിൽ ഉരുണ്ടു മറിഞ്ഞുകൊണ്ടിരിക്കുന്നല്ലാതെ അതിൽ നിന്ന് പുറത്തു വരാനുള്ളൊരു ഓപ്ഷൻ പലപ്പോഴും നമുക്ക് കണ്ടെത്താൻ പറ്റാറില്ല. അങ്ങനെ പറ്റുന്ന ആൾക്കാർക്ക് മാനസികമായ പ്രശ്നങ്ങൾ, സ്ട്രെസ്സസ് വന്നു കഴിഞ്ഞാൽ അവരതിനെ തരണം ചെയ്തു പോവുകയും ചെയ്യും. പലപ്പോഴും പല പല പ്രശ്നങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെയുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ടുകളിലേക്ക് നമ്മൾ പോകാനുള്ള സാധ്യതകൾ കൂടും. അപ്പോൾ ചിന്തകളിൽ ഒരേ രീതിയിൽ ചിന്തിക്കാനുള്ള അങ്ങനെ ഒരു ശീലം നമുക്ക് ഉണ്ടായി തീരുകയും ചെയ്യും. അപ്പൊ ആ ശീലം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു രീതിയിൽ ചിന്തിക്കാൻ പലപ്പോഴും പറ്റിയില്ല എന്ന് വരും. അപ്പൊ അങ്ങനെ പറ്റാതെ വരുമ്പോൾ കേൾക്കുന്നില്ല എന്നുണ്ടോ? ക്ലാരിറ്റി ഉണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ക്ലിയർ ആവുന്നുണ്ട് സർ. ശരി. അപ്പം ബേസിക്കലി നമുക്ക് ഇങ്ങനെ തോട്ട് പ്രോസസ്സിൽ ഒരു സൈക്ലിക് പ്രോസസ്സ് വരുന്നത് കൊണ്ട് തന്നെ വട്ടം ചുറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കും ഒരേ കാര്യത്തെക്കുറിച്ച്. അത് പലപ്പോഴും എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ഷീണിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതലും അങ്ങനെ ഉള്ളത്. ഒന്ന് മ്യൂട്ട് ചെയ്താൽ നന്നായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് കുറവാണ് അല്ലേ? ശരി. ഞാനിത് അടുപ്പിക്കാൻ നോക്കാം, പക്ഷേ ഇത് എത്രത്തോളം വർക്കാവും എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പൊ കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടോ? ഓക്കെ. അപ്പം പറഞ്ഞു തന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മൾ പൊതുവെ ടയേർഡാവും, നമ്മൾ എനർജി മുഴുവൻ അതിനു വേണ്ടി ചെലവഴിക്കും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സ്ട്രാറ്റജീസ് കുറയും, നമ്മൾ ക്ഷീണിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ നമ്മുടെ കൈവിട്ട് പോകുന്ന പോലെയൊക്കെ തോന്നും. നമ്മൾ ആങ്ഷ്യസ് ആവുമ്പോൾ പിന്നെ സ്ട്രെസ്സേഴ്സ് കൂടി എന്നുള്ള ഫീലിംഗ് വരുമ്പോൾ നമുക്ക് BP കൂടും. പിന്നെ അതിൽ നിന്ന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുക പലപ്പോഴും അസാധ്യമായിട്ട് വരാൻ ഉള്ള സാധ്യതയുണ്ട്. അത് പെർസീവ് ചെയ്യാനുമുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സൊല്യൂഷൻ കിട്ടുന്നില്ല എന്നുള്ളൊരു പെർസെപ്ഷൻ വരാനുള്ള സാധ്യത. അപ്പോഴാണ് നമുക്ക് ഒരു തേർഡ് പേഴ്സണിന്റെ ഒരു സഹായം ആവശ്യം വരിക. അപ്പൊ അങ്ങനെ ആവശ്യം വരുന്ന സമയത്ത് ആരുടെ അടുത്ത് പോകണം, എങ്ങനെ പോകണം എന്നുള്ളതൊക്കെയാണ് അതിനകത്ത് ചോദ്യം വരുന്നത്. അപ്പം ആദ്യം വരുന്ന അതെന്ന് പറയുന്ന ഒരു കൗൺസിലിങ്ങിന് പോവുക എന്നുള്ളതായിരിക്കും വിദഗ്ധ അഭിപ്രായം. എല്ലാവരും പറയും ഒരു കൗൺസിലറിനെ കാണും, കൗൺസിലറിനെ കണ്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യൂ എന്ന് പറയും. അപ്പൊ കൗൺസിലറിന്റെ അടുത്ത് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു തേർഡ് പാർട്ടീസ് പെർസ്പെക്റ്റീവ് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. പണ്ട് ഈ കാര്യങ്ങളൊക്കെ പലതരത്തിലുള്ള ആൾക്കാരാണ് ഡീൽ ചെയ്തിരുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ അമ്മൂമ്മമാരും മൂത്തച്ഛന്മാരും പല ആൾക്കാരും കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ പല ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി കൂടുകയും പലതരത്തിലുള്ള സൊല്യൂഷൻസ് കിട്ടാനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു എക്സ്പേർട്ടിന്റെ ഒരു സഹായം തേടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ ക്രിസ്ത്യൻസ് ആണെങ്കിൽ പള്ളിയിൽ പോയി അച്ഛൻ പലപ്പോഴും കൗൺസിലിംഗ് ചെയ്യാറുണ്ട്, അങ്ങനെയുള്ള പല ആൾക്കാർ. അപ്പോൾ ഈ ചില ടീച്ചേഴ്സ് കൗൺസിലിംഗ് ചെയ്യും. അപ്പോൾ പല ലെവലിലുള്ള പല ആൾക്കാരും ഈ കൗൺസിലിംഗ് എന്ന് പറയുന്ന പരിപാടി ഏറ്റെടുത്ത് പലപ്പോഴും പല ആൾക്കാരെയും സഹായിക്കാറുണ്ട്. അപ്പോൾ പക്ഷെ എന്തുകൊണ്ട് നമ്മൾ പ്രൊഫഷണൽസിന്റെ അടുത്ത് പോകണം എന്ന് ചോദിച്ചാൽ അത് ആ ട്രെയിനിങ്ങിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് അതിനകത്ത് വരുന്നത്. പലപ്പോഴും ഈ പറഞ്ഞു തരുന്ന ആൾക്കാർക്ക് എത്രത്തോളം ഗ്രാവിറ്റി അതിന്റെ അറിയാം എന്നുള്ളത്, അത് അളക്കാനുള്ള എത്രത്തോളം കഴിവുണ്ട് എന്നുള്ളതൊക്കെ അനുസരിച്ചിരിക്കും പലപ്പോഴും ഈ ഇതിൽ നിന്ന് പുറത്തു വരുന്ന ഒരു അവസ്ഥ. അപ്പൊ അതുകൊണ്ട് തന്നെ കൗൺസിലിംഗ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൗൺസിലിംഗിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് റിസീവ് ചെയ്യുന്നതാണ് ഈ കാലഘട്ടങ്ങളിൽ കുറച്ചും കൂടി നല്ലത് എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് അവിടെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ബേസിക്കലി ഡിസ്കസിങ് അബൌട്ട് ദ പ്രോബ്ലംസ് ആൻഡ് അറൈവിങ് അറ്റ് എ സൊല്യൂഷൻ ഫോർ ദ പ്രോബ്ലം. അപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട്, പ്രോബ്ലത്തിന് സൊല്യൂഷനും ഉണ്ട്. അപ്പം ആ സൊല്യൂഷൻ പല സൊല്യൂഷൻസ് ഉണ്ടാകും, ഒരു സൊല്യൂഷൻ മാത്രമല്ല പല സൊല്യൂഷൻസ് ഉണ്ടാവാം. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ നമ്മൾ അതിൽ ഡിസ്കഷൻ വഴി അതിന്റെ പ്ലസ് ആൻഡ് മൈനസുകൾ നോക്കിയിട്ട് എത്തുന്ന ഒരു പ്രോസസ്സിനെയാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പം അടുത്ത സ്ലൈഡ്. അപ്പം ഇതുകൊണ്ട് എന്താണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സെൽഫ് എസ്റ്റീം കൂടുന്നു. നമുക്ക് ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവുകയും ആ കോൺഫിഡൻസിന്റെ ബലത്തിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാവുകയും ചെയ്യുന്നു. പലപ്പോഴും ഈ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾക്കൊരു
മോചനം ഉണ്ടാകുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് വരികയും നമ്മൾ ബാക്കിയുള്ള പ്രോബ്ലംസ് തന്നെത്താൻ സോൾവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്യും എന്നുള്ളതാണ് അതിനകത്തുള്ളത്. അപ്പം ബേസിക്കലി ഇറ്റ് ഈസ് ആൻ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ടു പീപ്പിൾ. അത് കൗൺസിലറും ക്ലയന്റും തമ്മിലുള്ളതാണ്. അതൊരു പ്രൊഫഷണൽ സെറ്റിങ്ങിലാണ് ഇപ്പോഴത്തെ കൗൺസിലിംഗ് ഒക്കെ കൃത്യമായിട്ട് നടക്കുന്ന ഒരു പ്രൊഫഷണൽ സെറ്റിംഗ് ആണ്. എന്താണ് പ്രൊഫഷണൽ സെറ്റിംഗ് എന്ന് ചോദിച്ചാൽ നമ്മൾ സുഹൃത്ത് ബന്ധമോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഫാമിലി മെമ്പറോ ആയിട്ടുള്ള ബന്ധമോ പോലെയല്ല പ്രൊഫഷണൽ ബന്ധം. പ്രൊഫഷണൽ ബന്ധത്തിൽ കൃത്യമായിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ ഉണ്ടാവും. അതുകൂടാതെ ഇവർ തമ്മിലുള്ള അതിരുകൾ കൃത്യമായിട്ടുള്ള ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പിൽ അതിരുകൾ ക്ലിയർ ആണ്. നമുക്ക് ഈ പറഞ്ഞ മാതിരി മറ്റേയാളെ ഉപയോഗിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കുറച്ച് എത്തിക്കലി കറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഈ പ്രൊഫഷണൽ സെറ്റിങ്സ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഉണ്ടാവുന്ന ഹാം, അതായത് നമുക്കുണ്ടാവുന്ന അതിൽ നിന്ന് നമ്മൾ ഒരാളെ പോയി കാണുമ്പോൾ പലപ്പോഴും നമ്മൾ ഷെയർ ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാമാണ് ഷെയർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കോൺഫിഡൻഷ്യാലിറ്റി അങ്ങനെയൊക്കെയുള്ള പല എത്തിക്കലി കറക്റ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം ആ ഒരു സെറ്റിംഗ് വർക്ക് ചെയ്യുന്നത്. ഈ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ബുദ്ധിമുട്ടുകൾ പറയുന്ന ആളെ നമ്മൾ ഈ ഒരു തെറാപ്പിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് ഒരു തരത്തിലും മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അവരുടെ മാനസികാവസ്ഥയെ ചൂഷണം ചെയ്യാൻ പാടില്ല എന്നുള്ളതൊക്കെ അത് എത്തിക്കലി കറക്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ പ്രൊഫഷണൽ സെറ്റിങ്ങിൽ വേണം ഒരു കാര്യം ഈ കൗൺസിലിംഗ് ഒക്കെ നടക്കാൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവർ പറയുന്ന കാര്യങ്ങൾ കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കണം എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ചേഞ്ച് ഇൻ ബിഹേവിയർ ആണ്. അതായത് ആൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോൾ ഒരേ രീതിയിൽ ചിന്തിക്കുകയും ഒരേ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾക്ക് ഒരു വേറെ മാറ്റി ചിന്തിക്കാനും മാറ്റി പ്രവർത്തിക്കാനും ഉള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് കൗൺസിലിംഗ് കൊണ്ട് ഉദ്ദേശിച്ചത്. ലക്ഷ്മിക്ക് എന്തോ ചോദിക്കാനുണ്ടെന്ന് തോന്നുന്നു, ചോദിച്ചോളൂ. സോറി ഞാൻ ഇത്തിരി ലേറ്റ് ആയി പോയി വന്നപ്പോ, അതുകൊണ്ട് ആൻസർ ചെയ്തതാ. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. നോ പ്രോബ്ലം. ശരി. അപ്പം പറഞ്ഞു വന്നത് അങ്ങനെയുള്ള ഒരു എന്താ പറയുക ചേഞ്ച് ഇൻ ബിഹേവിയർ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവരും നമ്മൾ ഹാബിറ്റുവേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ആ ഹാബിറ്റുവേഷനിൽ നിന്ന് നമ്മൾ ഒന്ന് മാറി ഡീവിയേറ്റ് ചെയ്യാനുള്ള ഒരു അവസരവും കൂടിയാണ്, ഒരു പുതിയൊരു രീതി അവലംബിക്കാനുള്ള ഒരു അവസരവും കൂടിയാണ് ആക്ച്വലി ഈ കൗൺസിലിങ്ങിൽ നമുക്ക് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് അതിനകത്തുള്ള കാര്യം. അപ്പോൾ ചിന്തിക്കുകയും മാറ്റി ഒരു പെർസെപ്ച്വൽ ലെവലിലുള്ള ഒരു ചേഞ്ചസ് അതിനകത്ത് സംഭവിക്കുന്നുണ്ട് കൗൺസിലിങ്ങിൽ ഇടപെടുമ്പോൾ. അപ്പോൾ എന്താണ് ഗോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ വെൽക്കംസ് ദെയർ ഇമ്മീഡിയറ്റ് പ്രോബ്ലംസ്. അത് ഈ പ്രോബ്ലം വരുമ്പോൾ നമ്മൾക്ക് പലപ്പോഴും റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ നമ്മുടെ രീതി എന്ന് പറയുന്നത്. ത്രെറ്റനിങ് ആയിട്ടുള്ള ഒരു സാധനം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ അത് റെസിസ്റ്റ് ചെയ്യുകയാണ് ആദ്യമേ ചെയ്യുക. അപ്പോൾ ആ റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ കാണുന്നതെല്ലാം നമ്മൾ ആ ഒരു ഇമോഷണലി കളേർഡ് ആയിട്ട് നമ്മളെല്ലാം കാര്യങ്ങളും കാണുന്നു. അപ്പൊ ആ ഇമോഷണാലിറ്റിയെ ഒന്ന് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം അതിൽ തന്നെ വളരെ ഈ പ്രോബ്ലത്തിന്റെ കൂടെ തന്നെ സൊല്യൂഷനും വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവും. അപ്പൊ അതാണ് ഈ പ്രൊഫഷണൽ ഹെൽപ്പോടുകൂടി നമുക്ക് കിട്ടുന്നതും. അതുകൊണ്ടാണ് പലപ്പോഴും ഈ കൗൺസിലിംഗ് വളരെയധികം സക്സസ്ഫുൾ ആവുന്നതിൻ്റെയും ഒരു റീസൺ അതാണ്. എവിടെ അത് പറ്റുന്നില്ലയോ അവിടെ ഈ പ്രോബ്ലംസ് എക്സാസർബേറ്റ് ചെയ്യാൻ കൂടാനും അത് പലപ്പോഴും ആളുടെ ജീവിത ശൈലിയെയും ദിനചര്യകളെയും എല്ലാം ബാധിക്കാനും ഒക്കെ ഉള്ള ഒരു സാധ്യതയും അതിനകത്ത് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കൗൺസിലിംഗ് കഴിഞ്ഞു കഴിയുമ്പോൾ ഈ പ്രോബ്ലം സോൾവ് ആവുക മാത്രമല്ല പല പ്രോബ്ലങ്ങളും സോൾവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി കൂടി ഉണ്ടാവുകയും അവർ ഭാവിയെ ഡീൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവുകയും ചെയ്യുകയാണ് ഐഡിയലി ഈ കൗൺസിലിംഗ് കൊണ്ട്
ഉദ്ദേശിക്കുന്നത്. സ്പെസിഫിക് ഫോർ ഈച്ച് ക്ലയന്റ്. അത് ഓരോ മനുഷ്യർക്കും ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. കണ്ടു കഴിഞ്ഞാൽ എല്ലാം ഒരേപോലെയൊക്കെ തോന്നുമെങ്കിലും പലപ്പോഴും അപ്രോച്ചസും പലപ്പോഴും ഡിഫറെന്റ് ആവും എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു കാര്യം. അപ്പോൾ ഈ ഡിഫറെന്റ് അപ്രോച്ചസ് എടുത്തില്ലെങ്കിൽ എന്ത് പറ്റും, ഒരേപോലെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ കൗൺസിലിംഗ് നടത്താൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു അട്ടർ ഫെയിലുവർ ആവാനുള്ള സാധ്യതകൾ കൂടുകയും ചെയ്യും. അപ്പോൾ മറ്റേ ഒരാളിൽ വർക്ക് ചെയ്ത കേസ് ആയിരിക്കത്തില്ല അടുത്ത ഒരാളിൽ വരുമ്പോൾ നമുക്ക് ഉണ്ടാവുക. അപ്പൊ പല അപ്രോച്ചുകളും നമ്മൾ മാറി മാറി ഫൈറ്റ് ചെയ്യാതെ പലപ്പോഴും ഈ മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ അല്ലെങ്കിൽ ഒരു ഡിഫറെന്റ് ആംഗിളിൽ നിന്ന് കാണാനൊക്കെ ഉള്ളൊരു കഴിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഓരോരുത്തരുടെയും യൂണീക്ക് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്, അവരുടെ എക്സ്പെക്ടേഷൻസ് ഡിഫറെന്റ് ആണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയാലേ നമുക്ക് കൗൺസിലിംഗ് നല്ല ഒരു രീതിയിൽ നമുക്ക് നടത്താൻ പറ്റുള്ളൂ. അടുത്ത സ്ലൈഡ്. ഓക്കെ, അപ്പം എവിടെയൊക്കെ കൗൺസിലിംഗ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഈ സ്ലൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനകത്ത് യൂഷ്വലി വലിയ കുഴപ്പങ്ങൾ പിടിച്ച സാധനങ്ങളൊന്നും തന്നെ കൗൺസിലിംഗിൽ നമ്മൾ നേരിടുന്നില്ല. പൊതുവേ ഉള്ളത് ഈ അഡോളസന്റ് ഐഡന്റിറ്റി കൺസേൺസ്, ടീൻ പാരന്റിങ്, അപ്പൊ പാരന്റ്സും മക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾ, പിന്നെ സുഹൃത്തുക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ആങ്സൈറ്റി, ചെറിയ ചെറിയ ആങ്സൈറ്റീസ്, അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ ദേഷ്യം, ആങ്കർ മാനേജ്മെന്റ്, അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ ഈ ഫാമിലിയുടെ ഭദ്രതകളെ താറുമാറാക്കുന്ന രീതിയിലുള്ള ഇന്റർഫിയറൻസസ് വരുമ്പോൾ അതിനെ ഡീൽ ചെയ്യാനുള്ള കാര്യങ്ങൾ, സിബ്ലിംഗ് റിലേഷൻഷിപ്പിലുള്ള ഇഷ്യൂസ്, സ്കൂൾ എക്സ്പീരിയൻസ്, പീർ റിലേഷൻഷിപ്പ്, ഇങ്ങനെയുള്ള പല ഡയമെൻഷൻസിലും പല സാധനങ്ങളിലും കൗൺസിലിംഗ് വർക്ക് ചെയ്യാറുണ്ട്. അപ്പം അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ഷോർട്ട് ടേം ആയിട്ട് വരുന്ന ഇഷ്യൂസ് ആണ്. അതായത് കുറച്ചു കാലം കൊണ്ട് മാത്രം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് വളരെ എളുപ്പത്തിൽ അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിലൊക്കെ നിന്ന് പോകുന്നത് ഈ ഒരു ഇഷ്യൂസ് ഒക്കെ. അപ്പോൾ ഫാമിലി ഒറിജിൻ ഡൈനാമിക്സ് ഇഷ്യൂസ്, അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പോൾ ഈ പൊതുവെ വീടുകളിൽ തന്നെ പലപ്പോഴും ഈ രണ്ടുപേര് ചേർന്ന് ഒരാളെ വിഷമിപ്പിക്കുക, കോർണർ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, കുറ്റം പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ കൗൺസിലിംഗ് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് വരാറുണ്ട്. അപ്പം ഒരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവും അല്ലെങ്കിൽ അവരുടെ ഇന്റർപേഴ്സണൽ റിലേഷൻസിലുള്ള റിഫ്റ്റ് കുറയ്ക്കാനൊക്കെ നമുക്ക് കൗൺസിലിംഗ് കൊണ്ട് സാധിക്കും. ജെൻഡർ ഐഡന്റിറ്റി, സെക്ഷുവാലിറ്റി, ഹോമോസെക്ഷുവാലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് പലപ്പോഴും കൗൺസിലിംഗ് ഹെൽപ്ഫുൾ ആവാറുണ്ട്. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് ചിലപ്പോൾ പോകണമെന്ന് നിർബന്ധമില്ല. ഇത് തോട്ട് പ്രോസസ്സിലുള്ള പല സാധനങ്ങളായതുകൊണ്ട് തന്നെ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ പലപ്പോഴും കൗൺസിലിംഗ് ഒരു ഹെൽപ്ഫുൾ ആയിട്ട് വരാറുണ്ട്. ഗ്രീഫ്, ബിറീവ്മെന്റ് ഒക്കെ വരുന്നത് ലോസ് ഓഫ് ആരെങ്കിലും അടുത്ത ആൾക്കാർ മരിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോഴുള്ള ആ ഗ്രീഫ്, ബിറീവ്മെന്റ് റിയാക്ഷൻസിലൊക്കെ പലപ്പോഴും കൗൺസിലിംഗ് എഫക്റ്റീവായിട്ട് കണ്ടെത്താറുണ്ട്. പക്ഷെ ക്രോണിക് ഗ്രീഫും അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ വേറെ തെറാപ്യൂട്ടിക് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യേണ്ടി വരും. പക്ഷെ ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു 2 വീക്സിനൊക്കെ അകത്തും പലപ്പോഴും ഈ പറഞ്ഞ മാതിരി അൺഫുൾഫിൽഡ് ബിസിനസ്സുകളൊക്കെ ഉണ്ടാവുന്ന പലപ്പോഴും ഉണ്ടല്ലോ. ചില ആൾക്കാരോടൊക്കെ പറയാനുള്ളതും എന്താ പറയുക, സ്നേഹിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഒന്നും ഇല്ലാതെ വന്ന് പെട്ടെന്ന് നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന മറ്റേ ഈ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിലുള്ള ഒരു ഗ്യാപ്പും അങ്ങനെയുള്ള സാധനങ്ങളും അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചും കൂടിയൊക്കെ കൗൺസിലിംഗ് കൊണ്ട് നമുക്ക് പറ്റാറുണ്ട്. പിന്നെ ഉള്ളത് പേഴ്സണൽ ആൻഡ് ഇന്റർപേഴ്സണൽ ഡൈനാമിക്സ്, റിലേഷൻഷിപ്പിലുള്ള ഫ്രണ്ട്ഷിപ്പിലും അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പിലും ഓഫീഷ്യൽ കാര്യങ്ങളിലും ഒക്കെ പലപ്പോഴും ഉണ്ടാകുന്ന ഇന്റർപേഴ്സണൽ ഇഷ്യൂസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് അഡ്രസ് ചെയ്യാനും പറ്റും. കുറേയൊക്കെ നമുക്ക് സെറ്റിൽ ചെയ്യാനും ഉള്ള ഒരു കേപ്പബിലിറ്റി നമുക്ക് ഉണ്ടാവും. പിന്നെ ഇതിൽ പലപ്പോഴും ചാലഞ്ചസും ലിമിറ്റേഷൻസും ഒക്കെ ഉണ്ടാവും. അതിൻ്റെ കൗൺസിലിങ്ങിന്റെ കാര്യങ്ങളിലും ഉണ്ടാവും. അത് ഈ ചാലഞ്ചസിനെ മീറ്റ് ചെയ്യാനും ലിമിറ്റേഷൻസിനെ മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറാനും ഒക്കെ പലപ്പോഴും ഈ എന്താ പറയുക കൗൺസിലിംഗ് എന്ന് പറഞ്ഞ സാധനം ഹെൽപ്ഫുൾ ആവാറുണ്ട് പലപ്പോഴും. പിന്നെ ഈ നമുക്ക് പലപ്പോഴും ഈ വരുന്ന ചേഞ്ച്, അതായത് എപ്പോഴും ചേഞ്ച് ഈസ് ദ ഓൺലി തിങ് വിച്ച് ഈസ് സ്റ്റാറ്റിക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചേഞ്ചസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ആ ചേഞ്ചസിനെ ഡീൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റി പലപ്പോഴും നമുക്ക്, ആ ഫ്ലെക്സിബിലിറ്റി പലപ്പോഴും നമുക്ക് കൗൺസിലിങ്ങിലൂടെ
പലപ്പോഴും കിട്ടാറുണ്ട്. പല ആൾക്കാരുടെയും ഇന്ററാക്ഷൻസും പാറ്റേൺസും അങ്ങനെയുള്ള സാധനങ്ങളും ഒക്കെ നമുക്ക് സിറ്റുവേഷണൽ സ്ട്രെസ്സേഴ്സ് ഒക്കെ വരുമ്പോൾ പലപ്പോഴും നമുക്ക് സഹായത്തിന് കൗൺസിലേഴ്സ് ഒരു വലിയൊരു റോൾ വഹിക്കാറുണ്ട്. അപ്പൊ അടുത്ത സ്ലൈഡിൽ അപ്പൊ എങ്ങനെയാണ് ഈ കൗൺസിലിംഗ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ലെവലുകളിൽ വർക്ക് ചെയ്യും. അതിൽ ആദ്യത്തെയാണ് ഇൻഫോർമൽ കൗൺസിലിംഗ്. പൊതുവേ ഈ എന്താ പറയാ ആൾക്കാർ, പലതരത്തിലുള്ള ആൾക്കാർ ഈ കാര്യങ്ങൾ നമ്മളുടെ റിയൽ ലൈഫിൽ നമുക്ക് പലപ്പോഴും ഇതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അപ്പം ഈ ഇൻഫോർമൽ കൗൺസിലിംഗ് ഒക്കെ പലപ്പോഴും നമ്മുടെ അടുത്ത ആൾക്കാർ നമുക്ക് പറഞ്ഞു തരുന്ന പല സാധനങ്ങളും. അപ്പോൾ ഗൈഡൻസും കൗൺസിലിംഗും ഇവിടെ ഒരു ചോദ്യമായിട്ട് വരാം. എന്താണ് ഗൈഡൻസ്, എന്താണ് കൗൺസിലിംഗ് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. ഇത് പലപ്പോഴും ഈ ഇൻഫോർമൽ കൗൺസിലിങ്ങിനെ നമുക്ക് വേണമെങ്കിൽ ഗൈഡൻസ് എന്നുള്ള രീതിയിലും അതിനകത്ത് കൺസിഡർ ചെയ്യാം. പക്ഷേ ഗൈഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതോറിറ്റി ഫിഗർ നമുക്ക് പറഞ്ഞു തരുന്ന സാധനമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതോറിറ്റി ആയിട്ടുള്ള പല ആൾക്കാരും, അതായത് നമ്മളുടെ മുതിർന്നവരോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരോ നമുക്ക് പറഞ്ഞു തരുന്ന സാധനത്തിനെ നമ്മൾ ഗൈഡൻസ് എന്ന് പറയും. അപ്പൊ അതിനകത്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്നു എന്നുള്ളതാണ് ഗൈഡൻസ് എന്ന് പറയുന്നത്. കൗൺസിലിംഗ് ഓൺ ദ അതർ ഹാൻഡ് അങ്ങനെയല്ല. കൗൺസിലിംഗിൽ ഒരു വ്യക്തമായ പ്രോബ്ലം സൊല്യൂഷൻസ് അപ്പൊ തന്നെ പറയില്ല. അതിന് പകരം നിങ്ങളുടെ പ്രോബ്ലം നിങ്ങൾ തന്നെ സൊല്യൂഷനിലേക്ക് ഉരുത്തിരിഞ്ഞെത്തുക എന്നുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് സഹായിക്കുന്ന പ്രോസസ്സിനെയാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അതാണ് ഇത് തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള വ്യത്യാസം. ഇപ്പൊ പലപ്പോഴും ഡയറക്റ്റീവ് നോൺ ഡിറക്റ്റീവ് കൗൺസിലിംഗ് എന്നും രണ്ട് ആസ്പെക്ട് ഉണ്ട്. അപ്പൊ ഡയറക്റ്റീവ് കൗൺസിലിംഗിൽ പലപ്പോഴും ഈ ഗൈഡൻസ് എന്ന് പറയുന്ന സാധനം ഇടയ്ക്ക് കയറി വരാറുണ്ടെങ്കിലും ആക്ച്വലി കൗൺസിലിംഗ് എന്ന് പറയുന്നത് ബേസിക്കലി എന്താ പറയുക, പ്രോബ്ലത്തിലേക്ക് ഉള്ള സൊല്യൂഷനിലേക്ക് എത്തുന്ന ആ പ്രോസസ്സാണ് ആക്ച്വലി കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പം ഗൈഡൻസ് ഓൺ ദ അതർ ഹാൻഡ് അപ്പൊ തന്നെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഉത്തരങ്ങൾ, ഇത് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുന്നതിനെ ഗൈഡൻസ് എന്ന് പറയും. അതിലേക്ക് എത്താനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയും സ്വന്തമായിട്ടൊരു ആൻസർ സൊല്യൂഷൻ കണ്ടെത്തുകയും ചെയ്യുന്നതിനെ നമ്മൾ കൗൺസിലിംഗ് എന്ന് പറയും എന്നുള്ളതാണ് അതിനകത്തുള്ളത്. ഇപ്പം നോൺ സ്പെസിഫിക് കൗൺസിലിംഗിൽ അപ്പം ഈ പൊതുവെ സ്കൂളുകളിലും ഓഫീസുകളിലും ഒക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളെയാണ് നോൺ സ്പെസിഫിക് ആയിട്ടുള്ള കൗൺസിലിംഗ്. ഒക്യുപ്പേഷണൽ ആസ്പെക്ട്സിലോ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ആസ്പെക്ട്സിലോ ഒക്കെ ഉണ്ടാകുന്ന നോൺ സ്പെസിഫിക് കൗൺസിലിംഗ് എന്ന് പറയാം. പ്രൊഫഷണൽ കൗൺസിലിംഗിൽ ബേസിക്കലി അപ്പൊ ഇതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആദ്യത്തെ രണ്ടെണ്ണം ആക്ച്വലി ദേ ഹാവ് സം അതോറിറ്റി ഓവർ ദ അതർ പേഴ്സൺ എന്നുള്ളതാണ് അതിനകത്തുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് കൊണ്ട് ഉണ്ടാവുന്ന ചില കൗൺസിലിംഗ് സെറ്റിംഗ്സ് ആണ് ആക്ച്വലി ഇൻഫോർമലും നോൺ സ്പെസിഫിക് കൗൺസിലിങ്ങിനും ഉള്ളത്. നേരെ മറിച്ച് പ്രൊഫഷണൽ കൗൺസിലിംഗ് എന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പേഴ്സൺ ഈസ് ഫുള്ളി ട്രെയിൻഡ് ഇൻ ദ പ്രൊഫഷൻ. ഈ കൗൺസിലിംഗ് എന്ന പ്രൊഫഷനിൽ ഫുള്ളി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾ കൊടുക്കുന്ന കൗൺസിലിംഗ് ആണ് പ്രൊഫഷണൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പം അവിടെ ആള് ഉപയോഗിക്കുന്ന ടെക്നിക്സും എല്ലാം പ്രൊഫഷണൽ ആയിട്ടുള്ള ടെക്നിക്സ് ആയിരിക്കും. പലപ്പോഴും ഈ റിഫ്ലക്ഷനും സമ്മറൈസിങ്ങും അങ്ങനെയുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള മെത്തഡോളജി ഉപയോഗിച്ച് ആളുടെ മനസ്സിന്റെ വിഷമങ്ങളെ അല്ലെങ്കിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ഡീൽ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാക്കി കൊടുക്കുകയും അയാളെ ഒരു ഡിഫറെന്റ് ആംഗിളിൽ ചിന്തിക്കാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യുന്ന ടെക്നിക്സ് ഒക്കെ എല്ലാം ഉപയോഗിച്ചിട്ടുള്ള സാധനത്തിനെയാണ് പ്രൊഫഷണൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. പൊതുവെ ഇതിൽ രണ്ടുപേരാണ് ഉണ്ടാവുക. ഗ്രൂപ്പ് കൗൺസിലിംഗ് ഉണ്ട് വേറെ. അപ്പൊ അത് എന്നാലും പൊതുവെ നമ്മൾ ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഗ്രൂപ്പായിട്ടും നമുക്ക് ചെയ്യാം. അപ്പോൾ ഒരു കൗൺസിലറും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത് ദ സെയിം പ്രോബ്ലം അങ്ങനെയുള്ളവർക്കും നമുക്ക് വേണമെങ്കിൽ ഗ്രൂപ്പ് കൗൺസിലിംഗ് എന്ന് പറയുന്ന സാധനം കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇൻഫാക്ട് ഇത് രണ്ട് ആൾക്കാർ തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ആണ് ബേസിക്കലി. അപ്പം ഒബ്ജക്റ്റീവ് ടു അസിസ്റ്റ് ദ കൗൺസിലി സോൾവ് ഹിസ് പ്രോബ്ലംസ് ഇൻഡിപെൻഡന്റ്. ഇതിൽ ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു കൗൺസിലിങ്ങിന് പോയാൽ നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിങ്ങളുടെ പ്രോബ്ലംസിനെ ഡീൽ ചെയ്യാൻ പറ്റണം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാണ് അൾട്ടിമേറ്റ്ലി ബാക്കി നിങ്ങളുടെ ലൈഫ് ലീഡ് ചെയ്യേണ്ടത് എന്നുള്ളത് കൊണ്ട് ഇറ്റ് ഈസ് ടു എംപവർ യു ടു
സെറ്റിൽ യുവർ പ്രോബ്ലംസ്. അപ്പൊ ആ ഒരു എംപവർമെന്റ് ആണ് നിങ്ങൾക്ക് കൗൺസിലിങ്ങിലൂടെ കിട്ടുന്നത്, റാദർ ദാൻ ഒരാൾ സോൾവ് ചെയ്ത് തരികയല്ല ചെയ്യുന്നത്. അപ്പൊ സോൾവ് ചെയ്ത് തരുമ്പോൾ എന്താ പ്രശ്നം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ വിൽ ബി ഡിപ്പെൻഡൻസി. അതാണ് പലപ്പോഴും ഗൈഡൻസിൽ പ്രശ്നം വരുന്നത്. ഗൈഡൻസിൽ എന്ത് പറ്റുന്ന വെച്ചാൽ ഒരു ഉത്തരം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വന്ന് എല്ലാ പ്രശ്നങ്ങൾക്കും അവർ നിങ്ങളുടെ ഡിപ്പെൻഡന്റ്, അതായത് ഗൈഡ് ചെയ്യുന്ന ആളെ ഡിപ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പൊ ഇൻഡിപെൻഡൻസ് ആണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാക്കണം. അപ്പൊ ആ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആക്ച്വലി കൗൺസിലിംഗിൽ ചെയ്യുന്നത്, റാദർ ദാൻ ഒരാളിൽ ഡിപ്പെൻഡന്റ് ആയിട്ട് അയാളോട് ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞ് അയാളിൽ നിന്ന് അയാളുടെ സൊല്യൂഷൻസ് കിട്ടും. ചിലപ്പോൾ അയാളുടെ സിറ്റുവേഷൻ വേറെ ആയിരിക്കും, നമ്മുടെ സിറ്റുവേഷൻ വേറെ ആയിരിക്കും. അപ്പൊ അയാൾക്ക് അറിയാവുന്ന അയാളുടെ സൊല്യൂഷൻ ചിലപ്പോൾ അയാളുടെ സിറ്റുവേഷനിൽ വർക്ക് ചെയ്യുമായിരിക്കും, പക്ഷെ നമ്മുടെ സിറ്റുവേഷനിൽ വർക്ക് ചെയ്യണം നിർബന്ധമില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയങ്ങളിൽ അത് മോശമാവുകയും, പക്ഷെ അതിനകത്ത് ഒരു പ്രശ്നം കൂടി ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ആ ഗൈഡ് ചെയ്ത ആളെ നമ്മൾ കുറ്റം പറയുകയും ഒരുപാട് നെഗറ്റിവിറ്റി നമ്മുടെ ഉള്ളിൽ ചെന്ന് കയറുകയും ഒക്കെ ഉള്ള ഒരു പോസിബിലിറ്റി അതിനകത്ത് വരും. അപ്പൊ കൗൺസിലിംഗിൽ ബേസിക്കലി അങ്ങനെയല്ല, നിങ്ങൾ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെയാണ് എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു കാര്യം. ആ റെസ്പോൺസിബിലിറ്റി ഈസ് ടേക്കൺ ബൈ ദ ക്ലയന്റ് ഇറ്റ്സെൽഫ്. ആൻഡ് അങ്ങനെ റെസ്പോൺസിബിൾ ആവുമ്പോൾ നമ്മൾ കുറച്ചും കൂടി സ്ട്രോങ് ആവും റാദർ ദാൻ ബിക്കമിങ് വീക്ക് എന്നുള്ളതാണ് അതിനകത്തുള്ള അസംഷൻ. അതങ്ങനെ തന്നെയാണ് പലപ്പോഴും വരാറുള്ളതും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇറ്റ് ഈസ് എ പ്രൊഫഷണൽ ടാസ്ക് ആൻഡ് മസ്റ്റ് ബി പെർഫോം ബൈ പ്രൊഫഷണലി ട്രെയിൻ പീപ്പിൾ. അപ്പോൾ ഇപ്പോഴത്തെ കൗൺസിലിങ്ങിലെല്ലാം തന്നെ നമ്മൾ കൗൺസിലിങ്ങിന് ട്രെയിനിങ് കൃത്യമായിട്ട് ലഭിച്ച ആൾക്കാരുടെ അടുത്ത് പോവുക എന്നുള്ളത് തന്നെയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അന്വേഷിച്ച് പിടിച്ച് എവിടുന്ന ട്രെയിനിങ് കിട്ടിയതെന്നും അവരുടെ കേപ്പബിലിറ്റിയെ നമ്മൾ അസസ് ചെയ്തിട്ടും വേണം നമ്മൾ പല കാര്യങ്ങളും കൗൺസിലിങ്ങിനൊക്കെ പോവാൻ. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. അടുത്ത സ്ലൈഡ്. അല്ല, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൗൺസിലിംഗ്. ഓക്കെ. അപ്പം പൊതുവെ എങ്ങനെയാണ് കൗൺസിലിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചാണ് ഈ സ്ലൈഡിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് കോൺസെൻട്രേറ്റ്സ് ഓൺ ദ നോർമൽ ഇൻഡിവിജ്വൽസ്. പൊതുവെ സാധാരണ ആൾക്കാരുടെ പ്രശ്നങ്ങളെയാണ് നമ്മൾ കൗൺസിലിങ്ങിൽ നേരിടുന്നത് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആൻഡ് ഇറ്റ് എക്സ്റ്റെൻഡ്സ് റാദർ ദാൻ ഇറ്റ് ഈസ് ദ എക്സ്റ്റെൻഡ് റാദർ ദാൻ ദ സീരിയസ്നെസ്. അപ്പോൾ എത്രത്തോളം അയാളുടെ ജീവിതത്തിൽ അത് ബാധിച്ചിട്ടുണ്ട് റാദർ ദാൻ ദ സീരിയസ്നെസ്. അപ്പം ചിലപ്പോൾ ഭയങ്കര കുഴപ്പം പിടിച്ച സാധനം എന്നുള്ള നിലയ്ക്കല്ല കാണുന്നത്, അത് എത്രത്തോളം അത് അയാളുടെ വ്യാപ്തി അതാണ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ആ പ്രോബ്ലത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു കാര്യം. സീരിയസ്നെസ് പിന്നെ വരെയുള്ളൂ. അപ്പോൾ വ്യാപ്തിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് എ വൈഡ് റേഞ്ച് ഓഫ് ടെക്നിക്സ്. പല തരത്തിലുള്ള ടെക്നിക്സ് ഉപയോഗിച്ചാണ് ഈ കാര്യങ്ങൾ കൗൺസിലിംഗ് എന്ന് പറഞ്ഞ സാധനം നടത്തുന്നത്. റാദർ ദാൻ വെറുതെ വർത്താനം പറഞ്ഞ് വിടുകയല്ല ചെയ്യുന്നത്, അതിനകത്ത് ഒരുപാട് ടെക്നിക്സുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതും ആ ടെക്നിക്സ് കൃത്യമായിട്ട് ഉപയോഗിച്ചാലേ ആൾക്കാർക്ക് മനസ്സിലാവുകയുള്ളൂ എന്നുള്ളതുമാണ്. അപ്പോൾ സ്വയം അസസ് ചെയ്യുകയും സ്വയം സ്വന്തം പ്രോബ്ലത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കുകയും ചെയ്യുകയും അത് തന്നെത്താൻ സോൾവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാക്കി കൊടുക്കുക എന്നതും പല ടെക്നിക്സുകളുടെയും ആകെത്തുകയായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. അത് ഒരു പ്രാവശ്യം അപ്പോൾ കൗൺസിലിങ്ങിന് പോയാൽ നമുക്ക് പല വലിയ പ്രോബ്ലംസിന് വരെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാവണം. അതിനുള്ള ഒരു സ്കിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതിനകത്തുള്ള കാര്യം. പക്ഷെ കൗൺസിലർ ഒരിക്കലും അയാളുടെ പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കുന്നില്ല, സോൾവ് ചെയ്യുന്നത് സ്വന്തമായിട്ട് തന്നെയാണ് എന്നുള്ളതാണ്. അത് മെൻഷർ ചെയ്യണം എന്നുള്ളതാണ് അതിനകത്തുള്ള കാര്യം. ഇന്ന കാര്യങ്ങൾ ആണ്, ഇന്ന പോസിബിലിറ്റീസ് ആണുള്ളത്, അത് വർക്കൗട്ട് ചെയ്യേണ്ടതും അത് വർക്കൗട്ട് ചെയ്ത് നോക്കുകയും അത് എത്രത്തോളം കേപ്പബിൾ ആക്കാൻ പറ്റും എന്നുള്ളതും ട്രൈ ചെയ്ത് ഔട്ട് ചെയ്യുന്നതും ഒക്കെ അതെല്ലാം ക്ലയന്റിന്റെ തന്നെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ടാണ് അതിനെ ഇത്രയും ഇമ്പോർട്ടൻസ് വരാനും കാരണം. അപ്പൊ നമ്മൾ തന്നെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷനും ഒരു ഒരു റെസ്പെക്റ്റും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിൽ നിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം. ഇറ്റ് ഷുഡ് മീറ്റ് ഓൾ ദ നീഡ്സ്.
ഇറ്റ് മസ്റ്റ് ബി കോഓപ്പറേറ്റീവ് അഫെയർ ആൻഡ് കൗൺസിലർ മസ്റ്റ് ആക്ട് ആസ് എ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അപ്പം പൊതുവെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും തമ്മിൽ ഒരുമിച്ച് ഇരുന്നാണ് ഈ സൊല്യൂഷനുകളിലേക്ക് എത്തുന്നത്. അല്ലാതെ കൗൺസിലർ പറഞ്ഞു കൊടുക്കുകയും മറ്റേ എഴുതിയിരിക്കുകയും ചെയ്യുകയല്ല. രണ്ടുപേരും കൂടി ഓരോ പ്രോബ്ലത്തിനെയും അപഗ്രഥിച്ച് അതിന്റെ കീറി മുറിച്ച് നോക്കി അതിനെ എങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്യാൻ പറ്റുക, അതിൽ പല മണ്ടത്തരങ്ങളായിട്ടുള്ള സൊല്യൂഷൻസും ബുദ്ധിപരമായ സൊല്യൂഷൻസും എല്ലാം ഉരുത്തിരിഞ്ഞു വരും. അത് നമ്മൾ നോക്കിയിട്ട് അതിന്റെ വെയിറ്റേജ് അനുസരിച്ചിട്ടാണ് പലപ്പോഴും നമ്മൾ ഡീൽ ചെയ്യുന്ന കേപ്പബിലിറ്റി ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കൗൺസിലർ എന്ന് പറഞ്ഞ ഒരു കാറ്റലിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കെമിസ്ട്രിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷനെ സ്പീഡപ്പ് ചെയ്യുകയും അതിനകത്ത് ഇൻവോൾവ് ചെയ്യാതെ അതിനെ സ്പീഡപ്പ് ചെയ്ത് സെറ്റിൽ ചെയ്യിപ്പിക്കാനുള്ള ഒരു പോസിബിലിറ്റിയാണ് അതിനകത്ത് കൗൺസിലർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സൈക്കോളജിക്കൽ ഒരുപാട് തിയറീസിന്റെ ബേസിസിലാണ് ഈ ഹെൽപ്പിംഗ് സാധനങ്ങളൊക്കെ നടക്കുന്നത്. അത് നമുക്ക് കുറച്ചൊക്കെ വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. പക്ഷെ അത് ഒരുപാട് സമയം എടുക്കുന്ന ഒരുപാട് ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ അത് മുഴുവൻ ഡിസ്കസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു നീണ്ട കഥയായി മാറും. പക്ഷെ അപ്പൊ അതുകൊണ്ട് തന്നെ തൽക്കാലം നമുക്ക് ഇത് എന്തൊക്കെയാണ് സൈക്കോളജിക്കൽ ബേസിക്കലി ഒരു ഓവർവ്യൂ തന്ന് പോകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇത് മാത്രമല്ല, സൈക്കോളജി മാത്രമല്ല, ബാക്കിയുള്ള പല ബ്രാഞ്ചുകൾ ആയിട്ടും ഈ എന്താ പറയുക കൗൺസിലിങ്ങിന് ബന്ധമുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സാധാരണക്കാരൻ മാനസികമായ പ്രശ്നങ്ങൾ അല്ല ഉഴലുന്നത്. ബാക്കിയുള്ള എല്ലാ ഡിസിപ്ലിനുമായിട്ടും ഒരു സാധാരണക്കാരന് കോണ്ടാക്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ബ്രാഞ്ചുകളുടെയും ഒരു ജ്ഞാനം കൗൺസിലറിന് വേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇറ്റ് ഷുഡ് മീറ്റ് ഓൾ ദ നീഡ്സ്. It should neither be child-centered or not technique-centered, nor problem-centered, nor counselor-centered alone. അപ്പൊ ഇതെല്ലാം ഈ പറഞ്ഞ മാതിരി ഒരു ഇന്റഗ്രേറ്റീവ് പ്രോസസ്സാണ്, റാദർ ദാൻ എ സിമ്പിൾ ഒരെണ്ണത്തിൽ ഫോക്കസ് ചെയ്തിട്ട് മാത്രമുള്ള ഒരു ടെക്നിക്ക് അല്ല എന്നുള്ളതാണ് അതിനകത്ത് ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, ദ പ്രിൻസിപ്പിൾ ഓഫ് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് കൗൺസിലിംഗ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സ്ട്രോങ്ലി ഡെഡിക്കേറ്റഡ് ടു സെൽഫ് ഡയറക്ഷൻ ആൻഡ് സെൽഫ് റിയലൈസേഷൻ ഓഫ് ദ ക്ലയന്റ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഉള്ള ഒരു അവബോധം ഉണ്ടാവുകയും നമുക്ക് സ്വന്തമായിട്ട് നമ്മളെ നയിക്കാനും കഴിയാനുള്ള ഒരു ശക്തി ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിനകത്ത് കൗൺസിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നമുക്ക് ഇൻസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉൾക്കാഴ്ചകൾ ഉണ്ടാവുക, അപ്പം എന്താണ് എങ്ങനെയാണ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സാധനങ്ങൾ എങ്ങനെയാണ് ആ ബന്ധങ്ങൾ നിലനിൽക്കുന്നത് എന്നുള്ളതും അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിനകത്തുള്ളത്. പിന്നെ ഒരു പ്രോബ്ലത്തെ മാത്രമേ നമ്മൾ ഒരു സമയത്ത് ഡീൽ ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ പലപ്പോഴും അലൈഡ് ആയിട്ടുള്ള കുറെ പ്രോബ്ലംസും സോൾവ് ആവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. സ്ട്രക്ചേർഡ് ലേണിംഗ് സിറ്റുവേഷൻ ആണ് അവിടെ. എന്താണ് സംഭവിക്കുന്നത്? സ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്വൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പ് വൈസ് ആയിട്ടുള്ള ഒരു പഠനമാണ് ആക്ച്വലി നടക്കുന്നത്. നമ്മൾ നമ്മളെക്കുറിച്ച് പഠിക്കുകയാണ് അവിടെ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പ്രോബ്ലംസിനെ കുറിച്ച് പഠിക്കുന്നു, നമ്മൾ അതിനെങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതും പഠിക്കുന്നു, അത് എങ്ങനെയൊക്കെ ഡീൽ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചും തോട്ട് പ്രോസസ്സിൽ നമ്മളത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് കൗൺസിലിങ്ങിന്റെ ഒരു പ്രത്യേകത. മെത്തേഡ് വേരി വിത്ത് ദ നീഡ്സ് ഓഫ് ദ ക്ലയന്റ്. ഓരോ ആൾക്കാരുടെയും ആവശ്യാനുസരണം ആണ് ഈ മെത്തേഡുകൾ മാറുന്നതും ഏതാ യൂസ് ചെയ്യുന്നതും എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത്. അത് ഓരോരുത്തരുടെയും ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കുറച്ചും കൂടി ഒരു എന്താ പറയാ ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ് ചിലപ്പോൾ അതിനെ ഡീൽ ചെയ്തു വരും. പിന്നെ ഈ എന്താ പറയാ ബിഹേവിയറൽ ആയിട്ടുള്ള ഇഷ്യൂസ് ആണെങ്കിൽ നമുക്ക് അപ്പൊ ബിഹേവിയർ തെറാപ്പീസും അങ്ങനെയുള്ള സാധനങ്ങളുടെ ഒക്കെ ചിലപ്പോൾ ഹെൽപ്പ് നേടേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓരോ സ്പെസിഫിക് നീഡിനനുസരിച്ചിട്ടാണ് നമ്മൾ തെറാപ്യൂട്ടിക് സ്ട്രാറ്റജി അല്ല കൗൺസിലിംഗ് സ്ട്രാറ്റജീസും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രൈമറിലി പ്രിവെന്റീവ് ആൻഡ് റെമഡിയൽ പ്രോസസ് ആണ് ആൻഡ് ഇറ്റ് ഈസ് വോളണ്ടറി എന്നുള്ളതാണ് ഇതിനകത്തുള്ള കാര്യം. പ്രിവെന്റീവ് ആവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി ഫർദർ പ്രോബ്ലംസ് അത്
അഗ്രിവേറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുകയും അതിൻ്റെ ഉള്ള പ്രോബ്ലത്തിനെ നമ്മൾ സെറ്റ് ചെയ്യാൻ നോക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ ഇത് ബേസിക്കലി വോളണ്ടറി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ അത് കുഴപ്പമില്ല. അടുത്ത സ്ലൈഡ്. അപ്പൊ ഏതൊക്കെ തരം കൗൺസിലിംഗ് നിങ്ങൾക്ക് അറിയാം എന്ന് ചോദിച്ചാൽ, മാരേജ് ആൻഡ് ഫാമിലി കൗൺസിലിംഗ് ഉണ്ട്, ഗൈഡൻസ് കരിയർ കൗൺസിലിംഗ് ഉണ്ട്, റീഹാബിലിറ്റേഷൻ കൗൺസിലിംഗ് ഉണ്ട്, മെന്റൽ ഹെൽത്ത് കൗൺസിലിംഗ് ഉണ്ട്, സബ്സ്റ്റൻസ് അബ്യൂസ് കൗൺസിലിംഗ്, എഡ്യൂക്കേഷണൽ കൗൺസിലിംഗ്, ഇങ്ങനെ ഒരുപാട് ഏരിയ ഉണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ജീവിതം കുറച്ചും കൂടി സന്തോഷഭരിതമാക്കാനും മാനസികാരോഗ്യത്തിനെ കുറിച്ചാണ്. അപ്പൊ മെന്റൽ ഹെൽത്ത് കൗൺസിലിംഗ് ആണ്, മെന്റൽ ഇൽനെസ് കൗൺസിലിംഗ് അല്ല. അപ്പൊ ഹെൽത്ത് കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുക. ഈ 3 തരത്തിലുള്ള പ്രിവെൻഷൻ ആണുള്ളത്: പ്രൈമറി പ്രിവെൻഷൻ, സെക്കൻഡറി പ്രിവെൻഷൻ, ടെർഷറി പ്രിവെൻഷൻ. ആരെങ്കിലും എടുത്തിട്ടുണ്ടോ എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ 3 തരത്തിലുള്ള പ്രിവെൻഷൻ ഉണ്ട്. അതിനകത്ത് പ്രൈമറി പ്രിവെൻഷനെയാണ് ഈ മെന്റൽ ഹെൽത്ത് കൗൺസിലിംഗ് ഫോക്കസ് ചെയ്യുന്നത്. പ്രൈമറി കൗൺസിലിംഗ് അല്ല, പ്രൈമറി പ്രിവെൻഷൻ എന്താണെന്ന് ചോദിച്ചാൽ, അത് നമുക്ക് അസുഖം വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പൊ മെന്റൽ ഹെൽത്ത് കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ആണ് മെന്റൽ ഹെൽത്ത് കൗൺസിലിംഗിലുള്ളത്. അത് ഇൽനെസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉള്ളതല്ല. സെക്കൻഡറി പ്രിവെൻഷൻ, ടെർഷറി പ്രിവെൻഷനുമാണ് ആക്ച്വലി ക്ലിനിക്കുകളിലും ഇനി വരാൻ പോകുന്ന സൈക്കോ തെറാപ്പിയിലും ഡീൽ ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് അപ്പൊ നോക്കാം. സബ്സ്റ്റൻസ് അബ്യൂസ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് സബ്സ്റ്റൻസ് അബ്യൂസ് ആണ്, ഡിപ്പെൻഡൻസ് അല്ല. അബ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒക്കേഷണലി യൂസ് ചെയ്യുന്ന, എന്നാ യൂസ് ഉണ്ട് പക്ഷെ അതൊരു അബ്നോർമൽ യൂസ് ആണ് സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരാൾ ഒരു ദിവസം പോയി ഒരു ബാറിൽ പോയിട്ട് കുറേ മദ്യം കഴിക്കുന്നു എന്നുള്ളതാണ്. കുറേ മദ്യം കഴിച്ചു കഴിയുമ്പോൾ ആക്ച്വലി 1-2 പെഗ്ഗൊന്നുമല്ല, അതൊരു അര കുപ്പിയോളം കഴിച്ചാൽ അത് അബ്യൂസാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് താങ്ങാവുന്നതിലപ്പുറം കഴിക്കുക എന്നുള്ളതാണ് അബ്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യൂസ് ഉണ്ട്, അബ്യൂസും ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ പല അബ്യൂസുകളും ഉണ്ട്. പല സാധനങ്ങളും നമുക്ക് അബ്യൂസ് ചെയ്യാം എന്നുള്ളതാണ്. യൂസ് ചെയ്യുകയും ചെയ്യാം, അബ്യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പം അബ്നോർമലായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിനെ അബ്യൂസ് എന്ന് പറയും. അതാണ് കുറച്ചും കൂടി എളുപ്പമുള്ള വഴി മനസ്സിലാക്കാൻ. പിന്നെ എഡ്യൂക്കേഷണൽ കൗൺസിലിംഗ്, ഡെപ്റ്റ് കൗൺസിലിംഗ്, പലപ്പോഴും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പലപ്പോഴും പല ആൾക്കാരുടെയും പ്രശ്നമാണ്. അപ്പൊ അങ്ങനെയുള്ളതിലൊക്കെ കൗൺസിലിങ്ങിന്, അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പല ഡൊമൈൻസ് അതിന് ഇതാണ്. സൈക്കോളജിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സാധനമല്ല കൗൺസിലിംഗ് എന്ന് പറയാനുള്ള കാരണം അതാണ്. ഈറ്റിംഗ് ഡിസോർഡർ തെറാപ്പി, ഗ്രീഫ് കൗൺസിലിംഗ്, ആർട്ട് തെറാപ്പി, മ്യൂസിക്കൽ തെറാപ്പി, ഈ തെറാപ്പികൾ വരുമ്പോൾ ആക്ച്വലി നമ്മൾ വിചാരിക്കും ഭയങ്കര എന്താ പറയാ, ഒരു തെറാപ്പി എന്ന് പറയുമ്പോൾ അസുഖം ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാധനമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഈ ആർട്ട് തെറാപ്പി, മ്യൂസിക്കൽ തെറാപ്പി ഒക്കെ മാനസിക രോഗങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. എങ്കിലും അതിന് ഒരു ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ട് അല്ലെങ്കിൽ പ്രൈമറി പ്രിവെൻഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ആസ്പെക്ട് അതിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ തെറാപ്പി ഇനീഷ്യലി അസുഖം ഭേദമാക്കാൻ ഉപയോഗിച്ചതാണെങ്കിലും അത് പിന്നെ എന്താ പറയാ, ഒരു കൗൺസിലിങ്ങിന്റെ ലെവലിലേക്ക് കൊണ്ടുവരാനും അത് എന്താ പറയാ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാക്കി മാറ്റാനും പറ്റി എന്നുള്ളതാണ് അതിനകത്തുള്ളത്. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കൗൺസിലിങ്ങിനെ വേണമെങ്കിൽ ഒരു സപ്പോർട്ടീവ് തെറാപ്പി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ തെറാപ്പി എന്ന വേർഡ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് അതിന്റെ മാനം വ്യത്യാസം വരും എന്നുള്ളത് കൊണ്ടാണ് അതിനകത്തുള്ളത്. അപ്പൊ ആർട്ട് തെറാപ്പി, മ്യൂസിക് തെറാപ്പി ഒക്കെ സപ്പോർട്ടീവ് തെറാപ്പിയാണ്. അപ്പം ബേസിക്കലി പറയുമ്പോൾ തെറാപ്പിയാണെന്ന് പറയുമെങ്കിലും അതിനകത്ത് കാര്യമായ തെറാപ്യൂട്ടിക് കോൺട്രിബ്യൂഷൻസോ അല്ലെങ്കിൽ അത് എക്സിസ്റ്റിംഗ് ഡിഫൻസസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാനും ഫർദർ ഡിറ്റീറിയേഷൻ കുറയാനും വേണ്ടി യൂസ് ചെയ്യുന്നതിനെയാണ്. അതൊരു ടെർഷറി പ്രിവെൻഷൻ പ്രോഗ്രാമാണ് ഈ ശരിക്കും പറഞ്ഞാൽ സപ്പോർട്ടീവ് തെറാപ്പീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്, അടുത്ത സ്ലൈഡ്. അപ്പോൾ അത് ദാറ്റ് ബ്രിങ്സ് അസ് ടു തെറാപ്പീസ്. എന്താണ് തെറാപ്പി എന്നറിയണ്ടേ? സൈക്കോ തെറാപ്പി എന്താണ് എന്ന് ചോദിച്ചാൽ, സൈക്കോ തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് തന്നെയാണ്. അതും പ്രൊഫഷണൽ റിലേഷൻഷിപ്പാണ്. അവിടെ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സൈക്കോ തെറാപ്പിസ്റ്റ്, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്ന ആളോ അല്ലെങ്കിൽ മറ്റേ ഫാമിലി തെറാപ്പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സോഷ്യോളജി, സോഷ്യൽ വർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇപ്പം തെറാപ്യൂട്ടിക് സ്ട്രാറ്റജീസ്, പിന്നെ സൈക്കാട്രിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മെന്റൽ ഹെൽത്ത്, ഇപ്പൊ നേഴ്സുകൾ, പല നഴ്സിംഗ് പ്രൊഫഷനിലുള്ള ആൾക്കാരും
സൈക്കോതെറാപ്പിയിൽ ട്രെയിൻഡ് ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള മെന്റൽ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെന്റൽ ഇൽനെസ് ട്രീറ്റ്മെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രൊഫഷണൽസും സൈക്കോതെറാപ്പിയിൽ ട്രെയിനിങ് കിട്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് സൈക്കോതെറാപ്പി എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടു ഗെറ്റ് റെഡി മറ്റേ ഈ നമ്മളുടെ ഓരോ അസുഖങ്ങളെ ഭേദമാക്കുകയോ അല്ലെങ്കിൽ ചികിത്സിച്ച് ഭേദമാക്കുകയോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള അസുഖത്തിനെ മോശമാവാതിരിക്കുകയോ അങ്ങനെയുള്ള ഒരു ഇന്റൻഷനോട് കൂടി ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പ്രാക്ടീസസ് ആണ് ആക്ച്വലി സൈക്കോതെറാപ്പിയിലുള്ളത്. അപ്പൊ സൈക്കോതെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് രോഗമുക്തി കിട്ടുന്നവർക്ക് രോഗമുക്തി കിട്ടാനും രോഗം ഫർദർ ഡിറ്റീറിയേറ്റ് ചെയ്യാതിരിക്കാനും മോശമാവാതിരിക്കാനും പിന്നെ ഈ പറഞ്ഞ മാതിരി ഉള്ള സമയം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സമയം കൊടുക്കാനും ഒക്കെയുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജിയാണ് തെറാപ്പി, സൈക്കോതെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ തെറാപ്പിയിൽ ബേസിക്കലി ട്രീറ്റ്മെന്റ് തന്നെയാണ് ബേസിക്കലി ഉണ്ടാകുന്നത്. ഇന്റർവെൻഷൻ ഓൺ ദ അതർ ഹാൻഡ് നമ്മൾ അതിനകത്ത് ഇടപെടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം കൗൺസിലിംഗ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എൻ ഇന്റർവെൻഷൻ. പക്ഷേ തെറാപ്പി ആയിട്ട് കൗൺസിലിങ്ങിനെ നമുക്ക് കാണാൻ പറ്റത്തില്ല. നമുക്ക് തെറാപ്പി എന്ന് പറയുന്നത് ആക്ച്വലി ട്രീറ്റ്മെന്റ് തന്നെയാണ്. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ചികിത്സ നടത്തി ചികിത്സയുടെ എന്താണ് അതിന്റെ ഔട്ട്കം എന്ന് മനസ്സിലാക്കി ആ ഔട്ട്കം നമ്മളെ ഫേവറബിൾ ആക്കുന്നത് വരെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സൈക്കോതെറാപ്പി എന്ന് പറയുന്നത്. അപ്പൊ അത് ഇറ്റ് ഈസ് എ ലോങ് ടേം പ്രോസസ് റാദർ ദാൻ എ ഷോർട്ട് ടേം പ്രോസസ്. അപ്പൊ ഇതിനെക്കുറിച്ച് നമുക്ക് ഇതിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ എനിക്ക് എന്തായാലും അവസാനത്തെ സ്ലൈഡുകളിൽ ഞാനത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും നമുക്ക് പറയാം. അപ്പോൾ സൈക്കോതെറാപ്പി ബേസിക്കലി ക്ലിനിക്കലി സൈക്കോളജിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ കുറെ വർഷത്തെ ട്രെയിനിങ് കൊണ്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജിയാണ് ആക്ച്വലി സൈക്കോതെറാപ്പി എന്ന് പറയുന്നത്. പൊതുവെ മാനസിക രോഗങ്ങൾക്കാണ് മാനസിക രോഗങ്ങൾക്കും ഇമോഷണൽ ഡിസ്റ്റർബൻസസിനും ഒക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജിയാണ് സൈക്കോതെറാപ്പി എന്ന് പറയുന്നത്. അവിടെ ബേസിക്കലി അസുഖം പോവുക എന്നുള്ളത് ആണ് ബേസിക് ആയിട്ടുള്ള ഇന്റൻഷൻ എങ്കിലും പലപ്പോഴും ചില മാനസിക രോഗങ്ങളൊക്കെ മാറ്റാൻ പ്രയാസമായിട്ട് വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ ഉള്ള അസുഖത്തിനെ ഒന്ന് ചുരുക്കി നിർത്തി അവരെ ഫങ്ഷണൽ ആക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എല്ലാ രോഗങ്ങളും മാനസിക രോഗങ്ങളും നമ്മളുടെ ഫങ്ഷണൽ ഇമ്പയർമെന്റ് ഉണ്ടാക്കുന്നതാണ്. അതായത് ജോലിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ് ഈ മാനസിക രോഗങ്ങളെല്ലാം തന്നെ. അപ്പോൾ ഇപ്പൊ ഒരാൾക്ക് മാനസിക രോഗമാണോ അല്ലയോ എന്നറിയണമെങ്കിൽ അയാളുടെ ഫങ്ഷണൽ കേപ്പബിലിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് അസസ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പണ്ട് എല്ലാ ദിവസവും ജോലിക്ക് പോയിരുന്ന ആളാണ്. ഇപ്പൊ ഞാൻ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം എൻ്റെ ഫങ്ഷണലി ഞാൻ ഇമ്പയർഡ് ആയി തുടങ്ങി എന്നുള്ളതാണ്. അതെന്റെ ജീവിതത്തില് പല ചേഞ്ചസും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ ഇമ്പയർമെന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ തെറാപ്പിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാധനം. നേരെ മറിച്ച് കൗൺസിലിങ്ങിന് പോകുന്ന ആൾക്കാർ സാധാരണ ആൾക്കാരാണ്. ജീവിത പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവര് ജോലിയൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അതാവാൻ പറ്റുന്ന ചെറിയ ചെറിയ എറേഴ്സ് ഒക്കെ പറ്റുന്നുണ്ട് എന്നുള്ളതല്ലാതെ അവർക്ക് മാരകമായ പ്രശ്നങ്ങളൊന്നും അവർക്ക് ഇല്ല. അവര് കടിച്ചു പിടിച്ച് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ വിഷമങ്ങൾ ഉണ്ടെങ്കിലും അവര് അത് ഡീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിനകത്തുള്ളത്. അപ്പൊ അവിടെ കൗൺസിലിംഗ് മതിയാവും. പക്ഷെ വൺസ് ആള് ബ്രേക്ക് ഡൗൺ ആയി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തെറാപ്പിയിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു എളുപ്പ വഴി നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ അതാണ് അതിനകത്ത്. അപ്പൊ സൈക്കോതെറാപ്പിയിൽ പൊതുവെ ഈ നമ്മുടെ ജീവിതത്തില് വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി എന്നുള്ളതും പഴയ പോലെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി എന്നുള്ളതുമാണ് സൈക്കോതെറാപ്പിയുടെ ഒരു എന്താ പറയാ ഇൻഡിക്കേഷൻ ദാറ്റ് സൈക്കോതെറാപ്പി കൊടുക്കേണ്ട സമയമായി എന്നുള്ളത് ഉള്ള ഒരു ഇൻഡിക്കേഷൻ ആയിട്ട് നമുക്ക് അതിനെ കാണാം. ശരി, നെക്സ്റ്റ്. അപ്പോ ഇവിടെ എന്താണ് സൈക്കോളജിക്കൽ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ പേഴ്സണൽ ഇന്ററാക്ഷൻ ഉണ്ടാവുന്നു. അത് ഒരാഴ്ചയിൽ തന്നെ 2-3 പ്രാവശ്യമൊക്കെ കാണുന്നു. പ്രോബ്ലം എത്രത്തോളം സിവിയർ ആണ് എന്നുള്ളതനുസരിച്ചിട്ട് അതിന്റെ ഫ്രീക്വൻസി കൂടുകയും ആൾക്കാർ അത് വഴി അയാളുടെ
മാനസിക അവസ്ഥ എന്താണെന്ന് അയാളെ മനസ്സിലാക്കുകയും അയാളിൽ ചേഞ്ചസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഒരു പ്രോസസ്സാണ് ആക്ച്വലി സൈക്കോതെറാപ്പി എന്ന് പറയുന്നത്. ഇതിൽ ബേസിക്കലി 3 തരം സൈക്കോതെറാപ്പീസ് ഉണ്ട്. നിങ്ങളുടെ അറിവിന് വേണ്ടി പറയുന്നതാണ്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ടീവ് സൈക്കോതെറാപ്പി ഉണ്ട്. സപ്പോർട്ടീവ് സൈക്കോതെറാപ്പിയിലാണ് ഈ പൊതുവെ അസുഖങ്ങൾ ട്രീറ്റ് ചെയ്താലും ഭേദമാവാത്തത്, അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്താലും കുറച്ച് ഫർദർ മോശമാവാതിരിക്കാനൊക്കെയുള്ള ഒരു ഇതുള്ളത് ടെർഷറി പ്രിവെൻഷനിലുള്ള അസുഖങ്ങളെ ഡീൽ ചെയ്യുന്നതാണ് സപ്പോർട്ടീവ് സൈക്കോതെറാപ്പി. അതിനകത്ത് വരുന്നതാണ് ഈ ആർട്ട് തെറാപ്പി, അങ്ങനെയൊക്കെയുള്ള റീഹാബിലിറ്റേഷൻ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം തന്നെ സപ്പോർട്ടീവ് തെറാപ്പിയുടെ അകത്ത് വരുന്നതാണ്. അപ്പോൾ പൊതുവെ ഈ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ഒക്കെ ഉള്ള പല ആൾക്കാർക്കും ഉണ്ടാവുന്ന സൈക്കോളജിക്കൽ ഇമ്പാക്ട്, ഇപ്പം പൊതുവെ ഈ സ്ട്രോക്ക് വരികയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ന്യൂറോളജി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി കുട്ടികളിലാണെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾക്കൊക്കെ, അപ്പൊ അതൊക്കെ ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡറിൽ വരുന്ന ADHD അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ. അപ്പൊ അതിനൊക്കെ നമുക്കൊരു സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജീസ് പലപ്പോഴും ബിഹേവിയറൽ ആസ്പെക്ട്സ് ഒക്കെ വെച്ച് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് കുറെയൊക്കെ നമുക്ക് അതിനെ സെറ്റിൽ ചെയ്യാൻ പറ്റുന്നു. ഇതൊക്കെ സൈക്കോതെറാപ്പിയുടെ അകത്ത് തന്നെ വരുന്നതാണ്. അപ്പൊ സപ്പോർട്ടീവ് സൈക്കോതെറാപ്പിയും പിന്നെ വേറൊന്നുള്ളത് റീ എഡ്യൂക്കേറ്റീവ്, റീകൺസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞ 2 കാറ്റഗറിയാണ്. റീ എഡ്യൂക്കേഷനിൽ നമ്മൾ കുറേ കൂടി അവരെ പഠിപ്പിക്കുകയും അവരെ ട്രെയിനിങ് കൊടുക്കുകയും ഒക്കെ ചെയ്ത് കുറച്ചും കൂടി സിറ്റുവേഷൻസ് ഇമ്പ്രൂവ് ചെയ്യുകയും പലപ്പോഴും അസുഖത്തിൽ നിന്ന് തന്നെ മുക്തമാക്കാവുന്ന രീതിയിലുള്ള സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നതിനാണ് റീ എഡ്യൂക്കേറ്റീവ്, റീകൺസ്ട്രക്റ്റീവ് എന്നുള്ള സാധനങ്ങളിലൊക്കെ പറയുന്നത്. റീകൺസ്ട്രക്റ്റീവിന് ഒരു പടി മുകളിലോട്ട് പോയിട്ട് അത് കുറച്ചും കൂടി ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, ഇനി ഭാവിയിലുള്ള പ്രശ്നങ്ങളെയും നേരിടാനുള്ള കഴിവുണ്ടാക്കി കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ റീകൺസ്ട്രക്റ്റീവ് തെറാപ്പീസ് എന്ന് പറയുന്നത്. അങ്ങനെ 3 തരത്തിലുള്ള ബ്രോഡർ കാറ്റഗറിയിലുള്ള ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജീസ് ആണ് സൈക്കോതെറാപ്പിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ അത് ഓരോ ആൾക്കാരുടെ ഏത് സ്റ്റാറ്റസ് ആണ് അയാൾക്കുള്ളത് എന്നുള്ളതനുസരിച്ചിട്ടാണ് ഈ ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജീസ് തീരുമാനിക്കുന്നത്. അപ്പൊ എവിടെ സപ്പോർട്ടീവ് തെറാപ്പി യൂസ് ചെയ്യണം, എവിടെ റീ എഡ്യൂക്കേറ്റീവ് യൂസ് ചെയ്യണം, എവിടെ റീകൺസ്ട്രക്റ്റീവ് യൂസ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ആ ഓരോരുത്തരുടെ കേപ്പബിലിറ്റിയുടെയും സ്ട്രെങ്ത്തിന്റെയും സപ്പോർട്ട് സിസ്റ്റത്തിന്റെ ഒക്കെ ബേസിസിലാണ് അത് തീരുമാനിക്കുന്നത്. അപ്പോൾ പൊതുവെ മാനസിക ആരോഗ്യവും വെൽബീയിങ് ഒക്കെ ആണ് ബേസിക്കലി നമ്മൾ സൈക്കോതെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ബിഹേവിയർ ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജീസ് ഉണ്ട്, ബിലീഫ്സ്, കമ്പൽഷൻസ്, തോട്ട്സ്. അപ്പൊ ഒബ്സഷൻസ് ആൻഡ് കമ്പൽഷൻസ്, OCD എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം ബിലീഫ് സിസ്റ്റത്തിൽ പലപ്പോഴും വരുന്നത് ഈ ഡെലൂഷൻസ് പോലുള്ള സാധനങ്ങൾ. തോട്ട് പ്രോസസ്സിൽ പലപ്പോഴും നമുക്ക് ഉണ്ടാവാവുന്ന പ്രശ്നങ്ങൾ, അത് ഇമോഷൻസ് കൊണ്ടുണ്ടാവുന്ന അഫക്റ്റീവ് ഡിസോർഡേഴ്സ്, ഈ സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ സൈക്കോ തെറാപ്പിക്ക് വിധേയമാക്കുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് സ്ലൈഡ്. അപ്പം ആരൊക്കെയാണ് പ്രാക്ടീഷണേഴ്സ് ഓഫ് സൈക്കോതെറാപ്പി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഏരിയയിൽ സൈക്കാട്രിക് സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ട്, സൈക്കാട്രിസ്റ്റ് നേഴ്സ് ഉണ്ട്, മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ഉണ്ട്. ഇവരെല്ലാവരും തന്നെ മാനസിക രോഗ ചികിത്സയിൽ ടീം മെമ്പേഴ്സ് ആണ്. ബേസിക്കലി ഒരാളായിട്ട് അല്ല ചെയ്യുന്നത്, പലപ്പോഴും ഇതൊരു ടീം എഫേർട്ടായിട്ടാണ്. ഇതല്ലാതെ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ഉണ്ട്, റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റ് ഉണ്ട്, അങ്ങനെ പല ആൾക്കാരും ഈ ഒരു ടീമിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇവരെല്ലാവരും തന്നെ പല രീതിയിലും ഈ തെറാപ്പി ചെയ്യാൻ സജ്ജരാണ് എന്നുള്ളതാണ് അതിനകത്തുള്ള കാര്യം. അപ്പം പലപ്പോഴും ഇപ്പം സൈക്കാട്രിക് സോഷ്യൽ വർക്കേഴ്സ് ഒക്കെ റിയൽ ലൈഫ് സെനാരിയോ, അതായത് വീടുകളിലൊക്കെ പോയി തെറാപ്പിയൊക്കെ ചെയ്യുന്ന, ഫാമിലി തെറാപ്പിയൊക്കെ ചെയ്യുന്ന കൂട്ടരാണ്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പൊതുവെ ക്ലിനിക്കൽ സെറ്റപ്പിൽ ആണ് വർക്ക് ചെയ്യുന്നത്. ഒരു എന്താ പറയുക, ക്ലോസ് ഫ്ലോ തെറാപ്പീസിനകത്ത് വരുന്ന ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. സൈക്കാട്രിക് നഴ്സസ്, സൈക്കാട്രിസ്റ്റ്, അവരെല്ലാവരും തന്നെ മെഡിക്കൽ ആസ്പെക്ട്സും കൂടി അവർക്ക് കുറച്ചും കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് അങ്ങനെ ഒരു മെഡിസിൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ അവർ റിഫ്രെയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. അത് മരുന്ന് കൊടുക്കുക എന്ന് പറയുന്നതൊന്നും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സാധാരണ ചെയ്യാറില്ല. അതിന് സ്പെഷ്യൽ ട്രെയിനിങ് വേണം. ഫാർമക്കോളജിയിലൊക്കെ ട്രെയിനിങ് ഉണ്ടെങ്കിലേ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ട്രെയിനിങ് ഉണ്ടെങ്കിലും നമ്മൾ ലൈസൻസ്ഡ് അല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ചെയ്യാൻ ഉള്ള അതിനുള്ള ഒരു റൈറ്റ് ഇല്ല എന്നുള്ളതാണ്.
അപ്പോൾ സൈക്കാട്രിക് നഴ്സ് സൈക്കാട്രിസ്റ്റും ഒക്കെ വേറസ് ദേ ആർ ഇൻ ടു എന്താ പറയുക ക്ലിനിക് ട്രീറ്റിംഗ് പേഷ്യൻസ് വിത്ത് മെഡിസിൻസ് ആണ്. അപ്പം അതിനുള്ള ഒരു പോസിബിലിറ്റി അവർക്കുണ്ട് എന്നുള്ളതാണ്. മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് യൂഷ്വലി വർക്ക് അണ്ടർ മെഡിക്കൽ സൂപ്പർവിഷൻ. അപ്പോൾ എല്ലാവരും പൊതുവെ ക്ലിനിക്കൽ സെറ്റപ്പിലുള്ളത് എല്ലാവരും തന്നെ മെഡിക്കൽ സൂപ്പർവിഷനിലായിരിക്കും പലപ്പോഴും വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ട്രെയിനിങ് കിട്ടിയ ആൾക്കാരുമായിരിക്കും അതിനകത്ത് ഒരു 3 വർഷം 4 വർഷമൊക്കെ എന്തായാലും ഹോസ്പിറ്റൽ സെറ്റിങ്സിൽ വർക്ക് ചെയ്ത ആൾക്കാരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെതായ ഒരു ട്രെയിനിങ്ങും എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ഒരു സ്കില്ല് അവർക്ക് എപ്പോഴും അതിനകത്ത് ആ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുകയും ചെയ്യും. അപ്പം ഇതാണ് ഇതിനകത്തുള്ള ഹു ഓൾ പ്രാക്ടീസസ്. അപ്പൊ ആരെയൊക്കെ നമുക്ക് അപ്രോച്ച് ചെയ്താൽ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയാമെന്ന് ചോദിച്ചാൽ ഈ ഏരിയയിലുള്ള വർക്ക് ചെയ്യുന്ന മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ് ഇവരെല്ലാവരും. ഇവരെ അപ്രോച്ച് ചെയ്താൽ നമുക്ക് വ്യക്തമായ ഗൈഡൻസും സാധനങ്ങളും ഒക്കെ കിട്ടും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വരീസിന്, മാനസിക ആരോഗ്യത്തിന്റെ. ഓക്കെ, അപ്പം നെക്സ്റ്റ് സ്ലൈഡ്. അപ്പം ഇതിനകത്ത് ഈ തിയറീസ്, ഈ തെറാപ്പീസ് എല്ലാം വർക്ക് ചെയ്യുന്നത് കുറെ തിയറി ബേസിലാണ്. ഈ തിയറീസ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈക്കോ അനാലിറ്റിക്കൽ സൈക്കോ തെറാപ്പി ഉണ്ട്, ബിഹേവിയർ തെറാപ്പീസ് ഉണ്ട്, കോഗ്നിറ്റീവ് തെറാപ്പി, ഹ്യൂമനിസ്റ്റിക് തെറാപ്പി, ഇന്റഗ്രേറ്റീവ് ഹോളിസ്റ്റിക് തെറാപ്പി എന്നുള്ള ഇങ്ങനെ ഉള്ള കുറച്ച് തിയറിയുടെ ബേസിലാണ് ഈ സാധനങ്ങളെല്ലാം തന്നെ ട്രീറ്റ്മെന്റ് ഒക്കെ എല്ലാം വർക്ക് ചെയ്യുന്നത്. ഇതൊക്കെ ഓവർ എ പീരീഡ് ഓഫ് ടൈം, ഒരു 100 വർഷത്തിനുള്ളിൽ ഇവോൾവ് ചെയ്ത് വന്ന തിയറീസ് ആണ്. പൊതുവെ സയന്റിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജീസ് തുടങ്ങിയിട്ട് അധികമൊന്നും ആയിട്ടില്ല. മാനസിക രോഗത്തിന് ചികിത്സയിൽ അധികം കാലങ്ങളായിട്ടില്ല. പൊതുവെ ആദ്യമൊക്കെ ചെയ്തിരുന്നത് ഒരു മാനസിക രോഗിയായ നേരെ കൊണ്ടുപോയി കെട്ടിക്കൂട്ടി എവിടെയെങ്കിലും ഇടുക എന്നുള്ളതോ, ഡംപ് ചെയ്യുക എന്നുള്ളതോ, അല്ലെങ്കിൽ സൈക്കാട്രിക് അസൈലംസ് ഉണ്ടായിരുന്നു, അവിടെ കൊണ്ടിടുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്തിരുന്നത്. വളരെ ഹാർഷ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജീസ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഈ ഉദാഹരണത്തിന് ഓസില് വെള്ളം നിറച്ച് അടിക്കുക, വേദന എടുപ്പിക്കുക, അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പൊ അത് പലപ്പോഴും ഈ വേദനകൾ വേറെ ഏതോ ലോകത്തൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഇത് ഹയർ സ്റ്റിമുലേഷൻസ് കൊടുത്താലേ അവര് റിയൽ ലൈഫിലേക്ക് വരുള്ളൂ എന്നുള്ളത് കൊണ്ടൊക്കെ ആ ഒരു ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജീസ് ആണ് അതിനകത്ത് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഇലക്ട്രോ കൺവേഴ്സീവ് തെറാപ്പീസ് ഉണ്ടായിരുന്നു, ഷോക്ക് കൊടുക്കുക, ഷോക്ക് ട്രീറ്റ്മെന്റ്, അങ്ങനെയുള്ള സാധനങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ഇപ്പോ ഒരു 100 വർഷം 150 വർഷം കൊണ്ട് നമ്മൾ ഈ വേൾഡ് വാർ കഴിഞ്ഞ പിന്നെ വളരെ ഹ്യൂമെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജീസ് ആണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സൈക്കോ അനാലിസിസ് ഒക്കെയാണ് ഇതിന് തുടക്കം ഇട്ട ആൾക്കാർ. സിഗ്മണ്ട് ഫ്രോയിഡ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവേണ്ടതാണ്. അപ്പം അങ്ങനെ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ഈ സൈക്കോ അനാലിറ്റിക്കൽ തെറാപ്പി, സൈക്കോ ഡൈനാമിക് തെറാപ്പിയിലൊക്കെ ഉപജ്ഞാതാവ്. ബിഹേവിയർ തെറാപ്പീസ് ഒരുപാട് വന്നപ്പോൾ നമുക്ക് റീഇൻഫോഴ്സ്മെന്റ്സും പണിഷ്മെന്റ്സും ഒക്കെ വെച്ച് നമുക്ക് പല ആൾക്കാരുടെയും ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. കോഗ്നിറ്റീവ് തിയറീസ് ഉണ്ട്. ഹ്യൂമനിസ്റ്റിക് തെറാപ്പീസ് ആണ് പൊതുവെ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇന്റഗ്രേറ്റീവ് ഹോളിസ്റ്റിക് തെറാപ്പീസ്, ഇത് എല്ലാത്തിൻ്റെയും കൂടി ഒരു സങ്കര ഇനം എന്ന് പറയുന്ന പോലെ എല്ലാത്തിൻ്റെയും ബെസ്റ്റ് സാധനങ്ങൾ എടുത്തുള്ള പുതിയ തെറാപ്യൂട്ടിക് സ്ട്രാറ്റജീസ് ആണ് ഇന്റഗ്രേറ്റീവ് ഹോളിസ്റ്റിക് തെറാപ്പീസ്. ഇതിനെക്കുറിച്ച് ചെറുതായിട്ട് ഞാൻ പറയാം. അത് മുഴുവൻ പറയാൻ അതിനകത്തുള്ള ഒരു സമയം നമുക്ക് പരിമിതി അതിനകത്ത് സമ്മതിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് സ്ലൈഡ്. അപ്പോൾ സൈക്കോ അനാലിറ്റിക്കൽ തിയറി പറയുന്നത് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അൺകോൺഷ്യസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, അർജസ് ഉണ്ട്, നമുക്ക് നീഡ്സ് ഉണ്ട്. ആ നീഡ്സ് ആണ് നമ്മളെ, അത് പലപ്പോഴും സോഷ്യലി അപ്രോപ്രിയേറ്റ് ആവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സാധനങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും അടിച്ചമർത്താനും അതിനെ ഒതുക്കാനും ഒക്കെ ശ്രമിക്കും. പക്ഷെ അതെപ്പോഴെങ്കിലുമൊക്കെ പൊട്ടിത്തെറിച്ച് ഈ നമ്മുടെ ഉള്ളിൽ, ഭൂമിയുടെ ഉള്ളിൽ ലാവ നിറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഉള്ളിലെല്ലാം ഇങ്ങനെ ഈ കുറെ അടിച്ചൊതുക്കിയ കുറെ ഇമോഷൻസ് ഉണ്ട്. ആ സാധനങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ പൊട്ടിത്തെറിക്കും. എപ്പോഴെങ്കിലുമൊക്കെ ക്രസ്റ്റ് എന്താ പറയാ വളരെ തിന്നാവുന്ന ഏരിയ നോക്കി അത് സിറ്റുവേഷൻസ് മോശമാവുന്നതനുസരിച്ചിട്ട് അത് പെട്ടെന്ന് പൊട്ടി പുറത്തേക്ക് വരും എന്നുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ കുറെ ഡിഫൻസ് മെക്കാനിസംസ് യൂസ് ചെയ്യും. പൊതുവെ ഈ ഡിഫൻസ് മെക്കാനിസംസ് എല്ലാം നമ്മൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഒന്നോ രണ്ടോ ഡിഫൻസ് മെക്കാനിസത്തിലേക്ക് ഒതുങ്ങുമ്പോൾ നമ്മളത് പാത്തോളജിക്കലാവും എന്നുള്ളതാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത്. അപ്പം അത് അന്ന് ഈ സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയമായതുകൊണ്ട് അന്ന് കുറെ
കുറെ ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജി കേസ് സ്റ്റഡീസ് ഒക്കെ നടത്തിയിട്ടാണ് സൈക്കോ അനാലിസിസ് എന്ന് പറഞ്ഞൊരു തിയറി തന്നെ സിഗ്മണ്ട് ഫ്രോയിഡ് ഫോർമുലേറ്റ് ചെയ്തത്. അപ്പൊ അതാണ് അതിനകത്തുള്ള. അപ്പൊ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറി പൊതുവെ ഈ അൺകോൺഷ്യസ് മോട്ടീവ്സും ഒരു എന്താ പറയാ, അതൊരു പ്യുവർലി ബയോളജിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ വെച്ചിട്ടാണ് അത്. പിന്നെ സെക്ഷുവൽ എനർജീസ് ആണ് അതിനകത്ത് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെയാണ് അന്ന് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത്. അന്ന് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിരുന്നു, ഒരു തിയറിയുമായിരുന്നു സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെത്. അത് അന്ന് ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നം ഉള്ള ഒരു തിയറിയാണ്. ഇപ്പോഴും ആൾക്കാർ പലപ്പോഴും ഇതിനെ നിശിതമായിട്ട് വിമർശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പക്ഷെ എന്നാലും സൈക്കോളജിക്കൽ തിയറീസിന്റെ ഒരു സ്റ്റാർട്ടിങ് ശരിക്കും പറഞ്ഞ സൈക്കോ അനാലിസിസിൽ നിന്നാണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് പറയാം. നെക്സ്റ്റ് സ്ലൈഡ്. ബിഹേവിയർ തെറാപ്പി ഓൺ ദ അതർ ഹാൻഡ്, ബിഹേവിയർ തെറാപ്പി പറയുന്നത് നമ്മൾ മൃഗങ്ങളെ പോലെ തന്നെയാണ്. നമ്മളെ റീഇൻഫോഴ്സ്മെന്റും പണിഷ്മെന്റും വെച്ച് നമ്മുടെ പെരുമാറ്റങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റും. അപ്പൊ ആ നിയന്ത്രിക്കുന്നത് നമുക്ക് സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി നമുക്ക് പല റീഇൻഫോഴ്സ്മെന്റ്സും പണിഷ്മെന്റ്സും ഉപയോഗിക്കാം എന്നുള്ളതൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതില് ബേസിക്കലി ഇപ്പം ലേണിംഗ് ബൈ അസോസിയേഷൻ, അതായത് അടുത്തടുത്തുള്ള സാധനങ്ങൾ നമ്മൾ അസോസിയേറ്റ് ചെയ്യും. അങ്ങനെ അസോസിയേറ്റീവ് ലേണിംഗും ഉണ്ട്, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗും ഉണ്ട്. റീഇൻഫോഴ്സ്മെന്റും പണിഷ്മെന്റും ഒക്കെ വെച്ചിട്ട് നമുക്ക് അങ്ങനെയും നമുക്ക് പലതും ലേൺ ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ് ഈ ബിഹേവിയർ തിയറീസിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. അപ്പൊ ബിഹേവിയർ തിയറീസിൽ പൊതുവെ മനുഷ്യനെ എന്താ പറയുക, കണ്ടീഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു മൃഗമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അതിനകത്ത് ഒരു ഹ്യൂമെയിൻനെസ് ഇല്ല എന്നുള്ളത്. അപ്പൊ ഈ സൈക്കോ അനാലിസിസിലും ബിഹേവിയർ തെറാപ്പിയിലും അങ്ങനെ ഒരു ഹ്യൂമെയിൻനെസ് ഒന്നും ഇല്ല. അത് ഒരു മൃഗങ്ങളെ ഡീൽ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ്, ഒരു ലോവർ ഫോം ഓഫ് ആനിമൽസ് എന്നുള്ള നിലയിലാണ് നമ്മളെയൊക്കെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇതിനെയൊക്കെ നിശിതമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ ദീസ് ഓൾ വർക്ക്സ് ബിക്കോസ് ഈ കണ്ടീഷനിങ് പ്രിൻസിപ്പിൾസ് ഒക്കെ ഒരുപാട് കുട്ടികളുടെ സ്കൂൾ ബിഹേവിയറിലും പശ്ചാത്തലങ്ങളിലും ഒക്കെ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നതാണ് ട്രീറ്റ്മെന്റ്. ഇപ്പം അവേഴ്സീവ് കണ്ടീഷനിങ്, ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇപ്പോഴും വാലിഡ് ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഷേപ്പിംഗ്, ചെയിനിങ് എന്നൊക്കെ പറഞ്ഞ പല ടെക്നിക്സും നമുക്ക് ബിഹേവിയർ തെറാപ്പിയാണ് പലപ്പോഴും നമുക്ക് സഹായത്തിന് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ബിഹേവിയർ തെറാപ്പിയും ഇപ്പോഴും എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു സാധനമാണ്. നെക്സ്റ്റ് സ്ലൈഡ്. കോഗ്നിറ്റീവ് തെറാപ്പി ആണ് നമ്മളുടെ ഫാക്കൽറ്റി മെമ്പർ, നമ്മുടെ തോട്ട് പ്രോസസ് എന്ന് പറഞ്ഞ ഒരു ഹയർ ഓർഡർ സാധനത്തിനെ അക്നോളജ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ഈ കോഗ്നിറ്റീവ് തെറാപ്പീസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ന്യൂറോളജിയുടെ അഡ്വാൻസ്മെന്റും എല്ലാ സാധനങ്ങളും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ന്യൂറോ ഇമേജിങ് ടെക്നിക്സും അങ്ങനെയുള്ള സാധനങ്ങളും ഒക്കെ കൂടി വന്നപ്പം കോഗ്നിറ്റീവ് തെറാപ്പിക്ക് പെട്ടെന്നൊരു ബൂം ഉണ്ടായി, പെട്ടെന്നൊരു വളർച്ച ഉണ്ടായി എന്നുള്ളതാണ്. അങ്ങനെയാണ് കോഗ്നിറ്റീവ് തെറാപ്പീസ്. അപ്പൊ പൊതുവെ നമ്മുടെ തോട്ട് പ്രോസസ്സിൽ ഉണ്ടാകുന്ന എറേഴ്സിനെയാണ് കോഗ്നിറ്റീവ് തെറാപ്പി അക്നോളജ് ചെയ്യുന്നതും അതിനെയാണ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ കോഗ്നിറ്റീവ് തെറാപ്പീസിൽ ഇറാഷണൽ ബിലീഫ്സ് ആണ് പലപ്പോഴും നമ്മളുടെ എല്ലാത്തിൻ്റെയും കാരണം. ഇറാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോജിക്കലി കറക്റ്റ് അല്ല, അത് പക്ഷെ നമ്മൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം അത് നമ്മളുടെ അങ്ങനെ ഇല്ലോജിക്കൽ ആയിട്ടുള്ള തോട്ട് പ്രോസസ്സിലേക്ക് നമ്മൾ വഴുതി വീഴുന്നു എന്നുള്ളതാണ് ഈ അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എറേഴ്സ് വരാൻ എളുപ്പമാണ് എന്നുള്ളതാണ്. ആ എററുകൾ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അത് എററാണെന്ന് മനസ്സിലാക്കാൻ പോലുള്ള കേപ്പബിലിറ്റി ഉണ്ടാവാതെ വരുമ്പോൾ അത് കൂടി വന്ന് അതൊരു മാനസിക രോഗമായിട്ട് കൾമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള കോഗ്നിറ്റീവ് തെറാപ്പീസ്. അപ്പൊ ആരോൺ ബെക്കും ആൽബർട്ട് എല്ലിസും ഒക്കെ അതിന്റെ ആളാണ്. ആരോൺ ബെക്കാണ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയുടെയും നമുക്ക് ഉപജ്ഞാതാവ്. ഇപ്പൊ വൺ ഓഫ് ദ ബെസ്റ്റ് യൂസ്ഡ് മോസ്റ്റ്ലി യൂസ്ഡ് തെറാപ്പികളിലൊന്നാണ് ഈ CBT എന്ന് പറയുന്നത്. അതിൻ്റെയൊക്കെ ഉപജ്ഞാതാവാണ് ഇദ്ദേഹം. അപ്പോൾ കോഗ്നിറ്റീവ് തെറാപ്പീസ് പൊതുവേ ഉണ്ട്. അപ്പൊ അതുകൂടാതെ മീഷൻബോം അങ്ങനെയൊക്കെയുള്ള കുറെ ആൾക്കാർ ഈ കോഗ്നിറ്റീവ് തെറാപ്പിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പല മോഡലുകളുണ്ട്, നമ്മളുടെ തോട്ട് പ്രോസസ്സ് എങ്ങനെയാണ് ഇവോൾവ് ചെയ്യുന്നത്, പാത്തോളജി എങ്ങനെയാണ് ഇവോൾവ് ചെയ്യുന്നത് ഒക്കെ ഉള്ളതൊക്കെ കോഗ്നിറ്റീവ് മോഡൽസ് ഒരുപാട് കാര്യങ്ങളുണ്ട്. കൺസെപ്റ്റലൈസ് ചെയ്യാനും ട്രീറ്റ് ചെയ്യാനും ഉള്ള മോഡലുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് ഒരു പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് ഈ കോഗ്നിറ്റീവ് തെറാപ്പി എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്.
ഹ്യൂമനിസ്റ്റിക് ഹ്യൂമനിസ്റ്റിക് തെറാപ്പി നമ്മളുടെ ഹ്യൂമെയിൻ ആയിട്ടുള്ള ആസ്പെക്ട്സിനെ ആണ് ഇതാവുന്നത്. അപ്പൊ നമ്മൾ മനുഷ്യരാണ്, നമുക്ക് നല്ല മനുഷ്യരാണ്, നമുക്ക് പോസിബിലിറ്റീസ് നമുക്ക് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെൽഫ് ആക്ച്വലൈസ്ഡ് ആവാൻ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. കുറച്ചും കൂടി ഹയർ ലെവലിലേക്കൊക്കെ പോവാൻ പറ്റുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് നമ്മളെല്ലാവരും. അല്ലാതെ വളരെ അതായത് മൃഗങ്ങളെ പോലെയല്ല നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് വിവേകവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പോസിബിലിറ്റീസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ വലിയ ആൾക്കാരാവാനുള്ള പൊട്ടൻഷ്യൽസ് ഉള്ള ആൾക്കാരാണ് എന്നുള്ളതാണ് ഈ ഹ്യൂമനിസ്റ്റിക് തെറാപ്പിയുടെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ കൗൺസിലിങ്ങിനൊക്കെ പലപ്പോഴും ഈ നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് ഒക്കെ വരാനുള്ള മെയിൻ കാരണം ഈ ക്ലയന്റ് സെന്റേഡ് തെറാപ്പി പോലുള്ള ക്ലയന്റ് സെന്റേഡ് അപ്രോച്ച് ഒക്കെ വന്നിട്ടുള്ളത് കൊണ്ടാണ്. അപ്പൊ അത് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സപ്പോർട്ട് മാത്രം മതി എന്നുള്ളതാണ് ക്ലയന്റ് സെന്റേഡ് തെറാപ്പി ഒക്കെ പറയുന്നത്. ജസ്റ്റാൾ തെറാപ്പിയും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതായത് നമ്മൾ പ്രസന്റിൽ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാസ്റ്റും ഫ്യൂച്ചറിനെ കുറിച്ചുള്ള കൺസേൺസ് ആണ് നമ്മളെ മാനസിക പ്രശ്നങ്ങളിൽ കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ട് ലീവ് ഇൻ ദ പ്രസന്റ് എന്നുള്ളതാണ് ജസ്റ്റാൾ തെറാപ്പി പറയുന്നത്. എക്സിസ്റ്റൻഷ്യൽ തെറാപ്പി പൊതുവേ വന്നിട്ടുള്ളത് നമ്മളുടെ ഈ എന്താ പറയാ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലൊക്കെ ജീവിച്ച് മരണത്തേക്ക് നേരിട്ട് കണ്ടു കഴിയുമ്പോൾ പലപ്പോഴും അങ്ങനെ ഉണ്ടായിട്ടുള്ള അതിൽ നിന്നുണ്ടായ ഒരു തോട്ട് പ്രോസസ്സാണ് ഈ എക്സിസ്റ്റൻഷ്യൽ തെറാപ്പി. അതിൽ സെർച്ച് ഫോർ മീനിങ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, നമ്മളുടെ ജീവിതം കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ മീനിങ് എന്നുള്ളതൊക്കെ അറിയാനുള്ള അതൊരു എക്സിസ്റ്റൻഷ്യൽ വ്യൂ പോയിന്റിലുള്ള ഒരു തോട്ട് പ്രോസസ്, ഫിനോമിനോളജി പോലുള്ള സാധനങ്ങളാണ് എക്സിസ്റ്റൻഷ്യൽ തെറാപ്പിയിൽ കൂടുതലും ഉള്ളത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞ് ഇത് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവേണ്ടതാണ്. സൈക്കോളജിയിലൊക്കെ പൊതുവെ വളരെ പോപ്പുലർ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ട് എന്നുള്ളത്, ഈ തോട്ട് പ്രോസസ്സുകളൊക്കെ എല്ലാം നമ്മുടെ സൈക്കോളജിയിലെ ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജീസിനെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത് ഒരു ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് തെറാപ്പീസ് ആണ് ഇന്റഗ്രേറ്റീവ് ഓർ ഹോളിസ്റ്റിക് തെറാപ്പി. അതിനകത്ത് ഇതിന്റെ എല്ലാത്തിന്റെയും നല്ല നല്ല വശങ്ങളെല്ലാം എടുത്ത് ഒരു എക്ലക്റ്റിക് അപ്രോച്ച് എന്നുള്ള രീതിയിൽ അത് കൊണ്ടുപോകുന്നു. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യാണ് അതിന്റെ ബെസ്റ്റ് പോസിബിൾ സാധനങ്ങൾ. അപ്പോൾ പല ട്രീറ്റ്മെന്റ്സിനും ഇപ്പം ഒരാളുടെ പ്യുവർലി ബയോളജിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റിന് വിധേയമാവേണ്ട കാര്യമില്ല. അയാൾക്കുള്ള പൊട്ടൻഷ്യാലിറ്റീസിനെയും കൂടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കോഗ്നിറ്റീവ് ആസ്പെക്ട്സും എല്ലാ സാധനങ്ങളും ഡീൽ ചെയ്യാം. അപ്പൊ ഈ CBT എന്നൊക്കെ പറഞ്ഞ സാധനം പോലെ തന്നെ അതിനേക്കാൾ കുറച്ചും കൂടി ഹയർ ലെവലിലാണ് ഈ ഇന്റഗ്രേറ്റീവ് തെറാപ്പീസ് വർക്ക് ചെയ്യുന്നത്. അതിനകത്ത് എല്ലാ ടെക്നിക്സുകളും നമ്മൾ ഒരാളുടെ ഏതാണ് ബെസ്റ്റ് സ്യൂട്ടഡ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏതിന്റെ കോമ്പിനേഷൻ ആയാൽ പോലും, ഏത് തെറാപ്യൂട്ടിക് സ്ട്രാറ്റജിയുടെ കോമ്പിനേഷൻ ആയാൽ പോലും നമ്മൾ അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ആളുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റിന് വേണ്ടി നമ്മൾ ട്രീറ്റ്മെന്റ് നടത്തുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഇന്റഗ്രേറ്റീവ് ഹോളിസ്റ്റിക് തെറാപ്പീസിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ പല സാധനങ്ങളിലും ആയുർവേദം ബെനിഫിഷ്യൽ ആണെങ്കിൽ ആയുർവേദവും അലോപ്പതിയും ഒക്കെ ഒരുമിച്ച് ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജീസ് നടക്കുക. അപ്പൊ അതൊക്കെ ഒരു ഇന്റഗ്രേറ്റീവ് ഹോളിസ്റ്റിക് അപ്രോച്ചിന്റെ ഭാഗമായിട്ടുള്ള സാധനങ്ങൾ. അപ്പൊ അതാണ് ഹോളിസ്റ്റിക് അപ്രോച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ സൈക്കോതെറാപ്പീസ് ടൈപ്സ് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവെ ഞാൻ പറഞ്ഞു 3 തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ട് എന്നുള്ളത്. സപ്പോർട്ടീവ്, റീഎഡ്യൂക്കേറ്റീവ് ആൻഡ് റീകൺസ്ട്രക്റ്റീവ്, ഇങ്ങനെ 3 കാറ്റഗറീസ് ആണുള്ളത്. അപ്പൊ ലോങ് ടേം സൈക്കോതെറാപ്പീസും ഉണ്ട്, ഷോർട്ട് ടേം സൈക്കോതെറാപ്പീസും ഉണ്ട്. അത് പറയുന്നത് ആക്ച്വലി സമയത്തിന്റെ ബേസിസിലാണ്, അതായത് എത്ര സെഷൻസ് വേണം എന്നുള്ളതിൻ്റെയൊക്കെ ബേസിസിലാണ്. ഈ പൊതുവെ സൈക്കോ സൈക്കോതെറാപ്പീസ് ഒക്കെ ഒരുപാട് സെഷൻസ് വേണം, 100-നും മുകളിലൊക്കെ സെഷൻസ് ഉണ്ടാവും. ഈ സിഗ്മണ്ട് ഫ്രോയിഡ് ഒക്കെ യൂസ് ചെയ്തിരുന്ന സമയത്ത് 100-ന് മുകളിൽ സെഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള സൈക്കോ അനാലിറ്റിക്. അങ്ങനെയാണ് ഒരു തിയറി തന്നെ ഉണ്ടാവാനുള്ള കാരണം അതാണ്. അത്രയും അധികം സെഷൻസ് ഒരാളുമായിട്ട് ഒരു കോണ്ടാക്ട് വരുമ്പോൾ അത് അയാളുടെ മനസ്സിലുള്ള എല്ലാ സാധനങ്ങളും പുറത്തെടുത്ത് അതിന്റെ സ്ലിപ്പ് ഓഫ് ടങ്ങും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം, അതായത് ഡ്രീം അനാലിസിസും അങ്ങനെയുള്ള പല ആസ്പെക്ട്സും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ആ സമയത്ത് വരും. അപ്പൊ അതാണ് ലോങ് ടേം സൈക്കോതെറാപ്പീസ് എന്ന് പറയുന്നത്. അത് പക്ഷേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനത്രയും കാലിബറുള്ള ആൾക്കാരായിരിക്കണം, അത്രയും സമയം ചെലവഴിക്കാനുള്ള ആൾക്കാരായിരിക്കണം. അങ്ങനെയൊക്കെയുള്ള കുറെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള, അതിന് ബെനിഫിഷ്യൽ ആവണമെങ്കിൽ അത്ര അധികം സെഷൻസ് പോവുക എന്ന് പറയുന്നത് ചിലപ്പോൾ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് തന്നെയാണ്
പലപ്പോഴും ഷോർട്ട് ടേം തെറാപ്പീസ് വരാനുണ്ടായ ഒരു കാരണവും അത് തന്നെയാണ്. അത്രയധികം സമയം സ്പെൻഡ് ചെയ്യാനില്ല എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും ഈ ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജീസിന്റെയും സ്പീഡും എഫിക്കസിയും കൂട്ടുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജീസ് ആണ് ഇപ്പൊ കൂടുതലും ഉള്ളത്. ഷോർട്ട് ടേം സൈക്കോതെറാപ്പീസ് ഇപ്പൊ പൊതുവെ 8 സെഷൻ 10 സെഷനിലൊക്കെ തീരുന്ന കുറെ ഷോർട്ട് ടേം സൈക്കോതെറാപ്പീസ് ഇപ്പൊ അവൈലബിൾ ആണ്. അപ്പൊ അത് തന്നെ ഈ പലപ്പോഴും ഈ കൂടുതൽ സെഷൻസ് വന്നു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനീസ് അത് സപ്പോർട്ട് ചെയ്യാണ്ടായതും കൂടി ആയപ്പോൾ ഇതൊരു അബ്സല്യൂട്ട് നെസസിറ്റി ആയി മാറി. നമുക്ക് ഷോർട്ട് ഡ്യൂറേഷൻ തെറാപ്പീസ് കൊണ്ടുവരിക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ആയിട്ട് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ പൊതുവെ ഒരു സൈക്കോതെറാപ്പി സെഷൻ എന്ന് പറയുന്നത് ഒരു 45 to 1 hour വരെ എടുക്കാം. പൊതുവെ 50 minutes എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഒരാഴ്ചയിൽ 3-4 പ്രാവശ്യം കാണേണ്ടി വരും, ഡിപ്പെൻഡിങ് അപ്പോൺ വാട്ട് പാത്തോളജി ദ പേഴ്സൺ ഹാസ്. അപ്പോൾ ഇനീഷ്യലി അടുപ്പിച്ച് സെഷൻസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ സ്പേസ് ചെയ്ത് പോകും. എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്നു എന്നുള്ളതനുസരിച്ചിട്ട് പാത്തോളജി എത്രത്തോളം സോൾവ് ചെയ്യപ്പെടുന്നു എന്നുള്ളതനുസരിച്ചിട്ട് തെറാപ്പീസ് അങ്ങനെയാണ് സ്പേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ എന്താ പറയാ, പിന്നെ അങ്ങനെയുള്ള ഫ്രീ അസോസിയേഷൻ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യല് ഇപ്പൊ കുറച്ചും കൂടിയൊക്കെ സൈക്കോ അനാലിസിസ് പോലുള്ള ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജീസ് ഒന്നും ഇപ്പോൾ അധികം ആൾക്കാർ ഉപയോഗിക്കുന്നില്ല. വളരെ കുറച്ച് ആൾക്കാരെ ട്രെയിൻഡ് ആയിട്ടുള്ളൂ സൈക്കോ അനാലിസിസ് ഒക്കെ ചെയ്യാൻ ഉള്ളതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള സാധനത്തിന് പകരം ഇപ്പൊ CBT ഒക്കെയാണ് കൂടുതലും ആൾക്കാർ യൂസ് ചെയ്യുന്നത്. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പീസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഇൻസൈറ്റ് ഓറിയന്റഡ് തെറാപ്പീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ കൂടുതലും യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പം അങ്ങനെ ഇത് കൂടാതെ കുട്ടികളിലുള്ള പാത്തോളജി എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. എല്ലാ പ്രസന്റേഷൻസും ഒരേപോലെ ഇരിക്കുന്നു. ഇപ്പൊ ആങ്സൈറ്റി ഡിസോർഡർ വന്നാലും ഡിപ്രഷൻ വന്നാലും എന്താ പറയാ ലേണിംഗ് ഡിസബിലിറ്റി ആണെങ്കിലും എല്ലാത്തിനും ഈ പറഞ്ഞ ഒരേപോലത്തെ സിംപ്റ്റമറ്റോളജീസ് ആയിരിക്കും പലതിനും. കുട്ടികളുടെ അതിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഭയങ്കര പാടുള്ളൊരു ഏരിയയാണ് ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സും ചൈൽഡ്ഹുഡ് തെറാപ്പീസും അത്രയും തന്നെ ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് തന്നെ അപ്പൊ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളത് ഇറ്റ് ബിക്കംസ് എ വെരി ഡിഫിക്കൽട്ട് തിങ്. അപ്പം ചൈൽഡ്ഹുഡ് ഏരിയയിലുണ്ടാവുന്ന ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജീസും അതിനനുസരിച്ച് കോംപ്ലിക്കേറ്റഡും അതിനനുസരിച്ചിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് പറയാനും പറ്റത്തില്ല കൃത്യമായിട്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറെ പ്രശ്നങ്ങൾ അതിനകത്ത് ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സിലും അങ്ങനെയുള്ള സാധനങ്ങളിലും ഒക്കെ ഉണ്ട്. അപ്പം ഈ പാത്തോളജീസ് എല്ലാം തന്നെ നമുക്ക് ഡിഫിക്കൽട്ടാണ്. അത് നമ്മളപ്പോ നല്ല ട്രെയിനിങ് ഉണ്ടെങ്കിൽ മാത്രമേ ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജീസ് ഒക്കെ അതിനനുസരിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതിനകത്തുള്ള കാര്യം. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ ഇപ്പൊ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന ബ്രീഫ് ഫോക്കൽ സൈക്കോ തെറാപ്പീസ് ആണ്. അതെല്ലാം റിസർച്ചിന്റെ ബേസിസിൽ ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള തെറാപ്യൂട്ടിക് സ്ട്രാറ്റജീസ് ആണ്. അപ്പൊ അതിനകത്ത് പൊതുവെ ഉണ്ടാവും ഒരു ബിഗിനിങ് ഫേസ് ഉണ്ടാവും, പിന്നെ ഒരു ആക്റ്റീവ് ഫേസ് ഉണ്ടാവും, പിന്നെ ഒരു ടെർമിനേഷൻ ഫേസ്. ഇങ്ങനെ 3 ഫേസുകളായിട്ടാണ് ഇതിനെ ഇതാവുന്നത്. എത്രയും പെട്ടെന്ന് പ്രോബ്ലംസ് റിസോൾവ് ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് പാത്തോളജി റിസോൾവ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഇന്റൻഷൻ. അപ്പൊ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജീസ്, അപ്പൊ അസസ്മെന്റ്, പ്രിപ്പറേഷൻ, നെഗോഷിയേഷൻ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ കാര്യങ്ങളൊക്കെ ഇനീഷ്യൽ ഫേസിൽ നടക്കും. ആക്റ്റീവ് ഫേസിൽ പാത്തോളജി അഡ്രസ് ചെയ്ത ശേഷം അതിനെ ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജീസ് അതിന് എന്താ പറയുക എക്സ്പോസ് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിന്റെ ഇവാലുവേഷനും അതിന്റെ മോണിറ്റർ ചെയ്ത് എങ്ങനെയാണ് അത് റിസോൾവ് ചെയ്യുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ച് ടെർമിനേഷൻ ഫേസും അങ്ങനെയുള്ള സാധനങ്ങളും. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഒരുവിധ എല്ലാ തെറാപ്പീസും ഇങ്ങനെ ഒരു 3 സ്റ്റേജിലായിട്ടാണ് ഇപ്പോൾ ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജീസ് പോകുന്നത്. അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജീസ് പോകും. ഒരുവിധം എല്ലാവരും ഒരേ രീതിയിലുള്ള ടെക്നിക്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം പെട്ടെന്ന് എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജിയാണ് ഇത്. എന്താണെന്ന് വെച്ചാൽ റിസർച്ച് തന്നെ പറയുന്നത് പലപ്പോഴും ഈ ഫോക്കൽ തെറാപ്പീസ് ഒക്കെ വളരെ എഫക്റ്റീവ് ആണ് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെയുള്ള തെറാപ്യൂട്ടിക് സ്ട്രാറ്റജീസിലേക്ക് മാറിക്കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. സോ ഗ്രൂപ്പ് തെറാപ്പീസിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യാത്തത് കൊണ്ട് പറയുന്നതാണ്. അപ്പൊ ആക്ച്വലി ഗ്രൂപ്പ് തെറാപ്പി എന്ന് പറയുന്നത് പല ആൾക്കാരും ഒരുമിച്ച് താമസിക്കുന്ന ഒരാളുടെ അപ്പൊ ഫാമിലി തെറാപ്പിയൊക്കെ ഗ്രൂപ്പിന്റെ അകത്ത് തന്നെ വരുന്ന സാധനങ്ങളാണ്. ഇത് കൂടാതെ മാരിറ്റൽ തെറാപ്പി, സെക്സ് തെറാപ്പി ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഒരേപോലത്തെ പാത്തോളജിയോ ഒരേപോലത്തെ പ്രശ്നങ്ങളോ ഉള്ള ആൾക്കാരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഗ്രൂപ്പ് തെറാപ്പീസ് എല്ലാം തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ കോമൺ പ്രോബ്ലം ആയതുകൊണ്ട് അവർ ഷെയർ ചെയ്യുകയും
ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് കുറേയും കൂടി വൺ തിങ് ഈസ് ദാറ്റ് ഗ്രൂപ്പ് തെറാപ്പിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കല്ല, നമുക്ക് നമ്മളെ പോലെ പല ആൾക്കാർക്കും ഇതേ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിലീഫും അതിന്റെ സപ്പോർട്ടും സാധനങ്ങളൊക്കെ അതാണ് ഈ ഗ്രൂപ്പ് തെറാപ്പിയിൽ കൂടുതലും യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാധനമുണ്ട്. അപ്പൊ ഗ്രൂപ്പ് തെറാപ്പീസ് എല്ലാം തന്നെ അപ്പൊ ഫാമിലി മെമ്പേഴ്സിന്റെ തെറാപ്പിയും ഫാമിലി തെറാപ്പിയും ഒക്കെ ബേസിക്കലി ഇങ്ങനെയുള്ള ഒരു പോസിബിലിറ്റിയെ ആണ് കൂടുതലും യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പൊ അത് അതിനകത്ത് കുറച്ച് സ്റ്റേജസ് ഉണ്ട്. അത് പ്രൊസീജിയറിൽ എന്താണെന്ന് വെച്ചാൽ സെലക്ഷൻ ഉണ്ട്. അപ്പൊ കുറെ രീതിയിലുള്ള പ്രോബ്ലംസ് ആയിരിക്കണം. കമ്പോസിഷൻ ഓഫ് ദ ഗ്രൂപ്പ് എങ്ങനെയായിരിക്കണം എന്നുള്ളത്, അത് ക്ലോസ്ഡ് ഗ്രൂപ്പ് ആണോ ഓപ്പൺ ഗ്രൂപ്പ് ആണോ, അത് ആൾക്കാർ വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഗ്രൂപ്പ് ആണോ, അതോ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ പോവാൻ പറ്റാത്ത ഗ്രൂപ്പുകളാണോ, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിട്ടാണ് ഈ ഗ്രൂപ്പ് തെറാപ്പീസ് ചെയ്യുന്നത്. അപ്പൊ പ്രിപ്പറേഷൻ ഓഫ് പേഷ്യൻസ്, ഡെവലപ്മെന്റ് ഓഫ് ദ ഗ്രൂപ്പ്, മെച്യൂർ വർക്കിംഗ് ഗ്രൂപ്പ് എങ്ങനെയാണ്, അപ്പം സപ്പോർട്ടീവ് റോളുണ്ട്, പല ഓരോരുത്തർക്കും ഓരോ റോളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ റോളൊക്കെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവ്രി വൺ ബെനിഫിറ്റ്സ് ഔട്ട് ഓഫ് ഈച്ച് അതേഴ്സ് പ്രോബ്ലംസ്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പ് തെറാപ്പിയിൽ കൂടുതലും യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ക്രൈസിസ് ഇന്റർവെൻഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. പലപ്പോഴും നമ്മളുടെ ലൈഫിൽ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു മേജർ സാധനമാണ് ഈ ക്രൈസിസ് എന്ന് പറയുന്നത്. ക്രൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു വകുപ്പുകളും ഇല്ലാതെ ആയിപ്പോയി നമ്മൾ ഒരു കുടുങ്ങിയ ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് ക്രൈസിസ് എന്ന് പറയുന്നത്. ആ ക്രൈസിസ് സിറ്റുവേഷൻസ് പലപ്പോഴും പല ആൾക്കാർക്കും പല രീതിയിൽ വരാം. ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാവാം, ദർ ഇസ് നോ എസ്കേപ്പ്, ദർ ഇസ് നോ അതർ വേ ഔട്ട് എന്നുള്ള ഒരു ഏരിയ വരുന്നത്. ഇപ്പം നാച്ചുറൽ കലാമിറ്റീസ് അടക്കമുള്ള സാധനങ്ങൾ, ഡിസാസ്റ്റർ പോലുള്ള സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാം ലീഡ്സ് ടു അൾട്ടിമേറ്റ്ലി ക്രൈസിസ്. ക്രൈസിസ് സിറ്റുവേഷനിൽ നമുക്ക് ഒരു റിസോഴ്സസും ഇല്ലാതെ നമ്മൾ അങ്ങോട്ടും നോക്കി നിൽക്കുക എന്ന ഒരവസ്ഥയാണ് നമ്മൾ ഈ ക്രൈസിസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫെയിലുവർ ടു കോപ്പ് ഈസ് ദ മേജർ ഇഷ്യൂ. അവിടെ ത്രെറ്റനിങ് സിറ്റുവേഷൻ, ലൈഫ് ത്രെറ്റനിങ് സിറ്റുവേഷൻസും അങ്ങനെയുള്ള സാധനങ്ങളുമാണ് അതിനകത്ത് ഉണ്ടാകുന്നത്. അപ്പം ആ സമയത്ത് എങ്ങനെ ഡീൽ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ ആണ് ക്രൈസിസ് ഇന്റർവെൻഷനിൽ പലപ്പോഴും നമ്മൾ പറയുന്നത്. ഇതൊക്കെ പൊതുവെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും തെറാപ്പിസ്റ്റും ഈ സോഷ്യൽ വർക്കേഴ്സും അങ്ങനെയുള്ള ഏരിയ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കൊക്കെ ഇതിനെ കുറിച്ചുള്ള ട്രെയിനിങ്, മിറ്റിഗേഷൻ അങ്ങനെയൊക്കെയുള്ള പല സാധനങ്ങളും ഈ ഒരു ക്രൈസിസ് ഇന്റർവെൻഷൻ സമയങ്ങളിൽ അവർ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഇപ്പൊ റിസോഴ്സസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുകയും ഐഡന്റിഫൈ ചെയ്യുകയും അതിനെ ട്രീറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്നത് ആണ് ക്രൈസിസ് ഇന്റർവെൻഷനിലുള്ള. സ്ലൈഡ് കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ, നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ? കാണുന്നില്ലേ സ്ലൈഡ്? Yes, sir, it's visible. ഓക്കെ ഫൈൻ. അപ്പോൾ ഇതാണ് ക്രൈസിസ് ഇന്റർവെൻഷന്റെ അപ്പോൾ പൊതുവെ ചെയ്യുന്നത് നമ്മളുടെ റിസോഴ്സസ് മൊബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സപ്പോർട്ടീവ് സിസ്റ്റം ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതും ക്രൈസിസ് ഇന്റർവെൻഷന്റെ ഒരു മേജർ സാധനമാണ്. കുറച്ച് കൂടുതൽ പറയണമെങ്കിൽ ഒരുപാട് സാധനങ്ങൾ പറയാനുണ്ട്, പക്ഷെ അത് ഇതിനുള്ള സമയം നമുക്ക് ഇല്ല. ഓക്കെ, ശരി. നെക്സ്റ്റ് ഈസ് ദാറ്റ് നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, അതാണ് തോന്നുന്നില്ലേ, അത് സ്റ്റക്ക് ആയി പോയെന്നുണ്ട് അല്ലേ? ഇല്ല സാർ, ക്രൈസിസ് ഇന്റർവെൻഷൻ ആണല്ലോ സ്ലൈഡ് ഇപ്പോൾ ഉള്ളത്. അല്ല, അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്ലൈഡാ പറഞ്ഞു. ഓക്കെ, നോക്കാം. ശരണ്യ മേഡത്തിന്റെ കണക്ഷൻ പോയതാണോ? അവിടെയാണ് പ്രശ്നം പറ്റിയത്. അപ്പൊ പൊതുവെ ഈ ക്രൈസിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനകത്ത് ഇപ്പം ഇഷ്യൂ ഉണ്ടാവുമ്പോൾ നമുക്ക് പൊതുവെ നമ്മൾക്ക് റിസോഴ്സസ് ഇല്ലാതാവുമ്പോൾ നമ്മൾ വി വിൽ ഗോ ബാക്ക് ടു അവർ ഏർലിയർ സ്റ്റേജസ് വേർ നമ്മൾ കുട്ടിക്കാലത്തിലേക്കൊക്കെ റിഗ്രസ് ചെയ്ത് പോകാനുള്ള നമ്മളുടെ പെരുമാറ്റങ്ങളൊക്കെ പലപ്പോഴും ഈ റിഫൈൻമെന്റ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഏജ് വൈസ് വരുന്ന സാധനമാണ്. അപ്പൊ നമുക്ക് പ്രായം കൂടുന്തോറും നമ്മുടെ റിഫൈൻഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് വരും, സോഷ്യലി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഒക്കെ നമുക്കുണ്ടാവും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ക്രൈസിസ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ റിഗ്രസ് ചെയ്യും, നമ്മുടെ പല സാധനങ്ങളും
പഴയ കാല പെരുമാറ്റങ്ങളിലേക്ക് പോകും. അപ്പോൾ ഞാൻ പണ്ട് വളരെ ചൂടനും ഒക്കെ ആയിരുന്ന ഒരു മനുഷ്യനായിരുന്നുവെങ്കിൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഞാൻ സോഷ്യൽ ഇന്ററാക്ഷൻ വഴി വളരെ റിഫൈൻഡ് ആയി പോയെങ്കിൽ വെൻ എ ക്രൈസിസ് ഹിറ്റ്സ് മീ ഞാൻ ഐ വിൽ റിഗ്രസ് ബാക്ക് ടു മൈ ഓൾഡർ ബിഹേവിയേഴ്സ്. അപ്പോൾ നമ്മളുടെ തനി സ്വരൂപം നമ്മൾ കാണിക്കും എന്നൊക്കെയുള്ള അങ്ങനെയുള്ള ഒരു ലെവലിലേക്ക് നമ്മളത് പോകും എന്നുള്ളതാണ് അതിനകത്തുള്ള ഇപ്പൊ റിഗ്രഷന്റെ ഒക്കെ ബേസിക് ആയിട്ടുള്ള പ്രശ്നം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആക്ച്വലി അത് ഇറ്റ് ഡസൻ ഹെൽപ്പ് യു ഇൻ എനിവേ, പക്ഷെ അത് ഇൻഫാക്ട് അതൊരു ഹാമ്പറിങ് സാധനമായി മാറുകയൊക്കെ ചെയ്യും. അപ്പോൾ പലപ്പോഴും ക്രൈസിസ് സിറ്റുവേഷൻസ് വരുമ്പോൾ അതാണ് നമ്മളെ നമുക്കുള്ള സപ്പോർട്ട് സിസ്റ്റം കൂടി പോകാനുള്ള ഒരു സാധ്യതയും കൂടി അതിനകത്ത് കാണുന്നത് അതുകൊണ്ടൊക്കെയാണ്. അപ്പം ഈ മിറ്റിഗേഷനും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വഴി നമ്മൾ പലപ്പോഴും ഈ ഒരു സപ്പോർട്ട് സിസ്റ്റം കൃത്യമായിട്ട് ബിൽഡപ്പ് ചെയ്യുകയും അത് കഴിഞ്ഞ് നമ്മൾ എന്താ പറയാ അതിനെ വഴി നമ്മൾ ആ ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജീസ് വൃത്തിയാക്കുകയൊക്കെ ചെയ്യും. ഞാനിത് സ്ലൈഡ് ഒന്ന് ജസ്റ്റ് മിനിറ്റ് ഒന്ന് കണക്ട് ചെയ്യാണ്. ആയിക്കോട്ടെ. എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? സംശയങ്ങൾ വല്ലതും ഉണ്ടോ? ഇപ്പൊ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല, എല്ലാവരും പേടിച്ചിരിക്കുന്നു. അല്ല, ടോപ്പിക് കുറച്ച് കടുപ്പായതുകൊണ്ടായിരിക്കാം. ഒരു കടുപ്പമുള്ള ഒരു ചായ കുടിച്ച പോലെ ഫീലിംഗ് ആണ് എനിക്ക് തോന്നുന്നു. ശരി. അല്ലെ, ബേസിക്കലി ഒന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തോട്ട് പ്രോസസ്സിൽ ഉണ്ടാവുന്ന ഇഷ്യൂസ് ആണ്. ആദ്യമേ ഒന്നുമില്ലേ? അപ്പം എല്ലാം മനസ്സിന്റെ കളികളാണ്. അപ്പൊ അതുകൊണ്ട് മനസ്സിൽ ഉണ്ടാവുന്ന ഇഷ്യൂസിനെയാണ് നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് കൂടുതലും ഡെപ്പിക്ട് ചെയ്യാൻ നോക്കിയിട്ടുള്ളതും. അപ്പൊ ആ തോട്ട് പ്രോസസ്സിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങളെ നമ്മൾ മനസ്സിലാക്കുകയും അത് ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ അത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ നമുക്ക് എന്താണ് എവിടെയാണ് നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് പോയതെന്നൊക്കെ അറിയാൻ പറ്റും. ആ ഡീവിയേറ്റ് ചെയ്ത് പോയത് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടിയൊക്കെ കൃത്യമായിട്ട് തിരിച്ചു വരാനുള്ള വഴികളും നമുക്ക് മനസ്സിലാവും. ഇത് ഒരു വലിയ കാടിനുള്ളിലേക്ക് കയറി പോകുന്ന പോലെയാണ്. പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വരാനുള്ള വഴിയാണ്. എല്ലാം ഒരേപോലെയുള്ള മരങ്ങളും വലിയ വലിയ മരങ്ങളും ഒക്കെ ആവുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലോസ്റ്റ് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇറ്റ്സ് എ ജംഗിൾ. അപ്പൊ ആ ജംഗിളിനകത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ട് തിരിച്ചു വരാനുള്ള വഴികൾ ആണ് പലപ്പോഴും ലോസ്റ്റ് ആയി പോകുന്നത്. അപ്പൊ അതിന് നമ്മൾ ഒരു ക്ലാരിറ്റി ഉണ്ടാവണമെങ്കിൽ നമ്മൾ നേരത്തെ കൂട്ടി ഓരോ ഇടത്ത് ഓരോ ആങ്കർ ഇട്ട് വെച്ചിട്ട് വേണം നമ്മൾ അതിനകത്ത് കയറാനും തിരിച്ചു വരാനും എന്നുള്ളതാണ് ഇതിനകത്തുള്ളത്. ഇത്രയൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും പലപ്പോഴും അവരും ജംഗിളിൽ ലോസ്റ്റ് ആയി പോകാനൊക്കെയുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പം അവർക്ക് കുറച്ചും കൂടി കൃത്യമായിട്ട് കൊണ്ടുവരാൻ പറ്റും. അതാണ് ഈ പലപ്പോഴും ഈ തെറാപ്പിസ്റ്റുകൾക്കും ട്രെയിനിങ് കിട്ടിയ ആൾക്കാരും അതുകൊണ്ടാണ് കുറച്ചും കൂടി ഒരു അഡ്വാൻറ്റേജിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് പോകണം എന്ന് പറയുന്നതിൻ്റെയും ഒരു മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. കോഗ്നിറ്റീവ് ആൻഡ് ബിഹേവിയർ തെറാപ്പീസ് ഇതിനു മുമ്പ് എന്തായിരുന്നു? ക്രൈസിസ് ഇന്റർവെൻഷൻ കഴിഞ്ഞല്ലോ അല്ലെ? ഒന്ന് സൈഡ് ക്രൈസിസ് ഇന്റർവെൻഷൻ. ഓക്കെ. അപ്പൊ കോഗ്നിറ്റീവ് ആൻഡ് ബിഹേവിയർ തെറാപ്പീസ് ആണ് ഇപ്പോൾ ഏറ്റവും ചൂടപ്പം പോലെ വിറ്റ് പോകുന്ന ഒരു തെറാപ്യൂട്ടിക് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതിനകത്ത് ബേസിക്കലി നമ്മുടെ തോട്ട് പ്രോസസ്സിൽ ഉണ്ടാവുന്ന എറേഴ്സ്, കോഗ്നിറ്റീവ് എറേഴ്സ് എന്നാണ് അതിനകത്ത് പറയുന്നത്. കോഗ്നിറ്റീവ് എറേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതയും, അതായത് ഇപ്പൊ ഞാനൊരു കറുത്ത മനുഷ്യനാണെങ്കിൽ എന്നെ കുട്ടിക്കാലത്ത് തന്നെ ആൾക്കാർ പറയും കറമ്പൻ വരുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ ഉള്ളിൽ എന്നെ കുറിച്ചുള്ള ഒരു സെൽഫ് കൺസെപ്റ്റ് എന്ന് പറയുന്ന തന്നെ സാധനത്തിന്റെ അതൊരു ഒരു ഒരു സീഡാണ് പാകുന്നത്. ആ സീഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കറുപ്പ് ഇഷ്ടമല്ല എന്നുള്ളതാണ് അതിനകത്ത് വരുന്ന ഒരു സാധനം. ഇതില് പിന്നെ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു എന്താ പറയുക അക്സെപ്റ്റൻസ് പഴയ പോലെ ബാക്കിയുള്ളവർക്ക് കിട്ടുന്ന അക്സെപ്റ്റൻസ് കിട്ടാണ്ടായാൽ ഈ സീഡിനെ ഉള്ള അതൊരു നർച്ചറിങ് സാധനമായി മാറും. അപ്പൊ അങ്ങനെ അതൊരു വളർന്ന് ഒരു പടുവൃക്ഷമായി മാറുകയും അതുകൊണ്ട് തന്നെ എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ വൃക്ഷത്തെ മുറിച്ചു മാറ്റുക എന്ന് പറയുന്നത്
അതൊരു കൊഗ്നിറ്റീവ് എററായി മാറും. അത് നമ്മളുടെ തോട്ട് പ്രോസസ്സിൽ ഒരു എററായി മാറുകയും ആ എററിനെ നമ്മൾ പിന്നെ മാറ്റാതെ എന്ന് പറയുന്നത് ഒരു വലിയൊരു ഹെർക്കൂലിയൻ ടാസ്കായി മാറുകയും ചെയ്യും. ഈ ചെറിയ ചെടിയൊക്കെ ആണെങ്കിൽ പറിച്ചു കളയാം. മറ്റേതാവുമ്പോൾ എന്തൊക്കെ വലിയ വലിയ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് മുറിച്ചു കഴിഞ്ഞാൽ ഈ കട്ടറൊക്കെ കൊണ്ടുവന്ന് മുറിക്കേണ്ടി വരും എന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്നതാണ്. അതേപോലെയാണ് നമ്മുടെ കോഗ്നിറ്റീവ് തോട്ട് പ്രോസസ്സിൽ ഉണ്ടാകുന്ന ഓരോ ചെറിയ ചെറിയ എറേഴ്സും അതൊരു വലിയൊരു കൺസെപ്റ്റ് ആവുകയും അതൊരു ബിലീഫ് ആവുകയൊക്കെ ചെയ്യും. ബിലീഫ് സിസ്റ്റത്തിലേക്ക് കയറി കളിക്കാൻ തുടങ്ങും. അപ്പൊ ഈ ഇങ്ങനെയുള്ള കുറെ നെഗറ്റീവ് സാധനങ്ങൾ കുറെ കോർ ബിലീഫിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ അച്ചീവ്മെന്റ്സ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിനെ കാണാതിരിക്കുകയും നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു മോശമായ അഭിപ്രായം ഉണ്ടാവുകയും ഈ മോശമായ അഭിപ്രായം നമ്മളുടെ എല്ലാ വാക്സിലും നമ്മളുടെ പെരുമാറ്റത്തിലും നമുക്ക് ബാക്കിയുള്ളവരോടുള്ള അപ്രോച്ചിലും എല്ലാത്തിലും അത് റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യും. ഇതാണ് ഈ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയിൽ പൊതുവെ സിസ്റ്റമാറ്റിക് ആയിട്ട് അതിനെ അഡ്രസ് ചെയ്ത് അതിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. ആൻഡ് ഇറ്റ് ഈസ് ക്വൈറ്റ് എഫക്റ്റീവ് ഓൾസോ. അപ്പം ഈ ഡെലൂഷൻസ് പോലുള്ള സാധനങ്ങൾ പോലും ഇത് ഈ CBT വെച്ചിട്ട് നമുക്ക് പലപ്പോഴും കുറെയൊക്കെ സെറ്റിൽ ചെയ്യിപ്പിക്കാൻ പറ്റാറുണ്ട്. പക്ഷെ ഡെലൂഷൻസ് മുഴുവൻ പോകില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിലീഫ് സിസ്റ്റം അതിൽ കയറി കളിക്കുക എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. അത് പലപ്പോഴും മൈൻഡ് ക്യാൻ പ്ലേ മെനി ഗെയിംസ് എന്നുള്ളതാണ്. അപ്പൊ മനസ്സിന് പല രീതിയിൽ പല സാധനങ്ങളും നമ്മുടെ ഉള്ളിൽ വന്ന് പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് പോവാൻ വലിയ പാടാണ്. ഈ വൈറസ് ഇൻഫെക്റ്റഡ് ആയ മാതിരിയാണ്. നമ്മൾ ആന്റി വൈറസ് ഒക്കെ ഇട്ടാലും പലപ്പോഴും ആ വൈറസുകൾ വേറെ ഏതെങ്കിലും പൊസിഷനിൽ പോയി വേറെ ഏതെങ്കിലും പേരിലിരിക്കും എന്നുള്ള പറഞ്ഞ പോലെ തന്നെ ഈ പലപ്പോഴും ബിലീഫ് സിസ്റ്റത്തിൽ വരുന്ന സാധനങ്ങൾ പലപ്പോഴും എൻകാപ്സുലേറ്റഡ് ആയിട്ടിരിക്കുകയും പിന്നെ അത് പിന്നെയും പൊട്ടി വല്ല ക്ഷീണമൊക്കെ വരുമ്പോൾ പിന്നെയും അത് പുറത്തേക്ക് വരികയും ചെയ്യും. TB ട്യൂബർക്കൽ ബാസിലസ് എന്ന് പറഞ്ഞ സാധനം, TB ചുമ ഉണ്ടാവുന്ന ഒരു സാധനം ഉണ്ടല്ലോ TB എന്ന് പറയുന്നത്. ഈ TBയുടെ വൈറസുകൾ അതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡിയുടെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡിക്ക് ഇന്നേറ്റ് ഡിഫൻസ് മെക്കാനിസം ഉള്ളതുകൊണ്ട് അത് ഈ കാൽഷ്യം വെച്ച് TBയുടെ സെൽസിനെ എൻകാപ്സുലേറ്റ് ചെയ്യും. അപ്പോൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇപ്പം ഡൽഹിയിലും അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. ഈ എക്സ്റേ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ചെസ്റ്റിലൊക്കെ കുറെ കുത്തുകൾ കാണാം. അത് ഈ TB സെൽസിനെ എന്താ പറയാ എൻകാപ്സുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ വയസ്സായി കഴിയുമ്പോൾ ഈ കാൽഷ്യത്തിന്റെ ഡെഫിസിറ്റ് ഒക്കെ വരുമ്പോൾ ഈ ബോഡി തപ്പും എവിടെയൊക്കെയാണ് നമുക്ക് കാൽഷ്യം കിടക്കണമെന്നൊക്കെ നോക്കും. അപ്പൊ കിടക്കുന്ന നോക്കുമ്പോൾ പലപ്പോഴും ഈ TB സെല്ലുകളെ എൻകാപ്സുലേറ്റ് ചെയ്തിരുന്ന കാൽഷ്യം ഒക്കെ എടുത്ത് കൊണ്ടുപോകും ആവശ്യം വരുമ്പോൾ. അപ്പൊ എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ അതുവരെ ഇല്ലാത്ത കുറെ അസുഖങ്ങളൊക്കെ കൂടി ഒരുമിച്ച് വരും. ഈ TB ആക്റ്റീവ് ആവുകയും ചെയ്യും. അങ്ങനെ ആള് ഈവൻ പെരിഷ് ചെയ്തു പോകും, ആള് മരിച്ചു പോകും. അങ്ങനെ ഉള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. അതേപോലെയാണ് നമ്മുടെ തോട്ട് പ്രോസസ്സിലും പല സാധനങ്ങളും ചില ബിലീഫ് സിസ്റ്റത്തിനെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ പലപ്പോഴും എൻകാപ്സുലേറ്റഡ് ആയിട്ട് പോവുകയുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്ഷീണവും സങ്കടവും അങ്ങനെയുള്ള പല ഇമോഷൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഇതെല്ലാം കൂടി പുറത്തേക്ക് വരത്തില്ല. അതാണ് ഈ മാനസിക രോഗത്തിന്റെ ഒരു മേജർ പ്രശ്നവും അത് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ അപ്പോൾ കുട്ടിക്കാലം മുതലേ നമ്മൾ കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മളുടെ സെൽഫ് കൺസെപ്റ്റിനെയും സെൽഫ് റിഗാർഡിനെയും ഒക്കെ ബാധിക്കും, സെൽഫ് എസ്റ്റീമിനെയും ഒക്കെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സാധനങ്ങളെല്ലാം നമ്മുടെ ഉള്ളിലെല്ലാം പല സാധനങ്ങളും വൈറസുകളും കയറിപ്പെട്ടിട്ടുണ്ട്. ഈ തോട്ട് പ്രോസസ്സ് അപ്പൊ CBTയിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ തോട്ട് പ്രോസസ്സുകളെ ഐഡന്റിഫൈ ചെയ്യുകയും അതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ബിഹേവിയർ തെറാപ്പി വഴിയും റീഇൻഫോഴ്സ്മെന്റും പല സാധനങ്ങളും വെച്ച് നമ്മൾ അതിനെ ഒതുക്കി എടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജിയാണ് CBT. ആൻഡ് ഇറ്റ് ഈസ് ക്വൈറ്റ് എഫക്റ്റീവ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് വൈഡ്ലി ഇൻ മെനി ഏരിയാസ് ഓൾസോ. അപ്പം അത് തന്നെ ഇതിൽ പലപ്പോഴും ഈ കോഗ്നിറ്റീവ് സ്ട്രാറ്റജീസ് ഒക്കെ പല സാധനങ്ങൾ ഇപ്പൊ പുതിയ വേവ്, അതായത് ഇപ്പോൾ CBTയുടെ പുതിയ വേവിലൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഈസ്റ്റേൺ ഫിലോസഫിയുടെ സാധനങ്ങളൊക്കെയാണ്. ബുദ്ധിസ്റ്റ് മറ്റേ തോട്ട് പ്രോസസ്സും അങ്ങനെയുള്ള സാധനങ്ങളും ഈസ്റ്റേൺ ഫിലോസഫിയും ഇൻക്ലൂഡ് ചെയ്തിട്ടൊക്കെയാണ് CBT വന്നിട്ടുള്ളത്. അത് ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ ഫോർ അപ്പൊ ഈ മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് പ്രാക്ടീസസ് എന്നൊക്കെ പറയുന്നതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റേൺ ഫിലോസഫി എന്ന് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറെ ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജീസ് ആക്ച്വലി കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി അതിനാണ് ഇത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജിയാണ് ഈ CBT പോലുള്ള സാധനങ്ങൾ. ആക്സെപ്റ്റൻസ് കമ്മിറ്റ്മെന്റ് തെറാപ്പി, നമ്മുടെ
ഭഗവത്ഗീതയിലൊക്കെ പറഞ്ഞിട്ടുള്ള പല സാധനങ്ങളൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് പല ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജീസും ഇപ്പൊ പുതിയ സാധനങ്ങളിലൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈസ്റ്റിന്റെ സിഗ്നിഫിക്കൻസിനെ കുറിച്ചും കൂടി അവര് മറ്റേ ഈ വെസ്റ്റ് ഇപ്പം അക്നോളജ് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു പോസിറ്റീവ് ആസ്പെക്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്ലൈഡ്. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ ആക്ച്വലി കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഒരു എല്ലാം കൂടി ചേർത്തൊരു സംക്ഷിപ്തമായിട്ട് പറയാമെന്ന് ഉദ്ദേശിക്കുന്നു. നെക്സ്റ്റ് സ്ലൈഡ്. അപ്പം കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേം സാധനമാണ്. ഷോർട്ട് ടേം സാധനം ആൻഡ് ദാറ്റ് ടു വലിയ ഹാംഫുൾ ആയിട്ടുള്ള സാധനങ്ങളെ ഒന്നും നമ്മൾ ഡീൽ ചെയ്യുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസിനെ നമ്മൾ എടുക്കുന്നു. ആ ഇഷ്യൂസിൽ തന്നെ പല ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഒരെണ്ണത്തിനെ ടാർഗറ്റ് ചെയ്യുന്നു, നമ്മൾ അതിനെ സെറ്റിൽ ചെയ്യാൻ നോക്കുന്നു. വൺ അറ്റ് എ ടൈം എന്നുള്ള രീതിയിലാണ് പലപ്പോഴും പോകുന്നത്. അതുമല്ല, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം പല കാര്യങ്ങളെയും ഒരു മേജർ പ്രോബ്ലം സോൾവ് ചെയ്താൽ ബാക്കിയുള്ള കുറെ സാധനങ്ങൾ അതുമായിട്ട് അലൈഡ് ആയിട്ടുള്ള കുറെ സാധനങ്ങൾ സോൾവ് ആയി പോരും എന്നുള്ളത് കൊണ്ട് അങ്ങനെയുള്ള സാധനം ആ ഒരു പ്രോബ്ലത്തിനെ ആയിരിക്കും ടാർഗറ്റ് ചെയ്യുന്നതും സോൾവ് ചെയ്യുന്നതും. അതിന് പല സൊല്യൂഷൻസും കൊടുക്കും. ആൻഡ് പല സൊല്യൂഷൻസ് കൊടുത്തു കഴിയുമ്പോഴും ബെസ്റ്റ് among the solution is accepted by both of them comes into a consensus. രണ്ടുപേരും ഒരുമിച്ച് ഒരെണ്ണം ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കുകയും അത് ക്ലയന്റ് പോയി അത് ചെയ്തു നോക്കുകയും അതിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് കൊടുക്കുകയും ചെയ്യും. അപ്പൊ ആക്ച്വലി ഇംപ്ലിമെന്റേഷൻ പാർട്ടിൽ കൗൺസിലറിന് ഒരു ഇൻവോൾവ്മെന്റും ഇല്ല. ആക്ച്വലി അത് മുഴുവൻ ചെയ്യുന്നത് ക്ലയന്റ് തന്നെയായിരിക്കും. അതിന്റെ ക്ലയന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് അത് വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളതും അതിന്റെ ഇമ്പാക്ട് എന്താണെന്നുള്ളത് ഫോളോ അപ്പ് സെഷനിൽ വേണമെങ്കിൽ അറിയിക്കാം എന്നുള്ളത് മാത്രം. അപ്പോൾ ഇറ്റ് ഈസ് ബേസിക്കലി ഒരു 3 സെഷൻസോ 3 to 5 സെഷൻസിൽ ഒതുങ്ങുന്ന ഒരു തരത്തിലുള്ള ഒരു ഹെൽപ്പാണ്, ഒരു സൈക്കോളജിക്കൽ ഹെൽപ്പാണ് ആക്ച്വലി കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ലോങ് ടേം പ്രോസസ് ഒന്നും തന്നെ ഇല്ല. ലോങ് ടേം ആയിട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം ആൻഡ് യു ആർ നോട്ട് ഹെൽപ്പിംഗ് ദ അതർ പേഴ്സൺ എന്നുള്ളതാണ്. അപ്പൊ അത് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതോറും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വേസ്റ്റ് ഓഫ് എനർജിയാണ്, വേസ്റ്റ് ഓഫ് ടൈമാണ്, ആൻഡ് ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ്. മോസ്റ്റ് പ്രോബബ്ലി ദ പേഴ്സൺ ഹാസ് ബിക്കം ഡിപ്പെൻഡന്റ് ഓൺ യു എന്നുള്ളതൊക്കെയാണ് അതിനകത്ത് വരുന്ന ഒരു സാധനം. അപ്പൊ ഇൻഡിപെൻഡന്റ് ആക്കുക എന്നുള്ളതാണ് ഈ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ്സിന്റെ എല്ലാത്തിന്റെയും ഒരു മേജർ എന്താ പറയാ ഗോൾ എന്ന് പറയുന്നത്. അപ്പൊ അത് അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള കാര്യം. Typically deals with present issues that are easily resolved on the conscious level, whereas psychotherapy intensively and extensively examines a person's psychological history. അത് ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് സൈക്കോതെറാപ്പി എന്ന് പറയുന്നത്. അത് അകത്ത് ആഴത്തിൽ ഇറങ്ങി ചെന്ന് എവിടെയൊക്കെയാണ് കുഴപ്പങ്ങൾ ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കി അതിനെ ടാർഗറ്റ് ചെയ്യുന്ന സാധനമാണ് സൈക്കോതെറാപ്പി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജിയിലും അങ്ങനെ തന്നെയാണ്. അത് കൂടെ നിന്ന് ട്രീറ്റ്മെന്റ് നടത്തി അതിന്റെ ഓരോ സൊല്യൂഷൻസിനെയും ഇംപ്ലിമെന്റ് ചെയ്ത് അതിൽ എവിടെയാണ് കുറവുള്ളതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് സപ്പോർട്ട് സിസ്റ്റം കൊടുത്ത് അയാളുടെ എക്സിസ്റ്റിംഗ് ഡിഫൻസ് മെക്കാനിസംസിനെ സ്ട്രോങ് ആക്കിയിട്ട് ആൾക്ക് എന്താ പറയാ ഡീൽ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരു കൈപിടിച്ച് ഉള്ള യാത്രയാണ് ആക്ച്വലി സൈക്കോതെറാപ്പി എന്ന് പറയുന്നത്. കൗൺസിലിംഗ് എന്ന് പറയുന്നത് തൽക്കാലം തട്ടി നമ്മൾ യു ആർ ഡൂയിങ് ഇറ്റ് പ്രോപ്പർലി എന്നുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ കൗൺസിലിംഗ് ഈസ് മോർ കൺസേൺ വിത്ത് പ്രാക്ടിക്കൽ ഓർ ഇമ്മീഡിയറ്റ് ഇഷ്യൂസ് ആൻഡ് ഔട്ട്കംസ് വിത്ത് വൈൽ സൈക്കോതെറാപ്പി ഈസ് ഫോക്കസ്ഡ് ഓൺ ഹെൽപ്പിംഗ് പേഴ്സൺസ് അണ്ടർസ്റ്റാൻഡിങ് ഹിസ് ഓർ ഹെർ ലൈഫ് ഇൻ എ പ്രൊഫൗണ്ട് ആൻഡ് റിഫ്ലക്റ്റീവ് മാനർ. അപ്പോൾ അത് ഇൻസൈറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള കുറേയും കൂടി അപഗ്രഥിച്ച് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതിനകത്തുള്ള കാര്യം. എവിടെയൊക്കെ എറേഴ്സ് പറ്റിയിട്ടുള്ളത്, ആ എറേഴ്സ് എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്, അത് അഡ്രസ്സ് ചെയ്യുമ്പോൾ തകർന്നു തരിപ്പണമാവാതിരിക്കാനുള്ള സപ്പോർട്ടും കൂടി കൊടുത്തിട്ടാണ് അങ്ങനെയാണ് സൈക്കോതെറാപ്പി പോകുന്നത്. കൗൺസിലിംഗ് നോർമലി ഹെൽപ്സ് എ ക്ലയന്റ് പ്രോസസ് പവർഫുൾ ഇമോഷൻസ് സച്ച് ആസ് ഗ്രീഫ് ആൻഡ് anger, ഡീൽ വിത്ത് ഇമ്മീഡിയറ്റ് കോസസ് ഓഫ് സ്ട്രെസ്സസ് ആൻഡ് ആങ്സൈറ്റി. അതാണ് ഇപ്പോഴുള്ള കാര്യങ്ങളെയാണ് അറ്റ് ഹാൻഡ്, ഇമ്മീഡിയറ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ അവിടെ കൗൺസിലിംഗ് ചെയ്യുന്നത്. ക്ലാരിഫൈ വാല്യൂസ് ആൻഡ് ഐഡന്റിഫൈ ഓപ്ഷൻസ് വെൻ
making important personal or professional decisions, manage conflicts within relationship, develop better interpersonal and communication skills. അപ്പൊ ഇങ്ങനെയുള്ള വളരെ എന്താ പറയാ ഇമ്മീഡിയറ്റ് ആയിട്ട് റിസൾട്ട്സ് കിട്ടുന്ന ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രോബ്ലംസിനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് കൗൺസിലിംഗിൽ. നെക്സ്റ്റ് സ്ലൈഡ്. Psychotherapy is an evolutionary process that helps the person to look at long-standing attitudes, thoughts, behaviors that have resulted in the current quality of one's life and relationship. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഹിസ്റ്റോറിക്കലി ഉള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ കൗൺസിലിംഗിൽ ഹിസ്റ്ററി ഒക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാലത്തെ ഹിസ്റ്ററി ഒക്കെ എടുക്കേണ്ട ഒരു കാര്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡീലിംഗ് വിത്ത് ദ പ്രസന്റ് പ്രോബ്ലംസ് ആൻഡ് സംതിങ് വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദാറ്റ്. ആ തോട്ട് പ്രോസസ്സ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. വേറാസ് ഇൻ സൈക്കോതെറാപ്പി യു ഗോ ഇൻ ടു ദ ഡെപ്ത്സ് ആൻഡ് യു സീ വാട്ട് എക്സാക്ട്ലി വെയർ ദ ഇഷ്യൂ ഈസ്. അപ്പൊ കുട്ടിക്കാലം മുതലുള്ള പല സാധനങ്ങളും നമുക്ക് ഇവിടെ സൈക്കോതെറാപ്പിയിൽ ആവശ്യം വരും. അപ്പൊ ഹിസ്റ്ററിയും അത്രയും ഇൻഡെപ്ത് ആയിട്ടുള്ള ഹിസ്റ്ററി എടുക്കേണ്ടി വരും. പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യേണ്ടി വരും. പലപ്പോഴും ഈ പറഞ്ഞ മാതിരി സെൻസിറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട്സും അതിനകത്ത് വരും എന്നുള്ളതാണ്. അപ്പൊ അതിനെ ഡീൽ ചെയ്യാനൊക്കെയുള്ള കേപ്പബിലിറ്റി പലപ്പോഴും ഈ കൗൺസിലേഴ്സ് തെറാപ്പി ചെയ്യുമ്പോൾ പലപ്പോഴും അങ്ങനെ ഉണ്ടാവാറില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ലാണ്ട് വരുമ്പോൾ ദാറ്റ് ഇറ്റ് സെൽഫ് കോസസ് ഗ്രേറ്റ് ഹാം ദാൻ ഗുഡ് എന്നുള്ളതാണ് അതിനകത്തുള്ള കാര്യം. ഇപ്പൊ കൗൺസിലിംഗ് ചെയ്യുന്ന ആൾക്കാർ അത്രേ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആൾക്കാർ ആക്ച്വലി തെറാപ്പി ചെയ്യാൻ പോയാൽ അവർക്ക് കൂടുതൽ അവർക്ക് ഹാമാണ് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് റെഫർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ദാറ്റ് ദേ ആർ ഡൂയിങ് ഇറ്റ് ജസ്റ്റിസ് ഫോർ ദ ക്ലയൻസ് ഹു ഹാവ് കം. It goes much deeper into the uncover the roots cause of problem, resulting in more dramatic changes in perspective regarding oneself, one's life experience and the world in general. അപ്പോൾ പൊതുവെ എല്ലാ ആസ്പെക്ട്സും ഈ സൈക്കോതെറാപ്പി ടച്ച് ചെയ്യും എന്നുള്ളതാണ് അതിനകത്തുള്ള കാര്യം. Psychotherapy aims at empowering the individual by freeing him or her from the grip of unconscious triggers or impulses through increased self-awareness. അപ്പൊ നമുക്ക് നമ്മളെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവാനും അത് വളരെയധികം സഹായിക്കും. അത് ഈ ഒരു സെൽഫ് അവയർനെസ് ആക്ച്വലി എന്താ പറയാ നമ്മുടെ കൗൺസിലിങ്ങിലും ഉണ്ട്. പക്ഷേ ഇത്രയും ഇൻഡെപ്ത് ആയിട്ടുള്ള സാധനങ്ങളിലില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ സെൽഫ് അവയർനെസ്സും സെൽഫ് റെസ്പെക്റ്റും അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കൗൺസിലിങ്ങിലും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സാധനങ്ങളോ അപ്പൊ എത്രത്തോളം ഇൻഡെപ്ത് ആയിട്ട് പോകുന്നു എന്നുള്ളതനുസരിച്ചിട്ട് ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ആൾക്ക് അയാളെ കുറിച്ച് തന്നെ കിട്ടും എന്നുള്ളതാണ്. അയാളെ കുറിച്ച് കിട്ടിയോണ്ട് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ആൾക്ക് അത് ഹാൻഡിൽ ചെയ്യാനും കൂടിയുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാവണം. നമുക്ക് കുറെ പോസിറ്റീവ് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിനെ എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്യാനും അതിൽ നിന്ന് നമ്മൾ ഇൻസൈറ്റ്സ് ഉണ്ടാക്കിയിട്ട് അതിനെ ബെറ്റർ യൂട്ടിലൈസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാക്കുകയാണ് സൈക്കോതെറാപ്പിയിൽ ചെയ്യുന്നത്. അപ്പോൾ സൈക്കോതെറാപ്പി ഈസ് എവല്യൂഷണറി. അപ്പൊ അത്രേ ഉള്ളൂ കാര്യം. അപ്പൊ നേരത്തെ പറഞ്ഞത് തന്നെയായിരുന്നു. ഓക്കെ, ഫൈൻ. ഒരുവിധം ഒരുപാട് കാര്യങ്ങളായി പോയതുകൊണ്ട് സ്ലൈഡ് കൂടിപ്പോയോ എന്നൊക്കെ ഒരു സംശയമുണ്ട്. പക്ഷെ എന്നാലും ഒരുവിധം എല്ലാം പറയാൻ പറ്റി എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ. അതെ സാർ, എനിക്ക് തോന്നുന്നൊരു കടല പോലുള്ള ഒരു വാസ്റ്റ് സബ്ജക്റ്റ് ആണ് തെറാപ്പി, ഹോളിസ്റ്റിക് തെറാപ്പി എല്ലാം സാർ വളരെ ലളിതമായി പറഞ്ഞു തന്നു. എനിക്ക് തോന്നുന്നത് നേരത്തെ സാറ് തന്നെ പറഞ്ഞേ നമ്മളെ കൈപിടിച്ച് നടത്തുന്ന പോലെ ഒരു പ്രതീതി നമുക്ക് ഉണ്ടായിട്ടുള്ളത് ഈ ക്ലാസ്സിലൂടെ. ശർമാജിക്ക് എന്തോ ചോദിക്കാനുണ്ട്? അതെ അതെ, തീർച്ചയായിട്ടും നമുക്ക് സമയത്തിന്റെ പരിമിതി ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് സാർ ക്ലാരിഫൈ ചെയ്യും. എനിക്ക് തോന്നിയത് ഇപ്പം സാർ എത്രയോ വ്യക്തികളുമായിട്ട് ഇതുപോലുള്ള കൗൺസിലിങ്ങും സാറിന്റെ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ കൗൺസിലിങ്ങും അതേസമയത്ത് തെറാപ്പിയും ചെയ്യാൻ പറ്റുന്ന ആളാണ്. അതായത് ഓൾറെഡി ലൈസൻസ്ഡ് ആയ തെറാപ്പിസ്റ്റ് ആണ്. അത്തരത്തിൽ എത്രയോ കേസ് കിട്ടിയിട്ടുണ്ട്. എത്രയോ ആൾക്കാർക്ക് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള സമാധാനം അല്ലെങ്കിൽ അവരെ പ്രശ്നങ്ങളെ പരിഹാരം കാണുവാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളത് വളരെ മീനിങ് ഫുൾ ആയ കാര്യമാണ്. എനിക്ക് അറ്റ്ലീസ്റ്റ് ഫോർ ചേഞ്ചസ് ഇൻ വൺസ് ലൈഫ്, ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ തന്നെ മാറ്റം വരുത്താൻ സാധിച്ചു എന്ന വലിയ കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേരുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് സാറ് ഭാഗമാക്കായിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ദാറ്റ്സ് റിയലി ടച്ചിങ് ക്ലാസ്. Thank you. Yes, platform now open for please any questions, any clarifications. ശർമ്മ സാർ എന്തോ പറഞ്ഞിരുന്നല്ലേ? ശർമ്മ സാറാണോ? യെസ് സാർ.
വളരെ നന്നായിരുന്നു. കാര്യം വെച്ചാൽ നമുക്ക് ഈ 1.5 മണിക്കൂർ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഒരു ടൈം ട്രാവൽ പോലെ ആയിരുന്നു. നമ്മൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ മുതൽ PG സെക്കൻഡ് ഇയർ വരെ പഠിച്ച കാര്യങ്ങളുടെ പല പോയിന്റുകളും ഹരിസാർ ക്ലാസ്സിനിടയ്ക്ക് പറഞ്ഞപ്പോൾ നമ്മൾ കുറേ വർഷം പുറകോട്ട് പോയിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും സത്യം പറഞ്ഞ ഒരു റിഫ്രഷിങ് ഇത് ആയി തന്നു. മാത്രമല്ല ഈ നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും എന്താണ് ഒന്ന് പിന്തിരിഞ്ഞ് നോക്കാൻ വേണ്ടിയിട്ട് ഈ ക്ലാസ് ഉപകരിച്ചു. അതിന്റെ അപ്ഡേറ്റുകൾ കിട്ടി. തീർച്ചയായിട്ടും എന്തായാലും വളരെ agree ചെയ്യുന്നു. സാർ പറഞ്ഞത് ഒരു വളരെ വളരെ സിമ്പിൾ ആയിട്ടാണ് സാർ, വളരെ ലളിതമായിട്ടാണ് സാർ ഓരോ കാര്യങ്ങൾ. എനിക്കൊന്ന് കൗൺസിലിനെ കുറിച്ച് ആദ്യം പറഞ്ഞു, അതിനുശേഷം മെല്ലെ നമ്മളെ തെറാപ്പിയിലേക്ക് തെറാപ്പി ട്രീറ്റ്മെന്റിലേക്ക് നമ്മൾ മെല്ലെ പോയി. അതിനുശേഷം സൈക്കോതെറാപ്പി, ബിഹേവിയർ തെറാപ്പി, തിയറീസ്, ഹോളിസ്റ്റിക് സെൻട്രിക് അപ്രോച്ച്, ഗ്രൂപ്പ് തെറാപ്പി, ഫൈനലി ക്രൈസിസ് ഇന്റർവെൻഷൻ, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വരെ വളരെയധികം എന്താ പറയുക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കിയത്. സോ പ്ലീസ് എനി ക്വസ്റ്റ്യൻ, എനി അതർ ക്വസ്റ്റ്യൻസ്? Adira madam, thank you, sir. Simple explained. Yes. Yeah, very tough subject in a simple manner. Thank you so much, sir. Well explained. Yes. നമസ്കാരം. വളരെ വിശാലമായ ഒരു മേഖലയെ വളരെ സിമ്പിളായിട്ട് അവതരിപ്പിച്ചു. സന്തോഷം. പക്ഷെ ആദ്യമായിട്ട് കേൾക്കുന്നത് ഞങ്ങൾക്ക് വലിയൊരു വേമാതി പെയ്തൊഴിഞ്ഞ പോലെ വളരെ സന്തോഷം. ഒരുപാട് മേഖലകൾ നമുക്ക് കേൾക്കാൻ സാധിച്ചു. വളരെ സന്തോഷം. ഇത് ആക്ച്വലി ഒരു വാസ്റ്റ് സാധനം തന്നെയാണ്. ഇതിപ്പോ നമുക്ക് ഈ പറഞ്ഞ മാതിരി മനസ്സിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ കാട്ടിന്റെ ഉള്ളിൽ കയറുന്ന പോലെയാണ്. അപ്പൊ ഇനി ചിലപ്പോ ചില സ്ഥലങ്ങളിൽ ഈ നമ്മൾ ഇത്രയും ട്രെയിൻഡ് ആണെങ്കിൽ പോലും നമ്മളും ലോസ്റ്റ് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം. അപ്പൊ അത് സ്വാഭാവികമാണ്. അങ്ങനെയുള്ള സാധനങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മള് പകച്ചു നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള കാര്യം. അപ്പം പലപ്പോഴും ഈ പറഞ്ഞ മാതിരി ഇനീഷ്യൽ സ്റ്റേജുകളിൽ നമുക്ക് എല്ലാവർക്കും അങ്ങനെ എനിക്ക് തോന്നുന്നു സാറിന് പറഞ്ഞ കാര്യം, വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് അല്ലെങ്കിൽ തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോയാൽ മാത്രമേ നമുക്ക് യഥാർത്ഥ പരിഹാരം കാണാൻ സാധിക്കുള്ളൂ. അതാണ് ഏറ്റവും ഒരു സ്കേഴ്സിറ്റി ഉള്ളത്. നമുക്കറിയാലോ, ഇപ്പം സൈക്കാട്രിസ്റ്റ് ആയിക്കോട്ടെ, സോഷ്യൽ വർക്കർ ആയിക്കോട്ടെ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് വളരെ റയറാണ് നമ്മുടെ കൂട്ടത്തിൽ. അപ്പൊ അതാണ് അതിലൊരു ചലഞ്ച് വരുന്നത്. ഇപ്പോൾ സാറിന് ഇങ്ങനെയുള്ള കേസുകൾ, ഏതൊക്കെ തരത്തിലുള്ള കേസുകളാണ് ക്ലിനിക്കിൽ വരുന്നതെന്ന് പറയാൻ പറ്റുമോ? പൊതുവെ എല്ലാ തരത്തിലുള്ള കേസുകളും വരും. ഈ പറഞ്ഞ മാതിരി ഫാമിലി റിലേഷൻസ് തൊട്ടുള്ള കാര്യങ്ങളും തൊട്ട് പേഴ്സണൽ ആയിട്ടുള്ള ഈവൻ സെക്സ്വൽ റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ഈവൻ ഡിസ്കസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡേഴ്സ്, അങ്ങനെയുള്ള സാധനങ്ങൾ പലപ്പോഴും ഈ പറഞ്ഞ മാതിരി മനസ്സിന്റെ വ്യവഹാരങ്ങളിൽ ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും വളരെ റെയറായിട്ട് വരുന്നത് ഈ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. അത് ചിലപ്പോൾ നമ്മളെ തന്നെ വലിച്ചെടുത്തോണ്ട് പോകും. നമ്മളെ ഈ അടിയൊഴുക്കുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പൊതുവെ അങ്ങനെയൊക്കെ ഉള്ളത് വരുമ്പോഴാണ് നമ്മളും ആകെ ഒന്ന് ടയേർഡായി പോകും. പിന്നെ ഈ പറഞ്ഞ മാതിരി ബിഹേവിയർ തെറാപ്പീസും സാധനങ്ങളും ഒക്കെ വളരെ എന്താ പറയാ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകേണ്ട കാര്യങ്ങളാണ്. ചിലത് ഈ പറഞ്ഞ മാതിരി ഇപ്പം സൂസൈഡൽ അറ്റംപ്റ്റ്സ്, അങ്ങനെയുള്ള സാധനങ്ങൾ, മൾട്ടിപ്പിൾ സൂസൈഡൽ അറ്റംപ്റ്റ്സ് ഒക്കെ അങ്ങനെയൊക്കെയുള്ള വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഇപ്പം എങ്ങനെയായാലും ആ ഒരു എന്താ പറയാ ഒരു ഡെത്ത് ഒഴിവാക്കുക, ഇന്നെവിറ്റബിൾ ഡെത്തിനെ ഒഴിവാക്കുക എന്നൊക്കെയുള്ള ഒരു ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഒക്കെ വരുന്നത്. ചിലതിലൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. ചിലത് ഈ പറഞ്ഞ മാതിരി നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ ഇപ്പൊ എത്രത്തോളം നമ്മൾ കേപ്പബിൾ ആണെങ്കിൽ പോലും ചില സമയങ്ങളിൽ നമ്മളുടെ സ്ലിപ്പുകളൊക്കെ പറ്റാം. അതൊക്കെ അതിന്റെ ഈ പാർട്ട് ഓഫ് ദ ഒരു ജോബിന്റെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ വരുന്ന ഒരു പ്രശ്നങ്ങളാണ് അതെല്ലാം. അതെ, എനിക്ക് തോന്നുന്നു ഒരു ഡിലമ അല്ലെ, ഒരു പ്രൊഫഷണൽ ഡിലമ പലപ്പോഴും ഈ പറഞ്ഞ മാതിരി നമ്മള് ട്രെയിൻഡ് ഔട്ട് ആവുന്ന പല കേസുകളും. എനിക്ക് തോന്നുന്നു സാറ് പറഞ്ഞു തോന്നുന്നു കൗൺസിലിംഗ് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം കൗൺസിലിംഗിന്റെ ചില കേസുകൾ നമുക്ക് തീർച്ചയായിട്ടും സെക്കൻഡ് ഫേസ് വരേണ്ടതാണ് അല്ലെ. ഇതില് ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മൾ എവിടെ ഏത് ലെവലിൽ നിൽക്കുന്നു എന്നുള്ളതനുസരിച്ച്. ഇപ്പൊ ഇനീഷ്യലി ഉള്ള സാധനങ്ങളാണെങ്കിൽ സൊല്യൂഷൻസ് വിൽ ബി ഈസി എന്നുള്ളതാണ്. അപ്പം കോംപ്ലിക്കേറ്റഡ് ആവും തോന്നും നമ്മൾ പലപ്പോഴും ഈ ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജീസിന് എപ്പോഴും നമ്മൾ വൈകിക്കുക എന്നുള്ളതാണ്. ഞാൻ തന്നെ ഡീൽ ചെയ്ത് ഇത് ശരിയാക്കും എന്നുള്ള ഒരു കോൺഫിഡൻസോടുകൂടി ആദ്യം തുടങ്ങും. അത് കഴിഞ്ഞ് പിന്നെ അവസാനം ആകുമ്പോഴേക്കും അയ്യോ എന്നെ കൊണ്ടും പറ്റില്ല, ആരെ കൊണ്ടും പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ്. അതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ആക്ച്വലി
അപ്പൊ നമ്മള് ഈ പൊതുവെ ഹൈഡ് ചെയ്യുകയും ചെയ്യും പല ആൾക്കാരിൽ നിന്നും. എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അത് പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പൊ എന്ത് ഇൻകോമ്പിറ്റൻസി ആണെന്നോ, ഞാൻ ചെറുതായി പോകുന്നു, അങ്ങനെയൊക്കെയുള്ള കുറെ സാധനങ്ങൾ അതിനകത്ത് വരും. ഈ പറഞ്ഞ കോഗ്നിറ്റീവ് എറേഴ്സ് കുറെ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് അതെല്ലാം കൂടി ഈ സാധനത്തെ എക്സാസർബേറ്റ് ചെയ്യും. ഈ സിംറ്റമറ്റോളജിയും പാത്തോളജിയും ഒക്കെ അങ്ങ് എക്സാസർബേറ്റ് ചെയ്യാൻ വേണ്ടി അതുകൊണ്ട് സാധിക്കും. പിന്നെ എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ അവസാനം പുറത്തിറങ്ങാത്ത രീതിയിൽ നമ്മൾ അങ്ങ് കുടുങ്ങിപ്പോവും എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു പ്രശ്നം. പിന്നെ നമ്മൾ വി വിൽ ഗെറ്റ് കൺഫൈൻ ടു അവർ ഹൗസ്, അവർ റൂം, അവർ ബെഡ് എന്നൊക്കെ ഉള്ള രീതിയിലാവും. ആൻഡ് അൾട്ടിമേറ്റ്ലി ഇന്റേണൽ വേൾഡ് വിൽ ടേക്ക് ഓവർ ദ എക്സ്റ്റേണൽ വേൾഡ്. അപ്പൊ എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാത്തോളജി അതാണ് ശരിക്കുള്ള പാത്തോളജി. ശരിക്കും സ്കിസോഫ്രീനിയ ഒക്കെ പോലുള്ള സമയം ഇതില് ആക്ച്വലി ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പാത്തോളജി കൂട്ടാനുള്ള ഏറ്റവും എളുപ്പമുള്ള കാര്യം. ഇപ്പൊ സോഷ്യലൈസ് ചെയ്യാതിരിക്കുക, എക്സ്റ്റേണൽ സ്റ്റിമുലസ് ഇല്ലാതാവുമ്പോൾ ഇന്റേണൽ വേൾഡ് ടേക്സ് ഓവർ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് പലപ്പോഴും നമ്മളാണ് കുറേയും കൂടി അതിനെ കൂട്ടുന്നത് എന്നുള്ളതാണ് അതിനകത്തുള്ള കാര്യം. അപ്പോൾ അതിൽ നമ്മുടെ കോഗ്നിറ്റീവ് എറർ ഉണ്ടാവും, നാണക്കേട്, അങ്ങനെയുള്ള പല സാധനങ്ങളും ഒക്കെ വന്നു കഴിയുമ്പോൾ പലപ്പോഴും നമ്മളുടെ അസുഖങ്ങൾ അത് ഒരു ലെവലിൽ കൂടുതലാവും. പിന്നെ അത് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിക്കാവും. അങ്ങനെയൊക്കെയുള്ള ഒരു ലെവലിലേക്ക് പോകും. തീർച്ചയായിട്ടും രാജീവ് സാർ, നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, അനന്തു നെടുമങ്ങാട്. കുറച്ചു നേരം അദ്ദേഹം പറയട്ടെ. സോറി അബൌട്ട് താങ്ക് യു. ഞാനേ സോഷ്യൽ വർക്ക് മേഖലയിൽ നിൽക്കുന്ന ആളാണ്. അപ്പൊ നോർമലി നമ്മള് വില്ലേജ് ഏരിയസ് ആണ് കൂടുതലും, വില്ലേജ് ട്രൈബൽ സെറ്റിൽമെന്റ് അങ്ങനെയൊക്കെയുള്ള ഏരിയസിലാണ്. അപ്പൊ ഇവിടെ വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കേണ്ട ഒരു അവസ്ഥയാണ് ഒരാൾക്ക് ഉള്ളതുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോ ഹോസ്പിറ്റലിൽ പോകാൻ പറയും. നോർമലി നമ്മുടെ എല്ലാ ഹോസ്പിറ്റലുകളിലും അവൈലബിൾ അല്ല. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു ലേഡി, ഒരു 24 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ഇഷ്യൂ. അപ്പൊ അത് തന്നെ നമ്മൾ പറയുമ്പോഴും ഉളമ്പാറ പോയി കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് പറയും, ആ ഒരു സിറ്റി. പിന്നെ വരുന്നത് ജനറൽ ഹോസ്പിറ്റലാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പിന്നെ അപ്പൊ നമുക്ക് ഈ ഫ്രീ ആയിട്ട് ഇപ്പൊ ഇവരെ സംബന്ധിച്ച് ഓവറായിട്ട് ഇവർക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു രീതിയിലും പറയാൻ വേണ്ടി കഴിയില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയറസ്റ്റ് ഈ ആയുർവേദ ഹോസ്പിറ്റലുണ്ട്. അപ്പൊ അവിടെ ഞാൻ തിരക്കിയപ്പോ അവിടെ സൈക്കോളജിസ്റ്റ് ഉണ്ട്. പക്ഷെ അവിടുത്തെ കാര്യം എത്രത്തോളം, അപ്പൊ അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞു രണ്ട് രീതിയാണ് എന്നുള്ളത് എൻ്റെ അടുത്ത് അവര് പറഞ്ഞായിരുന്നു. അപ്പൊ എനിക്ക് അതിനെ പറ്റി ഒരു ക്ലാരിറ്റിയാണ് വേണ്ടത്. അതുപോലെ ഇതുപോലെ സൗജന്യമായി നമുക്ക് കൗൺസിലിംഗ് ഇപ്പൊ ഒരു ക്യാമ്പ് പോലെ നടത്താൻ കഴിയുമെങ്കിൽ അങ്ങനെയാണ് എനിക്ക് കൂടുതൽ മറ്റേത് എല്ലാവരെയും ഒരിടത്ത് വിടുന്നതിനെക്കാട്ടി നമുക്കൊരു പ്രദേശത്ത് ഒരു ക്യാമ്പ് പോലെ നടത്തുന്ന ഒരു സംവിധാനം ഗവൺമെന്റ് സംവിധാനത്തിൽ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉപകാരം. അല്ല, ഈ പൊതുവെ ഈ മെന്റൽ ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും അവരൊക്കെ ഈ പറഞ്ഞ മാതിരി ഇവരൊക്കെ ക്യാമ്പിന് പോകേണ്ട ആൾക്കാരാണ്. അവര് പല ഇതിലും ഇപ്പോ എന്താ പറയാ, അവർക്ക് ഈ ഇങ്ങനെയുള്ള മെന്റൽ ഹെൽത്ത് ടീമുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്ത് പലയിടത്തും ക്യാമ്പുകൾക്കൊക്കെ പോകുന്ന ആൾക്കാരാണ്. അപ്പം ബേസിക്കലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇത് അങ്ങനെ പോകണേനേക്കാൾ കുറച്ചും കൂടി നല്ലത് ഈ സ്കൂൾ ലെവലുകളിൽ ഈ ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജീസിനെ കുറിച്ച് കുറച്ചെങ്കിലൊക്കെ ഒരു അവബോധം ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് ഈ ഇതിനെക്കുറിച്ചുള്ള സ്റ്റിഗ്മയും അതിനെക്കുറിച്ചുള്ള നമുക്കുള്ള ഒരു പ്രശ്നങ്ങളും അതെല്ലാം അത് ആണ് ആദ്യത്തെ ലെവലിൽ ആ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ആ ലെവലിൽ തന്നെ കുറച്ചൊന്ന് ഹാൻഡിൽ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ഈ ഒരു സാധനം ഇത്രയും മോശമാവത്തില്ല സിറ്റുവേഷൻ. പിന്നെ ഇനിയിപ്പോ അങ്ങനെയാണെങ്കിൽ തന്നെ അപ്പൊ അതായത് പുതിയ ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരാതിരിക്കാനാണ് നമുക്ക് ആദ്യം ശ്രമിക്കാൻ പറ്റുന്നത്. പിന്നെ ഉള്ള ആൾക്കാരെ ചികിത്സിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് ഇൻകോമ്പിറ്റൻസി ആണ് ഇതിനകത്തുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പൊ നമ്മളുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലുള്ള ഒരു പോരായ്മ അതിനകത്ത് എവിഡന്റ് ആയിട്ടുണ്ട്. അത് പക്ഷെ ഇപ്പൊ പറയാൻ പറ്റുമോ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അത് നമ്മളുടെ കുട്ടികൾക്ക് പല കാര്യങ്ങളെ കുറിച്ചും ഡിസ്കസ് ചെയ്യാനുള്ള ഒരു വെന്യൂ കൊടുക്കുന്നില്ല. അങ്ങനെയുള്ള ഡിസ്കഷൻസ് വന്നാലേ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും ഒരു അവബോധം ഉണ്ടായാലേ, കുട്ടിക്കാലം മുതലേ അറിഞ്ഞാലേ ഇതിനൊക്കെ ഒരു പരിധി വരെ ഒരു ശമനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും
ഇപ്പോഴും പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞ മാതിരി മാനസിക പ്രശ്നമാണെങ്കിൽ അത് പുറത്ത് പറയണ്ട, അറിയിക്കണ്ട എന്നൊക്കെയുള്ള ഒരു സ്റ്റാറ്റസിലാണ്. ഇപ്പൊ സൈക്കോളജിസ്റ്റ് ഉണ്ടെങ്കിലും സൈക്കോളജിസ്റ്റ് ഇല്ലെങ്കിലും ഒക്കെ സ്ഥിതി എങ്ങനെയാണ്. വന്നു കഴിഞ്ഞാൽ പോലും ഒരാൾ കാണാൻ, ഇപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ തന്നെ പോയിട്ടുണ്ട്, പലയിടത്തും പോകുമ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് പറയാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചോദ്യം ചോദിക്കാൻ പോലും ഒരു കേപ്പബിലിറ്റി ഇല്ല എന്നുള്ളതാണ് അതിനകത്തുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ എങ്ങനെയാണ് അത് ചോദിക്കേണ്ടത്? ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ എന്നെ പറ്റി മോശം വിചാരിക്കുമോ എന്നൊക്കെയുള്ള ആൾക്കാരാണ് പലപ്പോഴും. അങ്ങനെയാണ് അതിന്റെ ചിന്തകൾ മുഴുവൻ പോകുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു വലിയൊരു അടിയാണ് അത്. അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് ഈ സമൂഹത്തിൽ ഇങ്ങനെ ഓടി നടക്കണ്ടെന്നുള്ളത്. അതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയൊരു വിഷമം എന്ന് പറയുന്നത്. അപ്പം ഈവൻ ഒന്ന് ഫ്രീ ആയിട്ട് ചോദിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് പലപ്പോഴും ഉള്ളത്. എപ്പോഴും ഒരു 4 ചുവരുകളുടെ ഉള്ളിൽ അടച്ചുപൂട്ടി ഇതൊക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് നമ്മളുടെ ശാപം എന്ന് പറയുന്നത്. പണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സാധനങ്ങൾ, അതെല്ലാം തന്നെ ചർച്ച ചെയ്യേണ്ടത് ഒരു കോമൺ വെന്യൂവിൽ വെച്ചിട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേയൊക്കെ കൂടി ആൾക്കാർക്ക് മാനസികമായ ഒരു അവബോധം ഉണ്ടാവുകയും ഇത് പല ആൾക്കാർക്കും ഉള്ളതാണെന്നും പല ആൾക്കാർ എങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്യണമെന്നുള്ളതൊക്കെ മനസ്സിലാക്കാനൊക്കെ ഉള്ള ഒരു കഴിവ് കിട്ടും. അതൊന്നും ഇല്ലാതെ അപ്പൊ പിന്നെ അവസാനം ഒരു കയറിൻ തുമ്പത്ത് എല്ലാം ഒതുക്കും എന്നൊക്കെ ഉള്ള രീതിയിലാണ് പല ആൾക്കാർ. അതുകൊണ്ടാണ് ഇത്രയധികം സൂസൈഡൊക്കെ കൂടുന്നത്. അപ്പോൾ വേറെ സ്ട്രാറ്റജീസ് ഒന്നും അറിയില്ല. അവസാനം മനസ്സിന്റെ മടുത്ത് എല്ലാം തീർത്ത് പോവാമെന്നൊക്കെ ഉള്ള ഒരു രീതിക്ക് അതങ്ങ് പോകും. അതുപോലെ തന്നെ സാർ, അത് തെറ്റായ ആൾക്കാരിൽ മിസ്യൂസ് ചെയ്യപ്പെടുന്ന വിഷയങ്ങളും ഉണ്ട്. അത് ശരിയാ. അത് ഈ പറഞ്ഞ മാതിരി ആരില് പറഞ്ഞാൽ എങ്ങനെ ഇതാവും എന്നുള്ളത്. അപ്പൊ അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പബ്ലിക്കായിട്ട് ഇതെല്ലാം ആൾക്കാർക്ക് ആക്സസബിൾ ആവുകയും ഡിസ്കസ് ചെയ്യാനും പറ്റുകയും അല്ലെങ്കിൽ അതിനുള്ള കോമ്പിറ്റൻസി ഉള്ള ആൾക്കാർ അതിനെ ഹാൻഡിൽ ചെയ്യാനും പഠിക്കും. അപ്പൊ ഒരു ഗ്രൂപ്പിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഗ്രൂപ്പ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞ സാധനമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് മോഡറേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സ്കിൽഫുൾ ആയിട്ടുള്ള ഒരാൾ, അതിനകത്ത് കോമ്പിറ്റന്റ് ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ ഇതൊക്കെ ഡിസ്കസ് ചെയ്യാനും വലിയ പാട് വരില്ല. അല്ലെങ്കിൽ ഒരാൾ ക്യാരിഡ് അവേ ആവുകയും അല്ലെങ്കിൽ ഒരാളെ യൂട്ടിലൈസ് ചെയ്യുകയും അങ്ങനെയൊക്കെയുള്ള സ്ഥിതികളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതും ഒരു ശരി തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസികമായിട്ട് പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ യൂട്ടിലൈസ് ചെയ്യാനും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പലരും പുറത്ത് പറയാത്തത്. പലരും അത് എന്താ പറയാ, ആ തക്കം പാത്ത് എങ്ങനെയൊക്കെ അവരിൽ നിന്ന് മാക്സിമം ഊറ്റാമെന്ന് നോക്കുന്ന ആൾക്കാരും ഇതിനിടയിലുണ്ട്. അപ്പോൾ അത് ശരിയാണ്. പലപ്പോഴും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഹൂം ടു ട്രസ്റ്റ്, ഹൗ ടു ട്രസ്റ്റ് എന്നുള്ളതൊക്കെ ഒരു ഇഷ്യൂ അതിനകത്ത് വരും. വളരെ നന്നായിട്ട് ആയുർവേദ സൈക്കോളജി എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടോ? എനിക്ക് മനസ്സിലായില്ല കേട്ടോ, കേട്ടില്ല സാർ. അത് എന്റെ ചോദ്യത്തെ ആസ്പദമാക്കിയാണ്. ആയുർവേദ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടോ? അതെങ്ങനെയാണ്? അത് സൈക്കാട്രിയാണ് അത്. ആയുർവേദത്തില് എല്ലാം ഈ ത്രിദോഷങ്ങളുടെ ഇഷ്യൂസ് ആണ്. നമുക്ക് ഇപ്പൊ വയറിന് എന്തെങ്കിലും കുഴപ്പം പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മാനസികാരോഗ്യം മുഴുവൻ പ്രശ്നത്തിലാവും. അത് തന്നെയാണ് ഈ കോൺസ്റ്റിപ്പേഷനും അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കാണ് OCD ഒക്കെ ഏറ്റവും കൂടുതലുള്ളത്. OCD കേട്ടിട്ടുണ്ടോ? OCD, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. റെപ്പറ്റീവ് തോട്ട് പ്രോസസ് ആണ്. ഇൻട്രൂസീവ് തോട്ട്സ് അങ്ങനെയുള്ള റെസിസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സാണ് ഈ OCD എന്ന് പറയുന്നത്. OCD-യിൽ പലപ്പോഴും ഈ പല ആൾക്കാരുടെയും നോക്കി കഴിയുമ്പോൾ അവരുടെ വയറൊക്കെ ആകെ കുളമാണ്. അവർക്ക് ഈ കോൺസ്റ്റിപ്പേഷനും അങ്ങനെയുള്ള സാധനങ്ങളും ഒക്കെ പലപ്പോഴും. അപ്പോൾ അതുകൊണ്ടാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞേക്കണ ആനൽ ഫിക്സേഷൻ ആണ് OCD-യുടെ മെയിൻ കാരണം. ആനൽ ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്ഫിങ്ക്ടർ കൺട്രോൾ പഠിക്കുന്ന സമയത്ത്, അതായത് ബാത്റൂമിൽ പോകാൻ പഠിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫിക്സേഷൻ ആണ് ആക്ച്വലി എന്താ പറയാ OCD-ക്കൊക്കെ കാരണമാവണേന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഇതൊക്കെ റീറ്റെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഇന്റേണൽ സിസ്റ്റം എറർ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ പെരുമാറ്റത്തിൽ എന്തായാലും റിഫ്ലക്ട് ചെയ്യും. അപ്പൊ ശരീരം ക്ലീൻ അല്ലെങ്കിൽ മനസ്സ് ക്ലീൻ ആവില്ല, മനസ്സ് ക്ലീൻ അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റം ക്ലീൻ ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അവിടെ ആയുർവേദത്തിൽ അങ്ങനെയൊക്കെയുള്ള ചികിത്സകളൊക്കെ അതിനകത്ത് ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജീസ് എല്ലാം പൊതുവെ ഈ ത്രിദോഷങ്ങളെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിന് മനസ്സിനും അതിനകത്ത് ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്. അത് അങ്ങനെയൊക്കെയാണ് അതിനകത്ത് പോകുന്നത്. അപ്പൊ അല്ലാതെ ഞാൻ ചോദിക്കുന്നത് ഇതുപോലെയുള്ള കേസുകൾ
ഇതുപോലെയുള്ള കേസുകൾ നമ്മൾ ഈ പറയുന്ന അവിടെ കൗൺസിലിംഗ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതുപോലെയുള്ള കേസുകൾ നമുക്ക് അവിടെയും റെഫർ ചെയ്യാൻ പറ്റുമോ? അതെ, ഇവരെല്ലാവരും ഈ പറഞ്ഞ മാതിരി കൗൺസിലിംഗ് ഒക്കെ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ പലരും ഈ കാസി പോലുള്ള കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷന്റെ കൗൺസിലിംഗിന്റെ കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് പലരും. ഈ പറഞ്ഞ മാതിരി ലോ പഠിക്കുന്ന ആൾക്കാര്, ആയുർവേദ ഡോക്ടേഴ്സ്, ഹോമിയോപ്പതി ഡോക്ടേഴ്സ്, എല്ലാവരും സൈക്കോളജി സൈഡ് വൈസ് അവർ പഠിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് അവരെല്ലാവരും ഈ സ്ട്രീമിലേക്ക് വരികയും ചെയ്തു. കൗൺസിലിംഗ് ഒരു ലൂക്രേറ്റീവ് സാധനമാണെന്നുള്ളതും ഒരു മേജർ സാധനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് എല്ലാവർക്കും വലിയ താല്പര്യമുണ്ട് ഇതിനകത്ത്. പക്ഷെ ഒരേ ഒരു പ്രശ്നമുള്ളത് എത്രത്തോളം സൈക്കോളജിക്കൽ തിയറീസിൽ അവർക്ക് അവബോധമുണ്ട്, അവര് എങ്ങനെ അത് ചെയ്യുന്നു, അതുകൊണ്ട് എത്രത്തോളം ആൾക്കാർക്ക് ഗുണമുണ്ട്, എത്രത്തോളം ആൾക്കാർക്ക് ദോഷമുണ്ട് എന്നുള്ളതും കൂടി ഒന്ന് ഇവാലുവേറ്റ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ പറഞ്ഞ മാതിരി കോമ്പിറ്റൻസി ഉള്ള ആൾക്കാർ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻ റിസോഴ്സസ് വളരെ കുറവാണ് ഈ സൈക്കോളജി ഏരിയയിലൊക്കെ. പക്ഷെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ they are doing it rightly എന്നുള്ളതാണ് അവിടുത്തെ ഒരു ചോദ്യം മാത്രം. അത് ക്ലിയർ ആയാൽ അത് മോണിറ്റർ ചെയ്യാൻ ഒരു ഏജൻസി ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് എല്ലാം ഗുഡ്. എനിവൺ ക്യാൻ ഗെറ്റ് ട്രെയിൻഡ് ഇൻ ദാറ്റ്, those who really are interested in helping others എന്നുള്ളത്. ഇറ്റ്സ് എ ഹെൽപ്പിംഗ് റിലേഷൻഷിപ്പ്. ബേസിക്കലി ഇതൊരു ലൂക്രേറ്റീവ് ബിസിനസ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ഓൾ മെന്റൽ ഹെൽത്തും അങ്ങനെയുള്ള ഏരിയാസ് ഒക്കെ എല്ലാം ശരിക്കും പറഞ്ഞാൽ സർവീസ് സെക്ടറിൽ വരുന്നതാണ്. അല്ലാതെ അപ്പൊ അതുകൊണ്ട് ആ സർവീസ് സെക്ടറിൽ വരുന്ന സാധനങ്ങൾ അത് കൃത്യമായിട്ട് സർവീസ് ആയിട്ട് തന്നെ നിൽക്കണം, ബിസിനസ് ആയിട്ട് നിൽക്കരുത് എന്നുള്ളതാണ് അതിനകത്തുള്ള എൻ്റെ ഒരു അഭിപ്രായം. അത് പേഴ്സണൽ അഭിപ്രായമാണ്. അത് ചില ആൾക്കാർ ഈ പറഞ്ഞ മാതിരി അതൊരു ഇപ്പം നല്ല ഹ്യൂജ് എമൗണ്ട് ഓഫ് ഫീസ് ഒക്കെ കിട്ടുന്ന ഒരു ഏരിയയും കൂടിയാണ്. പലപ്പോഴും ഈ 45 മിനിറ്റ്സ് 50 മിനിറ്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 45 മിനിറ്റ്സ് ഒന്നും സെഷൻസ് പോകുന്നില്ല ചില ആൾക്കാരുടെ. 30-25 ഒക്കെ നിർത്തി ഉള്ള ഹ്യൂജ് എമൗണ്ട് ഓഫ് ഫീസും വാങ്ങി അങ്ങനെയൊക്കെ ഇപ്പൊ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മള് ഈ പറഞ്ഞ അത് ഒരു റിയാലിറ്റിയാണ്. അത്രയും നീഡ് ഉണ്ട്. Their need is there for people around. And it is on the rise also. അല്ലെ? അപ്പൊ എല്ലാവരും പറഞ്ഞ മാതിരി നമ്മളെ പോലെ ഇങ്ങനെയുള്ള ഒരു ക്രൗഡൊന്നും ഒരുമിച്ച് നിൽക്കാനൊക്കെ ഉള്ള ഒരു ഓപ്ഷൻ പോലും ഇല്ലാത്ത ഒരവസ്ഥയാണ്. യെസ്, ഐ തിങ്ക് 9:30 ആയല്ലേ? എനിക്ക് തോന്നുന്നു ഇനിയും സംശയം ചോദിച്ചാൽ സാർ ഇവിടെ വേണമെങ്കിൽ ഇരിക്കും, 1 മണിക്കൂർ വേണമെങ്കിൽ ഇരിക്കും, നമുക്കറിയാം. തീർച്ചയായിട്ടും സാറിന്റെ സേവനം നമുക്ക് തുടർച്ചയായി ഉണ്ടാവും. ഇനിയുള്ള സെഷനിലും സാർ നമ്മളോട് ഉണ്ടാവും. അതുമാത്രമല്ല, എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മൾ വഴി സാർ നമ്മൾ കോൺടാക്ട് ചെയ്യാം. ട്രിവാൻഡ്രത്തുള്ളവർ തീർച്ചയായിട്ടും സാറ് നേരിട്ട് പോയി കാണണം. ഇത്രയും വളരെ ലളിതമായിട്ട് സാർ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപകാരപ്രദമാണ്. അപ്പൊ എന്നാലും യാതൊരു സംശയമില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് തൽക്കാലം സാർ നിർത്താം ഇന്നത്തെ പരിപാടി. യെസ്, അപ്പോൾ നമ്മുടെ സേവായിൻ്റെ പേരിലും നമ്മുടെ എല്ലാവരും ഓരോരുത്തരുടെ പേരിലും സാറിന് വളരെയധികം നന്ദി. സാറ് നമ്മുടെ കൂട്ടത്തിൻ്റെ ആളാണ് എങ്കിലും ഔദ്യോഗികമായിട്ട് നന്ദി പറയാണ്. വളരെ ഗാംഭീര്യമുള്ള ഒരു സെഷനായിരുന്നു, വളരെയധികം അർത്ഥപൂർണമായ സെഷൻ ആയിരുന്നു. വളരെയധികം നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ലളിതമായ ഒരു സെഷൻ, വലിയൊരു ടോപ്പിക് നമ്മൾ എല്ലാവർക്കും അനുഭവിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തീർച്ചയായിട്ടും സാർ നമ്മുടെ എല്ലാവരുടെയും പേരിൽ വളരെ ഹൃദയംഗമായി നന്ദി പറയുന്നു. തീർച്ചയായിട്ടും നമ്മൾ ബന്ധപ്പെടും. നമ്മുടെ കൂടെ തന്നെയുണ്ട്. എല്ലാവർക്കും എല്ലാ ഭാവവും നല്ല രീതിയിൽ എല്ലാവരും മുന്നോട്ട് ഈ പറഞ്ഞ മാതിരി ആരോഗ്യവും മാനസികാരോഗ്യം വേണം, ശാരീരിക ആരോഗ്യവും കാത്തു സൂക്ഷിക്കുക. നിങ്ങളൊക്കെ എല്ലാവരും ബാക്കിയുള്ളവരെ സഹായിക്കാനും കൂടി നിങ്ങൾക്ക് കഴിവുണ്ടാവട്ടെ എന്നുള്ളത് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമസ്തേ സാർ.